സോ വെൽക്കം ടു പ്രകമ്പനം ക്ലാസ് 2. ഓക്കെ, ഇൻറ്റൻസ് ആണ്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ദിവസത്തെ ഇൻറ്റൻസിറ്റി കാരണം അറ്റൻഡൻസ് സാരമായി ബാധിച്ചിരിക്കുന്നു. ബേസിക് ആയിട്ട് നമ്മുടെ ഒരു കണ്ടന്റ് വായിച്ചിട്ട് അറ്റൻഡ് ചെയ്യേണ്ട ക്ലാസ്സാണിത്. അപ്പോൾ അത്രയും സ്പീഡിൽ പറഞ്ഞു പോകുമ്പോൾ നിങ്ങളത് വായിച്ചിട്ടില്ലെങ്കിൽ ഒബ്വിയസ്ലി എൻ്റെ പ്രശ്നമുണ്ട്. ഓക്കെ, ആൻഡ് ഇന്നലെ പറഞ്ഞതെല്ലാം നിങ്ങളുടെ നോട്ടിലൊരു ഗ്യാപ്പ് ഫീൽ ചെയ്തിരുന്നു. വാസ് ദർ ന്യൂ തിങ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തതിൽ? ജിയോമോർഫോളജി വിടൂ, ഐ എം ടോക്കിംഗ് അബൌട്ട് ദി ഓഷ്യനോഗ്രഫി. എക്സ്ട്രാ കണ്ടന്റ് ഉണ്ടായിരുന്നോ? വെദർ ന്യൂ മോർ തിങ്സ് ഉണ്ടോ? കുറച്ചുണ്ടായിരുന്നു. അതുകൊണ്ടാണോ ഒരു മേ ബി മനസ്സിലായിട്ടില്ലെങ്കിൽ ഓൺലൈൻ സ്റ്റുഡൻസ് ഓൾസോ ഹൂവർ ഈസ് അറ്റൻഡിങ്, പ്ലീസ് കം ടു മീ ആൻഡ് ആസ്ക് മീ. ഓക്കെ, നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ക്ലാസ് കിട്ടിയിട്ടില്ലെങ്കിൽ യു ഗൈസ് ആർ ഫ്രം ഡിഫറെൻറ്റ് പ്ലേസസ്, ഐ ഡോണ്ട് നോ. സോ ദിസ് ഈസ് എ റിവിഷൻ ക്ലാസ് ആൻഡ് നമുക്ക് സമയമുണ്ട് പ്രിലിംസിന് മുന്നേ ജിയോഗ്രഫി ഫിക്സ് ചെയ്യണമെങ്കിൽ. നിങ്ങളുടെ നോട്ട്സ് സഫിഷ്യൻ്റ് അല്ലെങ്കിൽ ഐ ക്യാൻ ഷെയർ മൈ നോട്ട്സ് ഓൾസോ. You come and ask, I can share it to you. All right, so I'm ready to help. So anyway, we'll do climatology. Doubt undanga appa thanne choikka, don't keep it for later. Okay, see this question, try to attend this. എന്തൊക്കെയാണ് ഭൂമിയെ ഒരു ഹാബിറ്റബിൾ പ്ലാനറ്റ് ആക്കി മാറ്റുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, optimal distance from the sun, yes, that is Goldilocks. Earth's magnetic field, appropriate mass and size. What is the significance of mass? Mass leads to gravity. Okay, അപ്പോൾ ഗ്രാവിറ്റി അല്ലേ നമ്മുടെ അറ്റ്മോസ്ഫിയറിനെ പിടിച്ചു നിർത്തുന്നത്, റൈറ്റ്? സോ മാസ് ആൻഡ് സൈസ്, യെസ്, ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. എർത്ത് മാഗ്നറ്റിക് ഫീൽഡ് എന്ത് തോന്നുന്നു? മാഗ്നറ്റിക് ഫീൽഡ് ഓൾസോ, യെസ്. ഓക്കെ, സോ ഓൾ ആണ് കറക്റ്റ്. ഓക്കെ, ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ഇട്ടുവെന്നേ ഉള്ളൂ. സോ ദേ കുഡ് ഓൾസോ ആസ്ക് അബൌട്ട് അതർ ഗോൾഡിലോക്സ് സോണിൽ വരുന്ന, ഓക്കെ, യുനോ എർത്ത് ആണ് നമ്മുടെ സോളാർ സിസ്റ്റത്തിലുള്ളത്. ദെൻ ദർ ഇസ് കെപ്ലർ 442b, കെപ്ലർ 438. ദേ മേ ആസ്ക് ലൈക്ക് ദിസ്: കെപ്ലർ 442b, കെപ്ലർ 438b, TOI 700 are what? Okay, options will be black holes. Different kind of cosmology terms വരും, cosmic terms. പക്ഷെ these are the Goldilocks zones in the possible ആയിട്ടുള്ള places. These are different stars. Okay, all right. Now let's move on to the core climatology, the composition. ഇന്നലെ നമ്മളൊരു ക്വസ്റ്റ്യൻ കണ്ടിരുന്നു, the composition of Earth's crust, അല്ലേ? അതിൽ ഞാൻ വിട്ടുപോയൊരു ഫാക്ട് കൂടെ ഉണ്ട്. What if the question is more than 50% of Earth's crustന്റെ mass is occupied by oxygen എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ? വി ഡിസ്കസ്ഡ് വോളിയം ആയിരുന്നു എന്നല്ലേ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, മാസ് പറഞ്ഞാലോ? മാസും ഓക്സിജൻ തന്നെയാണ്. ഓക്കെ, ഇന്നലെ ഞാൻ വിട്ടുപോയൊരു പോയിന്റ് ആണ്. സോ ഹിയർ നൈട്രജൻ ഈസ് ദ ലാർജസ്റ്റ്. വോളിയം വെച്ച് നോക്കുമ്പോൾ 78%. അപ്പോൾ 2 എലമെന്റ് മാത്രമേ ഉള്ളൂ. ഒന്ന് ഗ്രേറ്റർ ദാൻ 1% ആകെ 2 ഗ്യാസസേ ഉള്ളൂ, നൈട്രജനും ഓക്സിജനും. നോ AC എന്ന് ഓർക്കാം. ഓക്കെ, നൈട്രജൻ, ഓക്സിജൻ, ആർഗൺ, കാർബൺ ഡൈ ഓക്സൈഡ്. അറ്റ്ലീസ്റ്റ് ആദ്യത്തെ 4 ഓർക്കാൻ നോ AC എന്ന് ഓർത്താൽ മതി. പിന്നെ ഓർക്കണമെങ്കിൽ നെഹി. നോ എന്ന് പറഞ്ഞ മലയാളത്തിൽ എന്താ? നെഹി അല്ലേ? നെഹി. ഓക്കെ, നിയോൺ ആൻഡ് ഹീലിയം. സോ ദിസ് ഈസ് ദി ഓർഡർ ഓഫ് എലമെന്റ്സ്. പിന്നെ അറ്റ്മോസ്ഫിയറിന്റെ ഒരു ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതിന്റെ ഹൈറ്റ് എത്രയാ? അപ് ടു 500 കിലോമീറ്റേഴ്സ് ഉണ്ട് അതിന്റെ ആൾട്ടിറ്റ്യൂഡ്. പക്ഷെ എവിടെയാണ്? ടോട്ടൽ അറ്റ്മോസ്ഫിയർ പറയുകയാണെങ്കിൽ, എക്സോസ്ഫിയർ വരെ പറയുകയാണെങ്കിൽ. പക്ഷെ അതിന്റെ 99% ഫസ്റ്റ് ഒരു 32 കിലോമീറ്റർ വരെയുള്ളൂ, റൈറ്റ്? ബിക്കോസ് എന്താണ്? ഗ്രാവിറ്റി കാരണം മോർ ഡെൻസ്, താഴത്തേക്കാണ് ഗ്രാവിറ്റി ഹോൾഡ് ചെയ്തിരിക്കുന്നത്. ഓൾറൈറ്റ്. പിന്നെ ആൾട്ടിറ്റ്യൂഡ് കൂടുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ആസ് യു മൂവ് അപ്പ്, പ്രഷർ റെഡ്യൂസസ്. നമ്മുടെ എർത്തിന്റെ അറ്റ്മോസ്ഫിയർ ഉണ്ടായ ഒരു പ്രോസസ്സ് ഉണ്ട്. ആ ഒരു പ്രൈമോഡിയൽ സ്റ്റേറ്റിൽ നിന്നും ഇപ്പോഴത്തെ ഒരു സ്റ്റേറ്റ് എന്തൊക്കെയാണ് നടന്നത്? സോളാർ വിൻഡ് വന്നിട്ട് നമ്മുടെ ഹൈഡ്രജനെയും ഹീലിയത്തിനെയൊക്കെ എടുത്തു കൊണ്ടുപോയി. ആ ഒരു കാലത്ത് എർത്തിന്റെ ഗ്രാവിറ്റി വളരെ ലോ ആയിരുന്നു എന്നും കൂടി ഓർത്തിരിക്കുക. എർത്ത്സ് ഗ്രാവിറ്റി വാസ് വെരി ലോ. അപ്പോൾ ഹൈഡ്രജനും ഹീലിയനും വളരെ ലൈറ്റായ ഗ്യാസ് ആണ്. ദേ ഓൾസോ എസ്കേപ്ഡ്. പിന്നെ വോൾക്കാനിക് ഡീഗ്യാസിങ് നടന്നു. അപ്പോൾ എന്താ സംഭവിച്ചേ? കാർബൺ ഡൈ ഓക്സൈഡും വാട്ടർ വേപ്പറും എമിറ്റായി. ഓക്കെ, കണ്ടൻസേഷൻ നടന്നു, മഴ നടന്നു, ഡിപ്രഷൻസിൽ
എന്ത് സംഭവിച്ചു? വാട്ടർ ഫില്ല് ചെയ്ത് ഓഷ്യൻസ് വന്നു അല്ലേ? ഓഷ്യൻസ് വന്നു. ആ ഓഷ്യൻസിൽ ലൈഫ് വന്ന് ഫോട്ടോസിന്തസിസ് നടന്ന് ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്തു, റൈറ്റ്? അപ്പോൾ ഓക്സിജൻ പിന്നെയാണ് വന്നത്, ഫോട്ടോസിന്തസിസിന് ശേഷമാണ് വന്നത്. സോ ദിസ് ഈസ് ദി ജനറൽ ഓർഡർ ഓഫ് ഹൗ ദി അറ്റ്മോസ്ഫിയർ ഫോംഡ്, അല്ലേ? പ്രശ്നമൊന്നുമില്ലല്ലോ. ഓക്കെ. ആ ഒരു പ്രോസസ്സ്, അതായത് ദ ബിഗ് ബാങ്ങിന് ശേഷം, ബിഗ് ബാങ് എപ്പോഴാണ് ഒക്കർ ആയത്? 13 ബില്യൺ ഇയേഴ്സ് അഗോ. എർത്ത് ഫോം ആയത് 4.6 ബില്യൺ ഇയേഴ്സ് അഗോ. ഓക്കെ. അപ്പോൾ ഇപ്പോഴത്തെ ഒരു അറ്റ്മോസ്ഫിയർ അല്ല അന്ധകാലത്ത്. ഓക്കെ. സോ കുറച്ച് സ്റ്റേജസ് ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു അറ്റ്മോസ്ഫിയറിൻ്റെ. ഒരു സ്റ്റേജിൻ്റെ പേരാണ് റീകോമ്പിനേഷൻ, ഒരു സ്റ്റേജിൻ്റെ പേരാണ് ഡാർക്ക് ഏജസ്, പിന്നെ ഒരു സ്റ്റേജിൻ്റെ പേരാണ് റീ അയോണൈസേഷൻ. ഓക്കെ. സോ ഈ ബിഗ് ബാങ് നടന്നപ്പോൾ ഒരു 3 മിനിറ്റിനുള്ളിൽ മാറ്റർ, നിങ്ങൾക്കറിയാം നമ്മൾ പഠിച്ചിട്ടുണ്ട് സിംഗുലാരിറ്റി അല്ലെ, എല്ലാതും ഒരു സിംഗിൾ പ്ലേസിലായിരുന്നു. പിന്നെ എക്സ്പ്ലോഷൻ നടന്നു, പിന്നീടാണ് മാറ്റർ ഒക്കെ ക്രിയേറ്റ് ആവുന്നത്, റൈറ്റ്? സോ ആദ്യം ദി അറ്റ്മോസ്ഫിയർ വാസ് നോട്ട് ട്രാൻസ്പെറൻറ്റ്. ഓക്കെ, ഒപ്പേക്ക് ആയിരുന്നു. ഇത് പഠിച്ചിട്ടുണ്ടോ? ഐ ഹോപ്പ് ഒപ്പേക്ക് ആയിരുന്നു, അറ്റ്ലീസ്റ്റ് ഇപ്പോൾ അറിയാം. ആദ്യം ഇത് ട്രാൻസ്പെറൻ്റ് ആയത് മൈക്രോവേവ് ബാക്ക്ഗ്രൗണ്ട് റേഡിയേഷൻ, മൈക്രോവേവ് ഇൻഫ്രാറെഡിന് മാത്രമാണ് അത് ട്രാൻസ്പെറൻ്റ് ആയിരുന്നുള്ളൂ. വിസിബിൾ റേസ് പോകുന്നുണ്ടായിരുന്നില്ല. ഓക്കെ. അങ്ങനെ ഒപ്പേക്ക് ആയിട്ടുള്ള ഒരു ഡാർക്ക് ഏജസ്, നക്ഷത്രങ്ങൾ ഇല്ലാത്തൊരു കാലം ഉണ്ടായിരുന്നു. ദർ വാസ് നോ ലൈറ്റ്. പിന്നീടാണ് റീഅയണൈസേഷൻ എന്ന് പറയുന്ന ഒരു കാലത്ത് സ്റ്റാർസ് ഫോം ചെയ്യുകയും പ്രോപ്പർലി അറ്റ്മോസ്ഫിയർ ട്രാൻസ്പെറൻ്റ് ആവുകയും ചെയ്തത്. ഓക്കെ. അപ്പോൾ ഈ 3 സ്റ്റേജ് ഓർക്കുക: റീകോമ്പിനേഷൻ, ഡാർക്ക് ഏജ് ആൻഡ് റീഅയണൈസേഷൻ. ഓക്കെ, ഓൾറൈറ്റ്. കുറച്ച് എക്സ്ട്രാ ആണ്. ഓക്കെ, ഇനി ലെയേഴ്സ് ഓഫ് എർത്ത്സ് അറ്റ്മോസ്ഫിയർ നോക്കാം. ഫസ്റ്റ് ലെയർ ആണ് ട്രോപ്പോസ്ഫിയർ. അതിൻ്റെ ഹൈറ്റ് നമുക്കൊരു 10-15 കിലോമീറ്റർ ആൻഡ് അതിന് വേരിയേഷൻ ഉണ്ട്. ഇക്വേറ്ററിൽ അത് കൂടുതൽ ഹൈറ്റിലായിരിക്കും, പോളാർ റീജിയനിൽ ഇറ്റ് വിൽ ബി അറ്റ് എ, കാരണം എന്താണ്? ഇക്വേറ്ററിൽ റൈസിങ് എയർ ആണ്, റൈറ്റ്? ഇറ്റ് വിൽ പുഷ്. അപ്പോൾ ട്രോപ്പോപോസിൻ്റെ ഹൈറ്റ് ഈസ് അറ്റ് എ ഹയർ ആൾട്ടിറ്റ്യൂഡ് ഇൻ ഇക്വറ്റോറിയൽ റീജിയൻ, അല്ലേ? ഓക്കെ. അപ്പോൾ ട്രോപ്പോപോസിൽ എന്താ സംഭവിക്കുന്നത്? ദർ ഇസ് എ റിഡക്ഷൻ ഇൻ ടെമ്പറേച്ചർ. ഇതിനാണ് ലാപ്സ് റേറ്റ് എന്ന് പറയുന്നത്, നോർമൽ ലാപ്സ് റേറ്റ്. അതിനുശേഷം വരുന്ന, ഓക്കെ, ട്രോപ്പോപോസിൽ വേറെ എന്തൊക്കെയാണ് നടക്കുന്നത്? ട്രോപ്പോപോസ് ഈസ് ദ ലെയർ വേർ ദി ഓൾ ദി വെദർ ഫിനോമിനൻ ഹാപ്പൻസ്. സൈക്ലോൺസും തണ്ടർ സ്റ്റോംസും എല്ലാം നടക്കുന്നത് ഇവിടെയാണ്. ഇതിൻ്റെ ബിയോണ്ട് ചില സമയത്ത് മോയ്സ്ചർ പോയി അവിടെയും ക്ലൗഡ്സ് ഉണ്ടാക്കാം. അതിനെ നമ്മൾ സ്ട്രാറ്റോസ്ഫെറിക് ക്ലൗഡ്സ് എന്ന് പറയും. അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. വേറെ ട്രോപ്പോസ്ഫിയറിൽ എന്തൊക്കെ ഫിനോമിനൻ നടക്കുന്നത്? ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, ട്രോപ്പോസ്ഫിയർ മെയിൻ ക്ലൈമാറ്റിക് ഫിനോമിനൻ നടക്കുന്ന ലെയറാണ് ട്രോപ്പോസ്ഫിയർ. നെക്സ്റ്റ് ലെയർ ഈസ് സ്ട്രാറ്റോസ്ഫിയർ. ഓക്കെ, സ്ട്രാറ്റോസ്ഫിയർ. സ്ട്രാറ്റോസ്ഫിയറിൽ എന്താ സംഭവം? ദ ടെമ്പറേച്ചർ ഈസ് ഇൻക്രീസിങ് ആസ് യു മൂവ് അപ്പ്. കാരണം എന്താ? ദർ ഇസ് വൺ റീസൺ. യു ഹാവ് സംബഡി കോൾഡ് ആസ് ഓസോൺ. ഓസോൺ ലെയർ സ്ട്രാറ്റോസ്ഫിയറിലാണ്. ഓസോണിന്റെ പരിപാടി എന്താണ്? ഇറ്റ് വിൽ ട്രാപ്പ് ഏത് റേഡിയേഷൻ? യു വി, അതായത് സൂര്യനിൽ നിന്നും വരുന്ന ഇൻകമിങ് ഷോർട്ട് വേവ് റേഡിയേഷൻ ഉണ്ട്, അല്ലേ? ഷോർട്ട് വേവ് എന്നല്ലേ നമ്മൾ അതിനെ വിളിക്കുന്നത്. അതിലെ യു വി കോമ്പണന്റ് ആര് പിടിച്ചെടുക്കുന്നുണ്ട്? ഓസോൺ പിടിച്ചെടുക്കുന്നുണ്ട്. ദാറ്റ്സ് ദ റീസൺ വൈ സ്ട്രാറ്റോസ്ഫിയർ ഹാസ് എ ഹയർ ടെമ്പറേച്ചർ. ഓക്കെ, അപ്പോൾ ഓസോൺ ഹോൾ അങ്ങനത്തെ ഇതെല്ലാം നടക്കുന്നത് സ്ട്രാറ്റോസ്ഫിയറിലാണ്. പിന്നെ എന്താ സ്ട്രാറ്റോസ്ഫിയറിൽ ഉള്ളത്? സ്ട്രാറ്റോസ്ഫിയറിൽ 2 ടൈപ്സ് ക്ലൗഡ്സ് വരുന്നുണ്ട്. ഒന്നിന്റെ പേരാണ് PSC, പോളാർ സ്ട്രാറ്റോസ്ഫെറിക് ക്ലൗഡ്സ്. കേട്ടിട്ടുണ്ടോ? യെസ്. ഇതിന്റെ സിഗ്നിഫിക്കൻസ് എന്താ? ദീസ് മേ ക്യാരി എന്താണ്? നമ്മുടെ ക്ലോറോഫ്ലൂറോ കാർബൺ എന്നെല്ലാം പറയുന്ന ക്ലോറിൻ കോമ്പൗണ്ട്സ്. അത് പോയിട്ട് നമ്മുടെ ഓസോണിനെ റിയാക്ട് ചെയ്ത് ഓസോൺ ഡീഗ്രഡേഷൻ നടക്കും. സോ ദാറ്റ് ഈസ് പോളാർ സ്ട്രാറ്റോസ്ഫെറിക് ക്ലൗഡ്സ്. ഓക്കെ, സോ ഇതിൻ്റെ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ സ്ലൈഡിൽ ഇട്ടിട്ടുണ്ട്. സോ ബേസിക്കലി ഇത് എവിടുന്നാണ് വരുന്നത്? നമ്മുടെ ഗ്രൗണ്ടിൽ നിന്ന് സപ്ലൈ ചെയ്യുന്നതാണ്, റൈറ്റ്? ഇറ്റ് ഗോസ് അപ്പ് ആൻഡ് ഡിസ്ട്രോയ്സ് ദി ഓസോൺ ലെയർ. സോ ദിസ് ഈസ് പോളാർ സ്ട്രാറ്റോസ്ഫെറിക് ക്ലൗഡ്സ്. അതൊരു ടൈപ്പ് ക്ലൗഡ്. സ്ട്രാറ്റോസ്ഫിയറിൽ വേറൊരു സംഭവം കൂടി കാണുന്നുണ്ട്. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ജങ്കി ലെയർ. ഈ വോൾക്കാനിക് ഇറപ്ഷൻ ഒക്കെ നടക്കുമ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു വോൾക്കാനിക് വിൻഡർ. അതെന്തുകൊണ്ടാണ്? വോൾക്കനോയിൽ നിന്നും വരുന്ന എയറോസോൾ പാർട്ടിക്കിൾസ്, സൾഫർ ഡയോക്സൈഡ്, നൈട്രജൻ ഡയോക്സൈഡ് എല്ലാം ഡിസ്പേഴ്സ് ആയി ഒരു ഒരു ബാരിയർ പോലെ നിന്ന് ആൽബിഡോ ഇൻക്രീസ് ചെയ്യും. ആൽബിഡോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിഫ്ലക്റ്റിവിറ്റി. ആ ലെയറിനെ വിളിക്കുന്ന പേരാണ് ജങ്കി ലെയർ. ഈ ജങ്കി ലെയറും എവിടെയാണ് കാണുന്നത്? സ്ട്രാറ്റോസ്ഫിയറിലാണ് കാണുന്നത്. അപ്പോൾ ഡോണ്ട് യു തിങ്ക് ആർട്ടിഫിഷ്യലി നമുക്കിത് ക്രിയേറ്റ് ചെയ്താൽ ഗ്ലോബൽ വാർമിംഗ് തടഞ്ഞൂടെ? അതായത് കുറച്ച് എയറോസോൾ അവിടെ കൊണ്ടുപോയിട്ടാൽ മതി. അതിനെയാണ് UPSC ചോദിച്ചത്, സ്ട്രാറ്റോസ്ഫെറിക്
എയറോസോൾ ഇഞ്ചക്ഷൻ ടെക്നിക് കേട്ടിട്ടുണ്ടോ? സ്ട്രാറ്റോസ്ഫെറിക് എയറോസോൾ ഇഞ്ചക്ഷൻ ടെക്നിക്. ഐ തിങ്ക് ദ ക്വസ്റ്റ്യൻ ഓക്കെ ക്വസ്റ്റ്യൻ ഇട്ടിട്ടില്ല. ദർ വാസ് എ ക്വസ്റ്റ്യൻ സിറസ് ക്ലൗഡ് തിന്നിങ് ടെക്നിക്കും സ്ട്രാറ്റോസ്ഫെറിക് എയറോസോൾ ഇഞ്ചക്ഷനും. അപ്പോൾ ജങ്കി ലെയർ ഈസ് ഫൗണ്ട് നാച്ചുറലി, പക്ഷെ നമ്മൾ ആർട്ടിഫിഷ്യലി ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ ഇഞ്ചക്ഷൻ ടെക്നിക് എന്ന് പറയും. പക്ഷെ നമ്മുടെ സയന്റിസ്റ്റുകൾ പറയാണ് ഡോണ്ട് ഡു ദാറ്റ്, ബിക്കോസ് എന്താ നടക്കുക, ആ ഇഞ്ചക്ഷൻ്റെ സമയത്ത് പിന്നെയും നമ്മൾ എന്ത് ചെയ്യും, ക്ലോറിനെ കൊണ്ടിടും. അപ്പോൾ അവിടുത്തെ ഓസോൺ ലെയർ ഡിപ്ലീറ്റ് ചെയ്യും. സോ ഓസോൺ ഹോൾ മേ ബി ക്രിയേറ്റഡ്. അതുകൊണ്ടാണ് ഈ എയറോസോൾ ഇഞ്ചക്ഷൻ ടെക്നിക്കിനെ നമ്മളിപ്പോൾ വേണ്ട എന്ന് പറയുന്നത്. ബട്ട് ഇറ്റ് ക്യാൻ റിഡ്യൂസ് ഗ്ലോബൽ വാർമിംഗ്. UPSC ചോദിച്ചൊരു കൺസെപ്റ്റാണ്. സോ യു ഷുഡ് നോ ദാറ്റ്. വോൾക്കാനിക് വിൻഡർ നമ്മൾ പറഞ്ഞാണല്ലോ. ഓക്കെ, ഇനി സ്ട്രാറ്റോസ്ഫിയറിൽ വേറൊരു നടക്കുന്ന സംഭവമാണ് സ്ട്രാറ്റോസ്ഫെറിക് സിറസ് ക്ലൗഡ്സ്. സിറസ് ക്ലൗഡ്സ് ടൈപ്സ് ഓഫ് ക്ലൗഡ്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സിറസ് ക്ലൗഡ്സിനെ പറ്റി പഠിച്ചിട്ടില്ലേ? ദ ഹയസ്റ്റ് ആൾട്ടിറ്റ്യൂഡിൽ കാണുന്ന ക്ലൗഡ്സ് ആണ് സിറസ് ക്ലൗഡ്സ്. അപ്പോൾ ഹൈ ക്ലൗഡ് ആണ്. ഹൈ ക്ലൗഡിന്റെ പ്രത്യേകത എന്താ? പിന്നായിരിക്കും. വാട്ട് ഈസ് ഇറ്റ്സ് കണക്ഷൻ വിത്ത് ഗ്ലോബൽ വാർമിംഗ്? ഗ്ലോബൽ വാർമിങ്ങിനെ എന്താണ് പറയൂ, ട്രാപ്പ് ചെയ്യും. അതായത് എമിറ്റിംഗ് ലോങ് വേവ് റേഡിയേഷൻ, ടെറസ്ട്രിയൽ റേഡിയേഷനെ ട്രാപ്പ് ചെയ്യുന്ന ആൾക്കാരല്ലേ ഹൈ ക്ലൗഡ്സ്. അപ്പോൾ ഈ സ്ട്രാറ്റോസ്ഫെറിക് സിറസ് ക്ലൗഡ്സ് നല്ലതാണോ? അല്ല, സിറസ് ക്ലൗഡ്സേ നല്ലതല്ല. കാരണം ദേ ആക്ട് ആസ് എ ക്യാപ്പ് ഓൺ ദി എസ്കേപ്പിംഗ് ടെറസ്ട്രിയൽ റേഡിയേഷൻ. സോ ഇതിനെന്ത് ചെയ്യണം? നമ്മൾ തിൻ ചെയ്യണം. സോ സിറസ് ക്ലൗഡ് തിന്നിങ് ടെക്നിക്കും ഇപ്പോൾ ആൾക്കാർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതാണ് UPSC ചോദിച്ചത്. അതിന് നമ്മൾ എന്താ ചെയ്യാൻ പറ്റുന്നത്? അതിന് നമുക്ക് എന്തൊക്കെ ചെയ്യാം? മഴ വീഴ്ചാൽ പോരെ, അതിൽ നിന്നും പ്രസിപ്പിറ്റേറ്റ് ചെയ്താൽ മതി, ആ ക്ലൗഡിനെ എലിമിനേറ്റ് ചെയ്യുക. സോ വാട്ട് ദേ ആർ സേയിങ് ഈസ് ദേ ആർ പുട്ടിങ് ദീസ് ഡസ്റ്റ് എന്ന് പറഞ്ഞാൽ കണ്ടൻസേഷൻ ന്യൂക്ലിയർ എക്സ്ട്രാ ഇട്ടിട്ടും ബിസ്മുത്ത് ട്രയോഡൈഡ്. ഓക്കെ, എന്താ സംഭവം അറിയില്ല, ബട്ട് ജസ്റ്റ് സ്റ്റഡി ലൈക്ക് ദാറ്റ്. ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നില്ല കഴിഞ്ഞ PYQല്, ആർട്ടിഫിഷ്യൽ റെയിൻ യൂസ് ചെയ്യുന്നത്. സോ പോസിബിളി ദേ കുഡ് ആസ്ക് ലൈക്ക് ദിസ് ഓൾസോ. ഇത് പഠിക്കുക. ഓക്കെ, സോ അതാണ് പോളാർ സ്ട്രാറ്റോസ്ഫെറിക് ക്ലൗഡ്സും. സ്പെസിഫിക്കലി ഇത് നോർത്ത് പോളിലും സൗത്ത് പോളിലേ കാണുള്ളൂ, നേരത്തെ പറഞ്ഞ ക്ലൗഡ്സ്. ഇത് ത്രൂ ഔട്ട് സ്ട്രാറ്റോസ്ഫിയറിൽ കാണും. ഓക്കെ, ദെൻ സ്ട്രാറ്റോസ്ഫെറിക് എയറോസോൾ ഇഞ്ചക്ഷൻ ടെക്നിക് ആൻഡ് ഓസോൺ ലെയർ. ഇത്രയും കാര്യങ്ങളാണ് സ്ട്രാറ്റോസ്ഫിയറിൽ പഠിക്കാനുള്ളത്. ഓക്കെ, പിന്നെ മീസോസ്ഫിയർ. മീസോസ്ഫിയറിന്റെ പ്രത്യേകത എന്താ? ആസ് യു മൂവ് അപ്പ് ടെമ്പറേച്ചർ കുറയും, പക്ഷെ താഴോട്ട് വരുവാണെങ്കിലോ ടെമ്പറേച്ചർ കൂടും. അതുകൊണ്ടാണ് താഴേക്ക് വീഴുന്ന ഉൽക്കകൾ കത്തിത്തീരുന്നത്. സോ ദ മെറ്റിയോർ അല്ലേ, മുകളിലേക്ക് പോകുമ്പോൾ കുറയാണ്, പക്ഷെ താഴത്തേക്ക് വരുമ്പോൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. സോ ദ മെറ്റിയോർ വരുന്നത് മീസോസ്ഫിയറിലാണ്, മെറ്റിയോർസ്. ആൻഡ് ഓൾസോ യു ക്യാൻ സീ ദ മോസ്റ്റ് റെക്കോർഡഡ് ലോവസ്റ്റ് ടെമ്പറേച്ചറും നമ്മൾ ഫൈൻഡ് ചെയ്യുന്നത് മീസോസ്ഫിയറിലാണ്. ഈ രണ്ട് ഫാക്ട് ഓർത്തിരിക്കുക. മീസോസ്ഫിയർ, ദ ലോവസ്റ്റ് ടെമ്പറേച്ചർ എവർ റെക്കോർഡഡ് ആസ് വെൽ ആസ് മെറ്റിയോർസ്. പിന്നുള്ളതാണ് തെർമോസ്ഫിയർ. ഓക്കെ, തെർമോസ്ഫിയറിലെ മേജർ എന്തൊക്കെയാണ് പഠിക്കേണ്ടത്? അതിൽ അയോണോസ്ഫിയർ ഉണ്ട്. അയോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാർജ്ഡ് പാർട്ടിക്കിൾസ് ആണ് അല്ലേ, സോളാർ വിൻസ് ഒക്കെ വന്ന് റിയാക്ട് ചെയ്തിട്ട് വരുന്നതാണ് അയോൺസ്. സോ ഇതിൻ്റെ വേറെ സിഗ്നിഫിക്കൻസ്, നമ്മൾ അയക്കുന്ന റേഡിയോ കമ്മ്യൂണിക്കേഷൻസ് തിരിച്ച് റിഫ്ലക്ട് ചെയ്യുന്ന ഒരു ലെയർ കൂടിയാണ് തെർമോസ്ഫിയർ. ഓക്കെ, ഇറ്റ് റിഫ്ലക്ട്സ് ബാക്ക് ദി റേഡിയോ സിഗ്നൽസ്. പിന്നുള്ളതാണ് എക്സോസ്ഫിയർ. സ്പേസിൻ്റെ അവസാനത്തിന് നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? ഐ മീൻ ഔട്ടർ സ്പേസ് തുടങ്ങുക അല്ലെങ്കിൽ സ്പേസ് തുടങ്ങുകയാണ്, അറ്റ്മോസ്ഫിയർ തീർന്നു എന്ന് പറയുന്ന ആ ഒരു കാർമൻ ലൈൻ. കാർമൻ ലൈൻ, AARMAN, കാർമൻ ലൈൻ. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഇതാണ് ലേയേഴ്സ് ഓഫ് തെർമോസ്ഫിയറിൽ നടക്കുന്ന വേറൊരു സംഭവം കൂടെ ഉണ്ട്, ഒറോറാസ്. ഒറോറ ഓസ്ട്രാലിസും ഒറോറ ബോറിയാലിസും. ഓക്കെ, ഇനി എർത്തിൻ്റെ റൊട്ടേഷൻ, റെവല്യൂഷൻ, ടിൽറ്റ്, ഇതൊക്കെ പഠിക്കാം. അറിയാവുന്ന കാര്യമാണ്. ദർ ഇസ് എൻ ആക്സിസ് ആൻഡ് ദർ ഇസ് എ ടിൽറ്റ്. നോർമലുമായി ഉണ്ടാക്കുന്ന ആംഗിളാണ് 23.5. ഓർബിറ്റിംഗ് പ്ലെയിനുമായി ഉണ്ടാക്കുന്ന ആംഗിളാണ് 66.5. സോ ഡ്യൂ ടു ദിസ് സ്ലാൻഡിങ് നമ്മുടെ സൂര്യൻ്റെ രശ്മി വന്നടിക്കുമ്പോൾ ഒരു എർത്തിൻ്റെ ഒരു സൈഡ് മൊത്തം ഒരു സർക്കിൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതിനെയാണ് സർക്കിൾ ഓഫ് ഇല്ലുമിനേഷൻ എന്ന് വിളിക്കുന്നത്. സർക്കിൾ ഓഫ് ഇല്ലുമിനേഷൻ. ഓക്കെ, ഇനി പ്രസഷൻ എന്ന് പറയുന്നൊരു ടേം കേട്ടുണ്ടോ? പ്രസഷൻ, ഇത് വോബ്ലിംഗ് ആണ്. ഈ പമ്പരമൊക്കെ കറങ്ങി നിൽക്കുന്ന നേരത്തുണ്ടല്ലോ ഒരു കറക്കം കറങ്ങുന്നത്, ശ്രദ്ധിച്ചിട്ടില്ലേ? അങ്ങനെ ആടി ആടി കറങ്ങുന്നത്. സോ
ഇപ്പോൾ ജസ്റ്റ് ഇമാജിൻ ദ എർത്ത് ഈസ് ലൈക്ക് ദിസ് ഇൻ ദ ആക്സിസ്. പക്ഷെ ഡ്യൂ ടു ദി ഗ്രാവിറ്റി ഓഫ് മൂൺ ആൻഡ് സൺ ഒരു 30,000 വർഷം കൂടുമ്പോഴോ അങ്ങനെ ഒരു കുറേ കാലം കൂടുമ്പോൾ നടക്കുന്ന ഒരു ഇവൻ്റാണ് ഇത്. കിടന്നൊന്നങ്ങ് കറങ്ങും, വോബിൾ ചെയ്യും എർത്ത്. അതിനെ പറയുന്ന പേരാണ് പ്രസഷൻ. ഓക്കെ, അതിൻ്റെ ക്വസ്റ്റ്യൻ വരെ എങ്ങനെയായിരിക്കും, ഇതിൻ്റെ റീസൺ എന്താണെന്നാണ്. റീസൺ ഈസ് ബിക്കോസ് ഓഫ് ദി ഗ്രാവിറ്റേഷണൽ ഇൻട്രാക്ഷൻസ് വിത്ത് മൂൺ, സൺ ആൻഡ് അതർ സെലസ്റ്റിയൽ ബോഡീസ്. ഇതിനെയാണ് ആക്സിയൽ പ്രസഷൻ എന്ന് പറയുന്നത്. നിയർലി 36,000 ഇയേഴ്സ് കൂടുമ്പോൾ നടക്കുന്ന ഒരു ഇവൻ്റ് ആണ്. ഓക്കെ, ആക്സിയൽ പ്രസഷൻ. ഇത് സിഗ്നിഫിക്കൻസ് ഉണ്ട്, കാരണം കഴിഞ്ഞ PYQയിൽ കഴിഞ്ഞ ഇയർ ദേ ആസ്ഡ് അബൌട്ട് എന്താണ് ദറ്റ് ക്വസ്റ്റ്യൻ അബൌട്ട് മാസ്. അതായത് ഐസ് മെൽറ്റ് ഒക്കെ നടക്കുന്നതിനനുസരിച്ച് ഡ്യൂറേഷൻ ഓഫ് ലെങ്ത്തും അല്ലേ, ഒരു ക്വസ്റ്റ്യൻ കണ്ടിരുന്നില്ലേ? യെസ്. സോ ഇതാണ് പ്രസഷൻ. എവറി ടൈം ഫേവറേറ്റ് ആണ് സോൾസ്റ്റൈസസ് ആൻഡ് ഇക്വിനോക്സസ്. സോ സോൾസ്റ്റൈസ് നമുക്കറിയാം, നമ്മുടെ സോൾസ്റ്റൈസ് ദാറ്റ് ഈസ് സമ്മർ സോൾസ്റ്റൈസ് 21st June when the Tropic of Cancer is facing exactly the sun's rays are perpendicular to the directly falling അല്ലേ. അത് കഴിഞ്ഞ 6 മാസം കഴിഞ്ഞാൽ then there is winter solstice 22nd December. then there are equinoxes, the transition between ഇപ്പം നടക്കുന്ന ഈ പീരീഡിനെ നമ്മൾ എന്താ വിളിക്കുന്നത്? ദിസ് ഇസ് സ്പ്രിംഗ്. ഇപ്പം സ്പ്രിംഗ് അല്ലേ, വിന്റർ കഴിഞ്ഞു സമ്മറിലേക്ക് പോകുന്ന ആ സമയം. മാർച്ചിൽ നമുക്ക് എന്ത് എക്സ്പെക്ട് ചെയ്യാം? മാർച്ച് സ്പ്രിംഗ് ഇക്വിനോക്സ് 21st March. പിന്നെ സമ്മർ വരും ജൂണിൽ. സമ്മർ കഴിഞ്ഞ് പോകുമ്പോൾ ഓട്ടം ഇക്വിനോക്സ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. സോ ദിസ് ഈസ് ദി ഇക്വിനോക്സസ് ആൻഡ് സോൾസ്റ്റൈസ്. യെസ്. സോ ജൂൺ 21st അല്ലെങ്കിൽ നമ്മുടെ വിന്റർ സോൾസ്റ്റൈസ് കഴിഞ്ഞ് സമ്മർ സോൾസ്റ്റൈസ് വരെയുള്ള ആ ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ജൂൺ 21st എന്താണ്, ഈ ആർട്ടിക് സർക്കിളിൻ്റെ ഈ ഒരു ഏരിയ ഒരു 6 മാസത്തോളം ഏകദേശം ഇറ്റ് വിൽ ബി അണ്ടർ സൺലൈറ്റ്. ആൻഡ് ബിയോണ്ട് ദി ആർട്ടിക് സർക്കിൾ, അന്റാർട്ടിക് സർക്കിൾ, തെറ്റാണ്. അന്റാർട്ടിക് സർക്കിൾ എന്തുണ്ടാവില്ല? സൺലൈറ്റ് ഉണ്ടാവില്ല. ഓക്കെ, സോ ദാറ്റ് ഈസ് വൺ തിങ്, ബേസിക് ആണ്. പിന്നെ ഒരു ക്വസ്റ്റ്യൻ വരാം, ഇക്വേറ്ററിലാണെങ്കിൽ ലെറ്റ്സ് സേ ഇൻ ഇക്വിനോക്സ് ഇക്വേറ്ററിനെ ഫേസ് ചെയ്ത് നിൽക്കുകയാണ് സൺ. സോ ഐഡിയലി ഈക്വൽ ഹവേഴ്സ് ഫോർ ഡേ ആൻഡ് നൈറ്റ് വേണം. പക്ഷേ ഈസ് ഇറ്റ് ലൈക്ക് ദാറ്റ്? ആണോ? ഈക്വൽ ടൈം ആണോ ഇക്വേറ്ററിൽ? അല്ല. ബിക്കോസ് ഓഫ് ദി അഡ്വാൻസ് സൺറൈസും ഡിലേഡ് സൺസെറ്റും. സൂര്യൻ ഉദിക്കുന്നതിന്റെ മുന്നേ തന്നെ നമുക്ക് സൂര്യനെ കാണാം. ബിക്കോസ് ഓഫ് വാട്ട്? ഈ ലൈറ്റിന്റെ ഈ ഒരു ഇല്യൂഷനെ വിളിക്കുന്ന പേരാണ് റിഫ്രാക്ഷൻ. റിഫ്ലക്ഷൻ അല്ല, റിഫ്രാക്ഷൻ. ഓക്കെ, പല ഡെൻസിറ്റി മീഡിയത്തിലൂടെ ലൈറ്റ് പാസ് ചെയ്യുമ്പോൾ വളഞ്ഞു പോകുന്ന പരിപാടിനെ വിളിക്കുന്ന പേരാണ് റിഫ്രാക്ഷൻ. സോ ദാറ്റ് ഈസ് എൻ ഒപ്റ്റിക്കൽ ഇല്യൂഷൻ. അത് കാരണമാണ് ഇക്വേറ്ററിലും നമ്മുടെ ഡേയ്സ് ആർ ഓൾവേസ് ലോങ്ങർ. ഓക്കെ, next concept is perihelion and aphelion. Perihelion is the day when earth is closest towards the sun. അതിൻ്റെ ഇതൊരു എന്താ പറയുക, ഒരു കോൺട്രഡിക്ടറി ആണ്. ജനുവരിയിൽ ശരിക്കും നമ്മുടെ നോർത്ത് ഹെമിസ്ഫിയറിൽ എന്താ, ജനുവരി വിന്റർ ആണ്. പക്ഷെ ആ വിന്റർ സമയത്താണ് സൺ വെരി മച്ച് ക്ലോസർ ടു ദി എർത്ത് ഈസ് വെരി മച്ച് ക്ലോസർ ടു ദി സൺ. സോ Jan 3rd. ഓക്കെ, ആൻഡ് സമ്മർ സമയത്താണ് ഏറ്റവും വിട്ട് നിൽക്കുന്നത് പീരിയൻ. സോ ഈ Jan 3rd ആൻഡ് July 4th ഓർത്തിരിക്കുക. ദാറ്റ് ഈസ് ദ പെരിഹീലിയൻ ആൻഡ് അപ്ഹീലിയൻ. ഓക്കെ, ഇൻസൊലേഷൻ റിസീവ്ഡ് ഇൻ എൻ ഏരിയ പല ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഫോർ എക്സാമ്പിൾ ക്ലൗഡ് കവർ. ഓക്കെ, ലാറ്റിറ്റ്യൂഡ്. ഹയർ ലാറ്റിറ്റ്യൂഡിൽ സൂര്യൻ്റെ രശ്മികൾ എങ്ങനെ എപ്പോഴും ചെല്ലുക? സ്ലാൻഡ് ആയിട്ടാണ് പോവുക. സ്പ്രെഡ് ഓവർ എ ലാർജ് ഏരിയ അല്ലേ, എനർജി കുറേ. ദാറ്റ് മീൻസ് ദ സൺസ് റേസ് ഹാഡ് ടു ട്രാവൽ ലോങ് ഡിസ്റ്റൻസ്. ഇങ്ങനെ ലോങ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുമ്പോൾ എന്താ നടക്കുന്നത്? കുറേ സ്കാറ്റർ ചെയ്ത് പോകും, ഇൻസുലേഷൻ അധികം ഇവിടെ എത്തില്ല. ഓക്കെ, സോ ഇതിനെ നമ്മൾ എന്താ, ദീസ് ആർ ഏരിയാസ് ഓഫ് ലോ ആംഗിൾസ് അല്ലേ. ഇത് 90 ഡിഗ്രി അല്ലേ, ദാറ്റ് മീൻസ് ഹൈ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് അല്ലേ. ഇവിടെ കൂടുതൽ ഇൻസുലേഷൻ റിസീവ് ചെയ്യും. ഇറ്റ് വിൽ ബി ഫോക്കസ്ഡ് ഓൺ എ സ്മോളർ ഏരിയ. സോ ഹയർ ദ ലാറ്റിറ്റ്യൂഡ് ലെസ് ഈസ് ദ ആംഗിൾ. യെസ്, ആൻഡ് അത്രേ ഉള്ളൂ. ഇപ്പോൾ ഈ പറഞ്ഞ കൺസെപ്റ്റ് തന്നെ ലേറ്റർ യു ക്യാൻ റീഡ്. അതാണ് ഈ ഒരു സ്ലൈഡിൽ കിടക്കുന്നത്. ഓക്കെ, ഇനി എന്തുകൊണ്ടാണ് സ്കൈ ബ്ലൂ? ഓക്കെ, ദിസ് ഈസ് ബിക്കോസ് ഓഫ് ദി Rayleigh's law of scattering. And
ഏറ്റവും കൂടുതൽ സ്കാറ്റർ ആവുന്നത് ബ്ലൂ ലൈറ്റ് ആണ്. കാരണം ബ്ലൂ ലൈറ്റിന്റെ വേവ് ലെങ്ത് കുറവാണ്. റെഡ് ഈസ് മോർ. ഓക്കെ, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ലാംഡ. ലാംഡ എന്ന് പറയുമ്പോൾ വേവ് ലെങ്ത് ആണ്. ഓക്കെ, സോ ദാറ്റ്സ് വൈ ഡ്യൂറിങ് ഡേ ടൈമിലാണ് സൺ ഈസ് ക്ലോസർ ടുവേർഡ്സ് ദി എർത്ത്. ഈവനിങ് സമയത്ത് വി ആർ അറ്റ് എ ഫാർ ഡിസ്റ്റൻസ്, റൈറ്റ് അല്ലേ? സോ ആ സമയത്ത് ബ്ലൂ എല്ലാം സ്കാറ്റർ ചെയ്ത് പോയി ഓൺലി റെഡ് ലൈറ്റ് റീച്ചസ്. ദാറ്റ്സ് വൈ ഈവനിങ്സ് ആർ ആൻഡ് മോർണിംഗ്സ് ആർ റെഡിഷ്. ക്ലിയർ അല്ലേ കൺസെപ്റ്റ്? നോ പ്രോബ്ലം, റൈറ്റ്? ഓക്കെ, യെസ്, ഇതാണ് ഞാൻ ഡിസ്കസ് ചെയ്ത കൺസെപ്റ്റ്. ഇനി ഈ റേഡിയേഷൻ എങ്ങനെയാണ് എർത്തിൻ്റെ അറ്റ്മോസ്ഫിയർ ഗെറ്റിംഗ് ഹീറ്റഡ് അപ്പ് ഒരു ഫ്രീക്വൻറ്റ് ടോപ്പിക്കാണ് അല്ലേ? സൂര്യൻ ഈസ് മോർ ഹോട്ട് compared to earth. The hotter the object, shorter will be the wavelength. ഓക്കെ, അപ്പോൾ സൂര്യനിൽ വരുന്ന റേഡിയേഷൻ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിലെ മെജോറിറ്റി കോമ്പണൻറ്റ് നമുക്ക് കാണാൻ പറ്റുമല്ലോ, ലൈറ്റ്. അപ്പോൾ വിസിബിൾ ലൈറ്റ് ഉണ്ട്. ഓക്കെ, 43% വിസിബിൾ ലൈറ്റ് ആണ്. എർത്തിൽ നിന്ന് പോകുന്ന നമുക്ക് കാണാൻ പറ്റില്ലല്ലോ. സോ എർത്തിൽ നമുക്ക് എന്തില്ല? വിസിബിൾ ലൈറ്റ് ഇല്ല, ഇൻഫ്രാറെഡ് മാത്രമേ ഉള്ളൂ. 99% ഓഫ് എർത്തിൻ്റെ എമിറ്റഡ് റേഡിയേഷൻ, ടെറസ്ട്രിയൽ റേഡിയേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇൻഫ്രാറെഡ് റേഡിയേഷൻ ആണ്. പിന്നെ സൂര്യനിൽ നിന്നും വരുന്നതിൻ്റെ 52% ഇൻഫ്രാറെഡ് തന്നെയാണ്. പക്ഷെ ദെൻ ദർ ഇസ് എ ഹൈ കമ്പണൻറ്റ് ഓഫ് വിസിബിൾ ലൈറ്റ്, ദെൻ ദർ ഇസ് ഓൾസോ UV. ഈ UV ആണ് നമ്മുടെ സ്ട്രാറ്റോസ്ഫിയറിലെ ഓസോൺ അബ്സോർബ് ചെയ്യുന്നത്. ഓൾറൈറ്റ്, സോ രണ്ടിലും ഇൻഫ്രാറെഡ് ഉണ്ട്, രണ്ടിലും ഹയസ്റ്റ് ഈസ് ഇൻഫ്രാറെഡ്. ഓക്കെ, ഇതാണ് നമ്മുടെ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം. ആൻഡ് വാട്ട് എൽസ്? യാ, അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വരികയാണെന്ന് കരുതൂ. വാട്ടർ വേപ്പർ ക്യാപ്ചേഴ്സ് സം ഓഫ് ദി ഇൻഫ്രാറെഡ് സ്പെക്ട്രം കമ്മിങ് ഫ്രം ദി സോളാർ റേസ്. സൂര്യനിൽ നിന്ന് വരുന്ന ഇൻഫ്രാറെഡിൽ കുറച്ച് വാട്ടർ വേപ്പർ ക്യാപ്ചർ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രൂ ആവോ? ഇറ്റ് ഈസ് ട്രൂ. ഡോണ്ട് തിങ്ക് ദാറ്റ് എന്താണ് ഒന്നും നമ്മൾ അബ്സോർബ് ചെയ്യുന്നില്ല എന്നല്ല. ഓക്കെ, വാട്ടർ വേപ്പർ IR സ്പെക്ട്രം അബ്സോർബ് ചെയ്യും ഇൻകമിങ്ങിൽ നിന്നും. പക്ഷെ മെജോറിറ്റി ഈസ് ഫ്രം ദി ഔട്ട് ഗോയിങ് ടെറസ്ട്രിയൽ റേഡിയേഷൻ. ഓക്കെ, ഓക്കെ, ഇനി എങ്ങനെയൊക്കെയാണ് ദി ടെമ്പറേച്ചർ ഗെറ്റിംഗ് എന്താ പറയുക സ്പ്രെഡ്? Okay, one is conduction by touch, particles touching a hot body. Then there is convection, that is vertical rise. Advection is horizontal winds, and radiation is radiation through this infrared radiation. Adine molecules inde avashyamilla nere. Okay, these are the ways in which atmosphere is getting heated up. Okay, global warming ile നമുക്ക് കുറച്ച് ഫീഡ്ബാക്ക് സിസ്റ്റംസ് ഉണ്ട്. പോസിറ്റീവ് ഫീഡ്ബാക്ക് സിസ്റ്റവും നെഗറ്റീവ് ഫീഡ്ബാക്ക് സിസ്റ്റവും. എന്താ പോസിറ്റീവ് ഫീഡ്ബാക്ക് സിസ്റ്റം? സെൽഫ് സസ്റ്റൈനിങ് സൈക്കിൾ, അതായത് ഇതിങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. ഫോർ എക്സാമ്പിൾ ഐസ് ആൽബിഡോ ഫീഡ്ബാക്ക് എന്ന് പറയുന്ന ഒരു സിസ്റ്റം. എന്താ പറയൂ? ഗ്ലോബൽ വാർമിംഗ് കൂടുമ്പോൾ ഐസ് ഉരുകി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? ആൽബിഡോ കുറയും. മാത്രമല്ല ഐസിന് പകരം അവിടെ ആരാ വരുന്നത്? വാട്ടറാണ്. വാട്ടറിന്റെ ആൽബിഡോ ഈസ് ലെസർ ദാൻ ഐസ്. ഐസ് ആണ് കൂടുതൽ റിഫ്ലക്ട് ചെയ്യുക. അപ്പോൾ പിന്നീട് എന്താ സംഭവിക്കുന്നത്? ആൽബിഡോ കുറഞ്ഞു, പിന്നെയും ഗ്ലോബൽ വാർമിംഗ് കൂടും. അതങ്ങനെ ഒരു സൈക്കിൾ പോലെ പെർപെച്വൽ സൈക്കിളായി നടക്കുന്നതിനെയാണ് നമ്മൾ പോസിറ്റീവ് ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. സോ ഐസ് ആൽബിഡോ ഫീഡ്ബാക്ക് ഈസ് വൺ എക്സാമ്പിൾ. ഓക്കെ, ഈ പ്രോബ്ലം, അതായത് എർത്ത് വാം ചെയ്യുമ്പോൾ ഐസ് മെൽറ്റ് ആകും. ഓക്കെ, അതിന് പകരം എന്താവും? ഓഷ്യൻ വാട്ടർ അല്ലേ, ഐസിനില്ല. ഡാർക്ക് വാട്ടറിന്റെ ആൽബിഡോ എന്താണ്? കുറവാണ്. അപ്പോൾ റിസൾട്ട് എന്താ? ഡാർക്ക് സർഫസ് കൂടുതൽ ഹീറ്റിനെ അബ്സോർബ് ചെയ്യും, പിന്നെയും മെൽറ്റിംഗ് നടക്കും. അങ്ങനെ മൊത്തം ഐസ് ഉരുകി പോകും. അതിനെയാണ് ഐസ് ആൽബിഡോ ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. അടുത്തൊരു എക്സാമ്പിൾ ആണ് പെർമാഫ്രോസ്റ്റ് കാർബൺ റിലീസ്. പെർമാഫ്രോസ്റ്റ് നമുക്കറിയാം എന്താണ്? ഐസ് വിച്ച് ഈസ് അണ്ടർ ദി സോയിൽ. അതിൻ്റെ കൂടെ എന്തുണ്ട്? കുറേ ഹൈഡ്രോ കാർബൺസ്, അതിൻ്റെ കൂടെ കുറേ ഓർഗാനിക് കോമ്പണൻസ് ഉണ്ട്. അതിങ്ങനെ ക്രയോ പ്രിസർവ്ഡ് ആണ്. അപ്പോൾ ഈ ഐസ് പോയി കഴിഞ്ഞാൽ ഇതെന്ത് ചെയ്യും? മീഥേനിയെ റിലീസ് ചെയ്യും. മീഥേൻ വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? പിന്നെയും ഗ്ലോബൽ വാർമിംഗ് നടക്കും. സോ ദിസ് ഈസ് ദി നെക്സ്റ്റ് പോസിറ്റീവ് ഫീഡ്ബാക്ക് ലൂപ്പ്, പെർമാഫ്രോസ്റ്റ് കാർബൺ റിലീസ്. ഇതായിരുന്നു ഞാൻ ഇന്നലെ പറഞ്ഞ വേറൊരു സംഭവം, തെർമോകാസ്റ്റ് അല്ലേ? തെർമോകാസ്റ്റും പിന്നെ കെയ്മാൻ കെറ്റിൽ ടോപ്പോഗ്രഫി,
അതെല്ലാം ഈ ഒരു ഏരിയയിൽ വരുന്നതാണ്. ഓക്കെ, അടുത്തൊരു എക്സാമ്പിളാണ് വാട്ടർ വേപ്പർ ഫീഡ്ബാക്ക്. ഗ്ലോബൽ വാർമിംഗ് നടക്കുമ്പോൾ ഇവാപ്പറേഷൻ കൂടും അല്ലേ? സോറി, ദർ ഇസ് മോർ ഗ്രീൻ ഹൗസ് ഗ്യാസ് കൂടുമ്പോൾ ഗ്ലോബൽ വാർമിംഗ് കൂടും. ഗ്ലോബൽ വാർമിംഗ് കൂടുമ്പോൾ ഇവാപ്പറേഷൻ കൂടും. അപ്പോൾ വാട്ടർ വേപ്പർ കൂടുതൽ അബ്സോർബ് ആവും ഇതിലേക്ക്, എയർ പാഴ്സലിലേക്ക്. വാട്ടർ വേപ്പർ കൂടുതൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് ഗ്രീൻ ഹൗസ് എഫക്റ്റ് തന്നെയല്ലേ. വാട്ടർ വേപ്പർ പിന്നെ IR റേഡിയേഷൻ അബ്സോർബ് ചെയ്യും, പിന്നെയും ഗ്ലോബൽ വാർമിംഗ് കൂടും, പിന്നെയും കാർബൺ ഡൈ ഓക്സൈഡ് കൂടും. അതങ്ങനെ ഒരു സൈക്കിളായിട്ട് പിന്നെയും നടക്കും. അതാണ് വാട്ടർ വേപ്പർ ഫീഡ്ബാക്ക്. ഓക്കെ, അതായത് കാർബൺ ഡൈ ഓക്സൈഡ് കൂടുമ്പോൾ എയറിന്റെ കപ്പാസിറ്റി ടു ഹോൾഡ് മോയ്സ്ചർ ഇൻക്രീസ് ചെയ്യും, പിന്നെ ഇവാപ്പറേഷൻ നടക്കും. അതൊരു ഗ്രീൻ ഹൗസ് ഗ്യാസ് തന്നെയാണ് വാട്ടർ വേപ്പർ. അതുകൊണ്ടാണ് അതൊരു പോസിറ്റീവ് ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. അടുത്തത് ആമസോൺ ഡൈബാക്ക് ആൻഡ് ഫോറസ്റ്റ് ഫയർസ്. അറിയാലോ, ആമസോണിലെ മരങ്ങൾ പോയി കഴിഞ്ഞാൽ എന്തില്ല, കാർബണിനെ ഹോൾഡ് ചെയ്യാൻ പറ്റില്ല. അഗെയിൻ ഗ്ലോബൽ വാർമിംഗ് കൂടും, ഫോറസ്റ്റ് ഫയർ വരും, പിന്നെ ആമസോണിലെ മരങ്ങൾ കത്തിപ്പോവും. സോ ഫോറസ്റ്റ് ഫയർ കണ്ടിന്യൂസ് ആയി നടക്കുന്നു, കാർബൺ ഡൈ ഓക്സൈഡ് കൂടുന്നു. സോ ദാറ്റ് ഈസ് ഓൾസോ എ പോസിറ്റീവ് ലൂപ്പ് ഫോർ ഗ്ലോബൽ വാർമിംഗ്. ഓവറോൾ എർത്ത്. ഓക്കെ, നൗ ദേ കൻ ആസ്ക് കമ്പാരിസൺ ഓഫ് ആൽബിഡോ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഐസിനാണ് വാട്ടറിനേക്കാളും ആൽബിഡോ, ആൻഡ് ഫ്രഷ് സ്നോക്കാണ് ക്ലൗഡിനേക്കാൾ ആൽബിഡോ. ഇത് രണ്ടും ഓർത്തിരിക്കുക. ദെൻ ദർ ഇസ് എ ടേബിൾ ബാക്കി എല്ലാത്തിൻ്റെയും, അത് നിങ്ങൾക്ക് ലേറ്റർ യു ക്യാൻ റീഡ് ഓരോ ഇതിൻ്റെ ആൽബിഡോ. ഓവറോൾ എർത്തിൻ്റെ ഒരു ആൽബിഡോ എന്ന് പറയുന്നത് 31% അല്ലെങ്കിൽ 0.31. ആൽബിഡോ നമ്മളൊരു ലെസ് ദാൻ 1 ഫിഗറിലല്ലേ പറയാ. സോ ഇറ്റ്സ് 0.31 ഓവറോൾ എർത്തിന്റെ ആൽബിഡോ. ഓക്കെ, എന്തുകൊണ്ടാണ് ആസ് യു മൂവ് അപ്പ് ടെമ്പറേച്ചർ റെഡ്യൂസസ്? എന്തുകൊണ്ടാണ്? അറ്റ്മോസ്ഫിയറിക് പ്രഷർ കുറയും. പ്രഷർ കുറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഗ്യാസ് ഇല്ല, ഗ്രീൻ ഹൗസ് ഗ്യാസ് ഇല്ല. സോ ദേ ആർ നോട്ട് ട്രാപ്പിംഗ് ടെറസ്ട്രിയൽ റേഡിയേഷനോ ഒരു ഹീറ്റ് അവിടെ ട്രാപ്പ് ചെയ്ത് നിൽക്കുന്നില്ല. അതുകൊണ്ടാണ് ടെമ്പറേച്ചർ കുറയുന്നത് ആസ് യു മൂവ് അപ്പ്. അതാണ് നമ്മുടെ നോർമൽ ലാപ്സ് റേറ്റ് അല്ലേ. പ്രഷർ കുറയുന്നത് കാരണമാണ്. ദർ ഇസ് നോ ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഇൻ ദി ഹയർ ആൾട്ടിറ്റ്യൂഡ്സ്. പ്രശ്നമുണ്ടോ? ക്ലിയർ? ഓക്കെ ഓക്കെ, ഏറ്റവും കൂടുതൽ ഇൻസുലേഷൻ കിട്ടുന്ന സ്ഥലം ഏതാ? സബ് ട്രോപ്പിക്കൽ ബെൽറ്റിലാണ്. ബിക്കോസ് ദർ ആർ നോ ക്ലൗഡ്സ്. ഏറ്റവും കൂടുതൽ ക്ലൗഡ്സ് എവിടെയാ? ഇക്വട്ടോറിയൽ ബെൽറ്റിലാണ്. ഓക്കെ, യെസ്. ടെമ്പറേച്ചർ ഗ്രേഡിയൻറ്റ്, ഈ സെൻറ്റൻസ് നോക്കൂ. ഏറ്റവും കുറവ് ഗ്രേഡിയൻസ് എവിടെയാണ്? ട്രോപ്പിക്കൽ റീജിയനിലാണ്. ബിക്കോസ് ഓൾവേസ് ദർ ഈസ് സൺസ് റേസ് ഓവർ ഇറ്റ് അല്ലേ? കറക്റ്റ് അല്ലേ? ഹൈ ടെമ്പറേച്ചർ ഗ്രേഡിയൻ്റ് എവിടെയാണ് നടക്കുന്നത്? മിഡിൽ ആൻഡ് ഹയർ ലാറ്റിറ്റ്യൂഡ്സിലാണ്. ബിക്കോസ് അവിടെയാണ് സൂര്യൻ്റെ ഒരു മൈഗ്രേഷൻ എവിഡൻ്റ് ആയിട്ട് വരുന്നത്. സമ്മർ സോൾസ്റ്റൈസിൽ ട്രോപ്പിക് ഓഫ് ക്യാൻസറിൻ്റെ എവിടെയാവും, വിൻ്ററിൽ താഴെ പോവും, റൈറ്റ്? ഓക്കെ, സോ ഏറ്റവും കൂടുതൽ ഗ്രേഡിയൻ്റ് നടക്കുന്നത് എവിടെയാണ്? മിഡിൽ ലാറ്റിറ്റ്യൂഡ്സ്. ലോവർ ലാറ്റിറ്റ്യൂഡിൽ ടെമ്പറേച്ചർ ഗ്രേഡിയൻസ് ആർ യൂഷ്വലി ലോ ഇൻ ദി ഈസ്റ്റേൺ മാർജിൻസ് ഓഫ് കോണ്ടിനെൻറ്റ്സ്. എന്തുകൊണ്ടാണ്? ലോവർ ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ ട്രോപ്പിക്കൽ ബെൽറ്റിലെ ആഫ്രിക്കയുടെ ഈസ്റ്റ് ആലോചിച്ച് നോക്കുക, സൗത്ത് അമേരിക്കയുടെ ഈസ്റ്റ് ആലോചിച്ച് നോക്കുക. അവിടെ ടെമ്പറേച്ചർ ഗ്രേഡിയൻറ്റ് കുറവാന്നാണ് പറഞ്ഞത്. കാരണം ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്തു, അവിടെ ആരാ ഉള്ളത്? വാം കറൻറ്റ്സ് അല്ലേ. എവിടെയാണ് കോൾഡ് കറൻറ്റോ കോൾഡ് ടെമ്പറേച്ചറോ ഉള്ളത് അവിടെ ആയിരിക്കും ഗ്രേഡിയൻറ്റ് കൂടുതലുണ്ടാവുക. ഓക്കെ, കോൾഡ് എയർ മാസ് ഉള്ളിടത്തും ഗ്രേഡിയൻറ്റ് കൂടുതലായിരിക്കും. വാം വാട്ടർ, വാം എയർ ഉള്ളിടത്ത് ഗ്രേഡിയൻറ്റ് വിൽ ബി നോർമൽ. സോ അതുകൊണ്ടാണ് ലോവർ ലാറ്റിറ്റ്യൂഡിൽ ഈസ്റ്റ് കോസ്റ്റ് ഓഫ് കോണ്ടിനെൻസിൽ ഗ്രേഡിയൻറ്റ് ലോ. ഓക്കെ, അപ്പോൾ വെസ്റ്റ് കോസ്റ്റിലോ ഓപ്പോസിറ്റ് ആയിരിക്കും. കാരണം കാനറി കറൻറ്റ്, കാലിഫോർണിയ കറൻറ്റ് കോൾഡ് കറൻറ്റ്സ് ആണ്. അത് കാരണം ഗ്രേഡിയൻറ്റ് കൂടും. ഓക്കെ, യെസ്. ഇനി ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഐസോതേം എത്തി. ഓക്കെ, ഐസോതേമിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഐസോതേംസ് എന്താ? ലൈൻസ് ജോയിനിങ് ഏരിയാസ് ഹാവിങ് സെയിം ടെമ്പറേച്ചർ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ലൈൻ നോക്കൂ. വൈൽ പാസിംഗ് ത്രൂ ആൻ ഏരിയ വിത്ത് വാം ആയിട്ടുള്ള ഒരു ഏരിയയിലൂടെ പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സ്ഥലം ഏതാ? പോളാർ സൈഡ്. പോളാറിലേക്കായിരിക്കും അതിൻ്റെ ഐസോതേം ഷിഫ്റ്റ് ചെയ്യുക. അത് പെട്ടെന്ന് ഓർത്താൽ മതി, അങ്ങനെ പഠിച്ചാൽ മതി. അപ്പോൾ കൂളായിട്ടുള്ള സ്ഥലത്ത് കൂടെ പോകുമ്പോൾ ഇങ്ങനെ താഴ്ത്തേക്ക് പോകും, ഇക്വട്ടറിലോട്ട് പോകും. ഓക്കെ, ദാറ്റ് മീൻസ് ഇതിൻ്റെ അർത്ഥം എന്താണ്? ആക്ച്വലി ആ കൂൾ ടെമ്പറേച്ചർ കുറച്ചുകൂടെ താഴേക്ക് കൊണ്ടുപോകുന്നുണ്ടെന്നാണ്, ട്രോപ്പിക്കിലേക്ക്.
So that is it. So while passing through an area with cold ocean currents ഏതാ? ഫോർ എക്സാമ്പിൾ ഒയാസിവോ അല്ലെ, നമ്മുടെ ജപ്പാന്റെ കോസ്റ്റിൽ അവിടെ എത്തുമ്പോൾ നമ്മുടെ ഐസോതേർം എന്ത് ചെയ്യും? ഷിഫ്റ്റ് ടുവേർഡ്സ് ഇക്വേറ്ററിലോട്ട് താഴെ പോകും. ബിക്കോസ് അവിടെ തണുപ്പാണ്. അതിന്റെ ഓപ്പോസിറ്റ് ഓർത്താൽ മതി. തണുപ്പുള്ളിടത്ത് ഇക്വേറ്ററിലോട്ട് പോകും, ചൂടുള്ളിടത്ത് പോളാർ റീജിയനിലേക്ക് പോകും. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കൂ. ഇതിന്റെ ഒരു ആൻസർ, ഇത് PYQ ആണ്. ആൻസർ അറിയോ? ഇൻ ദി സൗത്ത് അറ്റ്ലാന്റിക് ആൻഡ് സൗത്ത് ഈസ്റ്റ് പസഫിക് റീജിയൻ, നിങ്ങൾക്ക് വേണേൽ ആ AC ഓഫ് ആക്കിയിട്ട് ഇവിടെ വന്ന് ഇരിക്കാം. ദാറ്റ് AC ആകെ കുറച്ച് സ്റ്റുഡൻസ് അല്ലേ ഇവിടെ. AC ഇല്ലേ? അതുണ്ടല്ലോ. ഇഫ് യു വാണ്ട്, in South Atlantic and Southeastern Pacific region, in tropical latitude, cyclone does not originate. എന്തുകൊണ്ടാണ് അറ്റ്ലാന്റിക്കിലും സൗത്ത് ഈസ്റ്റ് പസഫിക്കിലും ട്രോപ്പിക്കൽ സൈക്ലോൺസ് ഒക്കർ ചെയ്യാത്തത് എന്നാണ് ക്വസ്റ്റ്യൻ. സീ സർഫസ് ടെമ്പറേച്ചർ ആർ ലോ, ഫസ്റ്റ് ഓപ്ഷൻ. ITCZ ഒക്കർ ചെയ്യുന്നില്ല. കോറിയോളിസ് ഫോഴ്സ് വീക്ക് ആണ്. ആബ്സെൻസ് ഓഫ് ലാൻഡ് ഇൻ ദോസ് റീജിയൻസ്. ഓക്കെ, ഇത് പറയുന്ന ആൾക്കാരൊക്കെ ക്വസ്റ്റ്യൻ വായിച്ചോളൂ. സൗത്ത് അറ്റ്ലാന്റിക്കിലും സൗത്ത് ഈസ്റ്റ് പസഫിക്കിലും, സൗത്ത് ഈസ്റ്റ് പസഫിക് എന്ന് പറയുമ്പോൾ ഏത് രാജ്യത്തിന് അടുത്താ? ഏത് കോണ്ടിനെന്റാ? ചിലി, പെറു, സൗത്ത് അമേരിക്കയുടെ വെസ്റ്റ് കോസ്റ്റ് അല്ലേ? അവിടെ ട്രോപ്പിക്കൽ സൈക്ലോൺസ് ഒക്കർ ചെയ്യുന്നില്ല എന്നാ പറയുന്നത്. ആദ്യമായിട്ടേക്കാണോ? ഒക്കർ ചെയ്യുന്നില്ല സൗത്തില്. കാരണം എന്താ? ITCZ seldom occurs ആണ് ആൻസർ. ഓക്കെ, ITCZ ഇതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഐസോതേംസ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. ഐസോതേമിലാണ് നമ്മൾ എന്താ ഡിസ്കസ് ചെയ്യുക? ITCZ അല്ലേ? ITCZന്റെ മൈഗ്രേഷൻ. ഐസോതേംസും മാറില്ലേ നമ്മളുടെ സൂര്യന്റെ മൈഗ്രേഷൻ അനുസരിച്ച്. സമ്മർ സോൾസ്റ്റൈസിന്റെ സമയത്ത് എവിടെയായിരിക്കും ITCZ? നോർത്തേൺ ഹെമിസ്ഫിയറിൽ വരും അല്ലേ? പക്ഷേ വിന്റർ സോൾസ്റ്റൈസിൽ എന്താ സംഭവിക്കുന്നത് എന്ന് പറയാം. സിൻസ് സദേൺ ഓഷ്യനിൽ അധികം ലാൻഡ് ഇല്ലല്ലോ. ഈ ITCZ എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ തെർമൽ ഇക്വേറ്റർ അല്ലേ? തെർമൽ ഇക്വേറ്റർ എന്ന് പറയുന്ന സംഭവമാണല്ലോ ITCZ അല്ലേ? അപ്പൊ സദേൺ ഹെമിസ്ഫിയറിൽ എന്തില്ല? ഭൂമിയില്ല. ഭൂമി ഇല്ലാത്തത് കാരണം ദ വാട്ടർ ഈസ് നോട്ട് ദാറ്റ് ഹോട്ട്. ഓക്കെ, വാട്ടർ അത്ര ഹോട്ടല്ല. കാരണം ഇതിന് മുന്നത്തെ സീസണിൽ ഇവിടെ ആരായിരുന്നു? ഇറ്റ് വാസ് എ വിന്റർ സീസൺ. ദ വാട്ടർ ഈസ് സ്റ്റിൽ കൂൾ. അപ്പോൾ ITCZ നിങ്ങൾ നോക്കിയാൽ തന്നെ, ഈ ഒരു ഡയഗ്രാം നോക്കിയാൽ, ദിസ് ഈസ് ദി ITCZ ഫോർ സമ്മർ ആൻഡ് ദിസ് ഈസ് ദ ITCZ ഫോർ വിന്റർ. നോക്കൂ, പസഫിക്കില് ഇക്വേറ്ററിന്റെ താഴത്തേക്ക് കടക്കുന്ന പോലും ഇല്ല ITCZ. ഓക്കെ, ഈവൺ ഇൻ അറ്റ്ലാന്റിക്കിലും നോക്കൂ, ഇറ്റ് ഈസ് നോട്ട് കമ്മിങ് ടു അറ്റ്ലാന്റിക്. ITCZ ഉണ്ടെങ്കിലല്ലേ ആര് വരുള്ളൂ? കൺവേർജൻസ് നടന്ന് കറങ്ങി ട്രോപ്പിക്കൽ സൈക്ലോൺസ് ഒക്കർ ചെയ്യുള്ളൂ. റൈറ്റ്, മനസ്സിലായോ? സോ ITCZ സൗത്ത് ഈസ്റ്റ് പസഫിക്കിലും സൗത്ത് അറ്റ്ലാന്റിക്കിലും വരുന്നില്ല. ബിക്കോസ് ദർ ഈസ് ലെസ് ലാൻഡ്, കാരണം ദർ ഇസ് നോ സഫിഷ്യന്റ് ടെമ്പറേച്ചർ. തെർമൽ ഇക്വേറ്റർ ആണല്ലോ ITCZ, അല്ലെങ്കിൽ ലോ പ്രഷർ, ദ ലീസ്റ്റ് പ്രഷർ ആണല്ലോ ITCZ. അത് ഇവിടേക്ക് വരുന്നില്ല. ഓക്കെ, ദിസ് എ PYQ. ITCZ seldom occurs. ഓക്കെ, ഇത് മാർക്ക് ചെയ്തത്. ഓൾറൈറ്റ്. ആൻഡ് ഓൾസോ ദേ കുഡ് ആസ്ക്, ഏറ്റവും കൂടുതൽ ഇപ്പോൾ ദർ ഈസ് സമ്മർ ഇൻ ബോത്ത്, രണ്ട് ഹെമിസ്ഫിയറിലും സമ്മർ ഉണ്ടല്ലോ. ബിക്കോസ് ദ സൺ ഗോസ് ടു ട്രോപ്പിക് ഓഫ് ക്യാൻസർ ഓൾസോ, സൺ ഗോസ് ടു ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ ഓൾസോ. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇതിന്റെ ഒരു മൈഗ്രേഷൻ ഏത് ഹെമിസ്ഫിയറിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോർത്ത് ഹെമിസ്ഫിയർ. ഇറ്റ് വിൽ ഗോ അപ് ടു 25 ഡിഗ്രി, ഐ മീൻ 25 ഡിഗ്രി നോർത്ത്, ആൻഡ് ദിസ് ഈസ് ഓൺലി ടിൽ 20 ഡിഗ്രി സൗത്ത്. കുറച്ച് താഴത്തേക്ക് വരെ വരുള്ളൂ ITCZന്റെ മൈഗ്രേഷൻ. ക്ലിയർ ആണോ? മനസ്സിലായില്ലേ? ഓക്കെ, സോ ജനറലി ഐസോതേംസ് ആർ പാരലൽ ടു ലാറ്റിറ്റ്യൂഡ് അല്ലേ? ജനറലി പാരലൽ ടു ലാറ്റിറ്റ്യൂഡ്. പക്ഷേ നമ്മുടെ ലാൻഡിൻ്റെയും ഓഷ്യൻ്റെ ഒക്കെ ഡിസ്ട്രിബ്യൂഷനിലുള്ള വേരിയേഷൻ കാരണം ദേ ക്യാൻ ഗോ ലൈക്ക് ദിസ് ആൻഡ് എവറിത്തിങ്. ഓൾറൈറ്റ്, സോ എവിടെയാണ് ഐസോതേമിന്റെ മാക്സിമം ഡീവിയേഷൻ നടക്കുന്നത്? വിച്ച് ഹെമിസ്ഫിയറിലാണ്? നോർത്തേൺ ഹെമിസ്ഫിയർ. ഏത് സീസണിലാണ്? വിന്റർ സീസൺ. വിന്റർ, കാരണം വിന്ററിലായിരിക്കും കൂടുതൽ വേരിയേഷൻ,
കൂടുതൽ തണുപ്പ് വരുന്നത് കാരണം മോർ ലാൻഡ് എവിടെയാണ് നോർത്തേൺ ഹെമിസ്ഫിയറിലാണ് അത് കാരണം. ഓക്കെ, സോ മോർ പ്രൊനൗൺസ്ഡ് ഇൻ ജനുവരിയിലാണ് കൂടുതൽ ഡീവിയേഷൻസ് വരുന്നത് ഐസോതേംസിന്. സോ ദിസ് ഈസ് ദി ജനുവരി ഐസോതേം. ഇതിന്റെ പാറ്റേൺ നമുക്കൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. ഇതിൽ ഇഫ് ഐസോതേംസ് ആർ സ്പ്രെഡ് അറ്റ് എ ലാർജ് ഡിസ്റ്റൻസ്, അതിന്റെ അർത്ഥം എന്താ? ദാറ്റ് മീൻസ് കോൺട്രാസ്റ്റ് ഈസ് വെരി ലെസ്, ടെമ്പറേച്ചർ കോൺട്രാസ്റ്റ് കുറവാണ് അല്ലേ? അപ്പോൾ ഈ ഒരു അറ്റ്ലാന്റിക്കിന്റെ വെസ്റ്റ് കോസ്റ്റ് നോക്കൂ. അറ്റ്ലാന്റിക്കിന്റെ വെസ്റ്റ് കോസ്റ്റിൽ ഭയങ്കര ഗ്യാപ്പാണ്. ദാറ്റ് മീൻസ് ദാറ്റ് ഈസ് ബിക്കോസ് ഓഫ് വാട്ട്? ബിക്കോസ് ഓഫ് അവർ, ഇപ്പൊ ഏതാ സീസൺ? സോ ദിസ് ഈസ് ജാൻ എന്ന് പറയുമ്പോൾ ഏതാ സോൾസ്റ്റൈസ്? സോറി, ഏത് സീസണാ? വിന്റർ സീസൺ. ഓക്കെ, ITC സെറ്റ് എവിടെ? തെർമൽ ഇക്വേറ്റർ. സീ ദിസ് NCERT-യിൽ താഴത്തു കൂടെ വരച്ചിട്ടുണ്ട്, പക്ഷേ UPSC തന്നെ പറഞ്ഞത് ഡസ് നോട്ട് ഒക്കർ എന്നാണ്. ഡോണ്ട് കൺസിഡർ. ഇത് ഓർക്കണ്ട കേട്ടോ. ഓക്കെ, മനസ്സിലായോ? ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ഹലോ, മനസ്സിലായില്ലേ? പ്രശ്നമില്ല, ചിലർക്ക് മനസ്സിലായി. ഓൾറൈറ്റ്. സോ ഓക്കെ, അപ്പോൾ ഇവിടെ വിന്റർ ആണല്ലോ നോർത്തേൺ ഹെമിസ്ഫിയറിൽ. വിന്റർ ആവുമ്പോഴാണ് നമ്മുടെ വെസ്റ്റേർലീസ് കൂടുതൽ സ്ട്രോങ് ആവുക. ശരിയാണോ? വെസ്റ്റേർലി വിൻഡ്സ് ആർ മോർ സ്ട്രോങ്ങർ ഡ്യൂറിങ് വിന്റർ സീസൺ ആണ്. അത് കാരണമാണ് എന്ത് ചെയ്യുന്നത്, ഇവിടുന്ന് കൂടുതൽ സ്ട്രോങ് ആയിട്ട് ഇവിടുത്തെ ട്രോപ്പിക്കൽ വാട്ടേഴ്സ് ഇവിടെ കൊണ്ട് അക്യുമുലേറ്റ് ചെയ്യും. ഓക്കെ അല്ലേ? വിന്റർ, അതായത് കോൺട്രാസ്റ്റ് കൂടുതലാവുമ്പോഴല്ലേ വിൻഡിന്റെ PGF കൂടുക. അപ്പോൾ പ്രഷർ ഗ്രേഡിയന്റ് ഫോഴ്സ് കൂടുതലാണ് കാരണം ഇവിടെ വിന്റർ ആയത് കാരണം. അതുകൊണ്ട് ദ ഫോഴ്സ് ഓഫ് വെസ്റ്റേർലീസ് ആർ ഹൈ. അതുകൊണ്ട് നമ്മുടെ നോർത്ത് അറ്റ്ലാന്റിക് ഡ്രിഫ്റ്റും വെസ്റ്റേർലീസ് ഒക്കെ വളരെ സ്ട്രോങ് ആണ്. അപ്പോൾ ട്രോപ്പിക്കൽ വാട്ടേഴ്സിന് അടുത്ത് ഇവിടെ കൊണ്ടുവയ്ക്കും. അപ്പോൾ ഇവിടെ എന്താണ്? വാം വാട്ടേഴ്സ് ആണ്. വാം വാട്ടർ വരുമ്പോൾ ഗ്രേഡിയന്റ് എപ്പോഴും എന്തായിരിക്കും? വൈഡർ ആയിരിക്കും. ഐസോതേംസ് വിൽ ബി അറ്റ് എ വൈഡർ അല്ലേ? പക്ഷെ ഇവിടെ നോക്കൂ, ഇവിടെ ഇൻ ദി ഈസ്റ്റ് കോസ്റ്റ് ഓഫ് കോണ്ടിനെന്റ്സ്. അപ്പോൾ നമ്മൾ ആക്ച്വലി ഒരു പാറ്റേൺ കാണുകയാണ്. അതായത് ജനുവരി ഐസോതേമിൽ വെസ്റ്റ് കോസ്റ്റ് ഓഫ് കോണ്ടിനെന്റിൽ അല്ലേ, they are not closer, they are widely spaced. പക്ഷെ in the east coast they are closely spaced. എന്തായിരിക്കും റീസൺ? ഈസ്റ്റ് കോസ്റ്റിൽ ക്ലോസ്ലി സ്പേസ്ഡിന്റെ അർത്ഥം എന്താ? വൈറ്റ് ഈസ് ക്ലോസ്ലി സ്പേസ്ഡ് മീൻസ് കോൺട്രാസ്റ്റ് കൂടുതലാണ്. കോൺട്രാസ്റ്റ് കൂടണമെങ്കിൽ അവിടെ ആരുണ്ടാവണം? എന്ത് കൈൻഡ് ഓഫ് ടെമ്പറേച്ചർ വേണം? കോൾഡ്. അപ്പോൾ ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് കുഡ് ബി ഡ്യൂ ടു സ്ട്രോങ് ഒയാസിവോ കറന്റ് അല്ലേ, കോൾഡ് ഒയാസിവോ കറന്റ്. അല്ല ആക്ച്വലി എന്താണ്, ഈ വെസ്റ്റേർലീസ് എവിടെ ഉണ്ട്? ഇവിടെ ഉണ്ടല്ലോ. ഈ വെസ്റ്റേർലീസ് നമ്മുടെ സൈബീരിയ ഇൻലാൻഡിൽ നിന്നും കൂടുതൽ തണുത്ത എയർ ആണ് ഇവിടെ കൊണ്ടുവരുന്നത്. സോ ദ ലാൻഡ് ഈസ് ആക്ച്വലി സൂപ്പർ കൂൾഡ് അല്ലേ, ഈ ഒരു ഈസ്റ്റ് പോർഷനിൽ. കാരണം സൈബീരിയ എന്നൊക്കെ കോൾഡ് എയർ വിന്റർ മാസത്തിൽ പോകും നമ്മൾ പഠിച്ചിട്ടില്ലേ. സോ ദ ഇൻലാൻഡ് കോൾഡ് എയർ ഓൾസോ മേക്സ് ദി ഈസ്റ്റ് കോസ്റ്റ് ഓഫ് കോണ്ടിനെന്റ്. ഓഷ്യൻ അല്ല ഞാൻ പറയുന്നത്, കോണ്ടിനെന്റ് തന്നെ കണ്ടോ, കോണ്ടിനെന്റ് അല്ലേ ഇതൊക്കെ. അവിടെ കോൾഡ് ആയത് കാരണം there is high temperature contrast as well as closely spaced isotherms. അതാണ് ട്രെൻഡ്. എക്സ്പ്ലെയിൻ ചെയ്ത് മനസ്സിലായോ അല്ലേ? ഓക്കെ. കോൺട്രാസ്റ്റ് എന്ന് അതാണ്, അത് ജിയോഗ്രഫിയിൽ സംഭവം എന്ന് പറയുന്നത് എവിടെയൊക്കെ വാം അല്ലെങ്കിൽ ഹോട്ട് ആയിട്ടുള്ള സംഭവം ഉണ്ടോ അവിടെ കോൺട്രാസ്റ്റ് കുറവായിരിക്കും. എവിടെ കോൾഡ് ആയിട്ടുള്ള സംഭവം വരുന്നു, കോൾഡ്, അവിടെ കോൺട്രാസ്റ്റ് കൂടുതലാണ്. വിന്ററിലല്ലേ കോൺട്രാസ്റ്റ് കൂടുതൽ എന്ന് പറഞ്ഞു? കോൾഡ് എയർ കോൺട്രാസ്റ്റ്, കോൾഡ് വാട്ടർ, കോൾഡ് കറന്റ്, അവിടെയൊക്കെ കോൺട്രാസ്റ്റുകൾ കൂടുതലാവും. ഓക്കെ, അതങ്ങനെ പഠിച്ചാൽ മതി. എനിക്ക് മനസ്സിലായി നിങ്ങൾ ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് ഇനി അല്ല കോൾഡുള്ള സ്ഥലത്ത് എന്തുകൊണ്ടാണ് കോൺട്രാസ്റ്റ് കൂടുന്നതെന്നല്ലേ? അതെ, അതാ ഞാൻ പറഞ്ഞത്. ഈ കോൾഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ യൂഷ്വലി നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് എന്താണ്? അവിടെ ഇതെന്ന് പറഞ്ഞാൽ അത്ര ഒരു ഹയർ ലാറ്റിറ്റ്യൂഡ് അല്ലല്ലോ. ഇതെന്ന് പറഞ്ഞാൽ ഇതിപ്പോ സൂര്യൻ ഇപ്പൊ എവിടെയാണെന്ന് കരുതിക്കോളൂ. ഓക്കെ, ദെൻ ഓൾസോ ഇവിടെ സൺസിന്റെ റേസ് വരും. ഓക്കെ, അപ്പോൾ ഈ എവിടെയൊക്കെ കോൾഡ് വരുന്നോ അവിടെയെല്ലാം ഒരു വലിയ വേരിയേഷൻ വരികയാണ്. ഇപ്പൊ എങ്ങനെ പറയാം, ഇതൊക്കെ ഒരു അത്ര ഹൈ ലാറ്റിറ്റ്യൂഡിലേക്ക് പോയിട്ടില്ല. യൂഷ്വലി അവിടെ നമ്മുടെ സൂര്യന്റെ ഒരു പ്രസൻസ് ഒരു സബ് ട്രോപ്പിക്കൽ ലൊക്കേഷൻ ആണ്. അപ്പൊ അവിടെ എപ്പോഴൊക്കെ അവിടെ ഒരു എക്സ്ട്രാ കോൾഡ് വരുന്നു അപ്പൊ അത്രയ്ക്ക് വേരിയേഷൻസ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇപ്പൊ അങ്ങനെ എനിക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷെ ജസ്റ്റ് സ്റ്റഡി
ബെറ്റർ ടു സ്റ്റഡി ലൈക്ക് കോൾഡ് വരുമ്പോൾ കോൺട്രാസ്റ്റ്. ലൈൻസ് ക്ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് ഇപ്പോൾ 2 സ്ഥലം ഉണ്ടെന്ന് കരുതുക. എയിൽ നിൽക്കുമ്പോൾ ഇയാൾക്ക് ലെറ്റ്സ് സേ 25 ഡിഗ്രി ആയിരുന്നു എന്ന് കരുതുക. 2 സ്റ്റെപ്പ് വെച്ചപ്പോഴത്തേനും അത് 20 ആയിട്ടുണ്ടെങ്കിൽ then you have to draw a close line. ഈ ഓക്കെ അല്ല ഞാൻ പറയാം. സോ ഓക്കെ ലെറ്റ്സ് കൺസിഡർ. ഓക്കെ ഞാൻ മനസ്സിലായി. 2 സ്ഥലങ്ങൾ ആലോചിക്കാം. ഓക്കെ ലെറ്റ്സ് സേ ദിസ് ഈസ് ഇന്ത്യ ആൻഡ് ദിസ് ഈസ് ദാറ്റ് ജപ്പാൻ സൈഡ്. ഓക്കെ ഇന്ത്യയിൽ നമ്മൾ ട്രിവാൻഡ്രത്ത് നിൽക്കുമ്പോൾ ഇത് ഡൽഹി ആട്ടോ. ലെറ്റ്സ് സേ ഡൽഹി മാർച്ച് മാസം ആലോചിക്കാം. ട്രിവാൻഡ്രത്ത് നിൽക്കുമ്പോൾ ഇപ്പോൾ നല്ല ചൂടല്ലേ, 30 ഡിഗ്രി 29 ഡിഗ്രി. ഡൽഹിയിൽ എത്തിയപ്പോഴും എത്രയാണ്? ഏകദേശം 30-35 ഡിഗ്രി. അപ്പോൾ 30 ഡിഗ്രി ഐസോത്തോം ഇങ്ങനെ വരച്ചു. ചിലപ്പോൾ ഒരു 32 ചിലപ്പോൾ മധ്യപ്രദേശിലൂടെ പോയി, 35 ഇവിടെ പോയി. ഓക്കെ അപ്പോൾ ഇതിൻ്റെ സ്പേസിങ് എന്താ? വൈഡ്ലി സ്പേസ്ഡാണ്. പക്ഷെ ജപ്പാനിൽ വിൻ്ററിൻ്റെ സമയത്ത് ലാൻഡ് സൂപ്പർ കൂൾഡ് അല്ലേ. അപ്പോൾ ഇതിപ്പോൾ മൊത്തം ജപ്പാനാന്ന് എഴുതിക്കോളൂ. ജപ്പാൻ എന്ന് പറയുന്ന ഒരു കുഞ്ഞ് ഐലൻഡിനെ ഇവിടെ ചിലപ്പോൾ എത്ര ആയിരിക്കും? കൂളായത് കാരണം ലെറ്റ്സ് സേ കുറച്ചുകൂടി കുറവല്ലോ. ഐ മീൻ 20 എടുക്കാം, 20 ഡിഗ്രി ആണെന്ന് എഴുതും. കുറച്ച് പോകുമ്പോഴത്തേനും 20 മാറി അത് 18 ആവും. അപ്പോൾ അടുത്ത വരെ നമ്മൾ വരച്ചേ പറ്റുള്ളൂ. കാരണം ഐസോതേം ഒക്കെ ഓരോ ലൈനും ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഓരോ ടെമ്പറേച്ചറാണ്. കുറച്ച് പോയപ്പോഴത്തേനും പിന്നെയും കുറഞ്ഞു, 15ആയി. അടുത്ത വരെ വരയ്ക്കണം. അപ്പോൾ കുറച്ച് ഡിസ്റ്റൻസിൽ തന്നെ ഭയങ്കര വേരിയേഷൻ വരികയാണ്. അതിനല്ലേ നമ്മൾ കോൺട്രാസ്റ്റ് കൂടുതലാണെന്ന് പറയുന്നത്. അതായത് ടെമ്പറേച്ചർ മാറിക്കൊണ്ടേ ഇരിക്കുകയാണ് ആസ് യു മൂവ് ഈവൻ ഷോർട്ട് ഡിസ്റ്റൻസ്. അതെപ്പോഴാണ്? അത് ഏത് സീസണിലാണ് വരുന്നത്? വിൻ്ററിലാണ് നടക്കുക അല്ലേ? അത് അതിന് എക്സാമ്പിൾ ഇപ്പോൾ ഇന്ത്യൻ്റെ വിൻ്റർ സീസൺ ആലോചിച്ച് നോക്കും. ഇത് ഞാൻ സമ്മറിൻ്റെ കേസ് എടുത്തത്. ഇപ്പോൾ വിൻ്റർ എടുക്കുകയായിരുന്നെങ്കിൽ ഇപ്പോൾ കേരളത്തിൽ എത്രയായിരിക്കും? വിൻ്റർ ആണല്ലോ ഇപ്പോൾ കഴിഞ്ഞ ഡിസംബറിലൊക്കെ. കേരളത്തിൽ എന്തായിരുന്നു? ചൂട് തന്നെയായിരുന്നു അല്ലേ? 29 ഡിഗ്രി 28 ഡിഗ്രി ഒക്കെ ഹീറ്റ് വേവ്. ഡൽഹിയിൽ പക്ഷെ എന്തായിരുന്നു? 5, 10. അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെ വരയ്ക്കണം? ഐ മീൻ ലെറ്റ്സ് പിന്നെ ഇത് അപ്പോഴും വൈഡ് തന്നെയാണ്. ഇന്ത്യയുടെ കേസിൽ വൈഡാണ്. പക്ഷെ നമുക്ക് വേറൊരു കാര്യം ചെയ്യാം. ഡൽഹി മധ്യപ്രദേശും കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും? മധ്യപ്രദേശ് ഡൽഹി കമ്പയർ ചെയ്യുമ്പോൾ വലിയ വേരിയേഷൻ. ഡൽഹിനോട് അടുക്കും തോറും ടെമ്പറേച്ചർ കുറഞ്ഞു വന്ന് ഡൽഹി എത്തുമ്പോഴേക്കും വളരെ മിനിമത്തിലേക്ക് എത്തും. അപ്പോൾ ആ ഒരു ഏരിയയിൽ നമ്മൾ വരയ്ക്കുമ്പോൾ ക്ലോസർ ആയിട്ട് വരയ്ക്കണം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഡിസ്റ്റൻസ് നമ്മളിങ്ങനെ മൂന്നോറും ടെമ്പറേച്ചർ പെട്ടെന്ന് മാറുന്നുണ്ടെങ്കിൽ ഐസോതേം ഷുഡ് ബി വെരി ക്ലോസർ. അല്ല കുറേ ഏരിയാസിൽ യൂണിഫോം ആയി കിടക്കുവാണെങ്കിൽ then it will be at a great space. ഓക്കെ മനസ്സിലായില്ല? ഇല്ലെങ്കിൽ നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം. ആഫ്റ്റർ ക്ലാസ് യു ക്യാൻ കമന്റ്. ഗ്രാജുവലി യെസ് എക്സാക്ട്ലി അതെ യെസ് ദാറ്റ്സ് ഇറ്റ്. ഓക്കെ സോ ദാറ്റ് ഈസ് ജനുവരി ഐസോതേം. നമ്മൾ പറഞ്ഞു ഈ പറഞ്ഞ വാം ഓഷ്യൻ കറൻസിൻ്റെ അടുത്ത് എന്തായിരിക്കും? വൈഡർ ആയിരിക്കും. കോൾഡ് ആവുന്നിടത്ത് യെസ് ഇറ്റ് വിൽ ബി ക്ലോസ്. ആൻഡ് ഇഫ് യു ഒബ്സർവ് ദിസ്, ലാൻഡിലേക്ക് കടക്കുമ്പോൾ ലാൻഡ് ഈസ് സൂപ്പർ കൂൾഡ് ആണ്. അതുകൊണ്ടാണ് ഐസോതേം ഈസ് കമ്മിങ് ടു ഇക്വേറ്റർ വാർഡ്സ് അല്ലേ? ആൻഡ് ഓഷ്യൻ എന്താണ്? ആക്ച്വലി വാമർ ആണ്. അതുകൊണ്ടാണ് ഇറ്റ് ഈസ് ഗോയിങ് ടുവേർഡ്സ് പോളാർ റീജിയൻ. ജനുവരി ഐസോതേം. ഓക്കെ പക്ഷേ സദേൺ ഹെമിസ്ഫിയറിൽ നോക്കൂ. സദേൺ ഹെമിസ്ഫിയറിൽ വലിയൊരു വേരിയേഷൻ ഇല്ല. കാരണം ലാൻഡ് ഇല്ല. സോറി ഇത് ജനുവരി ഐസോതേം അല്ലേ? ഓക്കെ ജനുവരി ഐസോതേം എന്ന് പറയുമ്പോൾ ഇവിടെ സമ്മറാണ്. ലാൻഡ് കുറച്ചുകൂടി ഹീറ്റഡ് അല്ലേ കമ്പാരിറ്റീവ്ലി കമ്പയർഡ് ടു ഓഷ്യൻസ്. അപ്പോൾ ലാൻഡ് ഹീറ്റഡ് ആകുമ്പോൾ ഹീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഇക്വേറ്ററാണ്. പക്ഷേ ഐസോതേം അതിൻ്റെ ഓപ്പോസിറ്റ് മൂവ് ചെയ്യും, പോളാർ റീജിയനിലേക്ക് പോയി. ലാൻഡ് വന്നു, ലാൻഡ് സൂപ്പർ ഹീറ്റഡ് ആണ് കമ്പാരിറ്റീവ് ടു ദി ഓഷ്യൻസ്. അപ്പോൾ അത് പോളാറിലേക്ക് വന്നു. ഓക്കെ സോ വെൻ യു ക്രോസ് ദ കോണ്ടിനെന്റ് ഹീറ്റഡ് ആണോ ഇറ്റ് വിൽ ഗോ ടു ദി എക്സാക്ട് ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അതാണ് ജനുവരി ഐസോതേമിൻ്റെ ഒരു അനാലിസിസ്. ക്ലിയർ ആണോ? സോ യെസ് സദേൺ ഹെമിസ്ഫിയറിലെ എഫക്റ്റ് ഓഫ് ഓഷ്യൻ ഈസ് വെൽ പ്രൊനൗൺസ്. അതുകൊണ്ടാണ് കുറേ വരകളൊന്നുമില്ല, മോർ ഓർ ലെസ് പാരലൽ ആണ്. ഓക്കെ നൗ ദിസ് ഈസ് ദി ജൂലൈ ഐസോതേം. ജൂലൈ ഐസോതേമിൽ എന്താ സംഭവം? നോർത്തേൺ ഹെമിസ്ഫിയർ ഈസ് സമ്മർ, ഈസ് ഹാവിങ് സമ്മർ. ഇവിടെ വിൻ്റർ ആണ്. ഇവിടെ വിൻ്റർ. അപ്പോൾ സദേൺ ഹെമിസ്ഫിയറിൽ വിൻ്റർ ആണെന്ന് പറയുമ്പോൾ ലാൻഡ് ഈസ് കുറച്ചുകൂടി സോറി ദിസ് ഈസ് ഏതാ ഐസോതേം? ജൂലൈയിൽ ഇവിടെ വിൻ്റർ ആണ് റൈറ്റ്. സോ ലാൻഡ് ഈസ് കൂളർ. അപ്പോൾ ലാൻഡിലേക്ക് ക്രോസ് ചെയ്യുന്ന സമയത്ത് ഇറ്റ് ഷുഡ് ഗോ ടു സോറി ഇതിൽ അത്രയ്ക്കൊന്നുമില്ല. അതുകൊണ്ട് ഇക്വേറ്ററിലേക്ക് ക്രോസ് ചെയ്യുന്നുണ്ട്. തിയറി മനസ്സിലായില്ലേ?
ഇതുണ്ടോ, ക്രോസ് ചെയ്യുന്ന സമയത്ത് അത് മുകളിലേക്ക് പോകുന്നത്, ബിക്കോസ് ലാൻഡ് ഈസ് മോർ കൂളർ ആയത് കാരണം ഇക്വേറ്ററിലേക്ക്. സോ ഹിയർ ഓൾസോ യു ക്യാൻ സി കുറച്ചുകൂടി ഇക്വേറ്റർ വേർഡ്സ് ആണ് അതിൻ്റെ ഇത് പോകുന്നത്. ഓക്കെ, എൻസിആർടിയുടെ ഡയഗ്രാം അല്ലേ. സോ ദാറ്റ്സ് വൈ. ആൻഡ് ഇവിടെ സമ്മർ ആയത് കാരണം അത്ര കോൺട്രാസ്റ്റിന്റെ വേരിയേഷൻസ് ഇല്ല, അതുകൊണ്ട് മാക്സിമം ലൈൻസും വരുന്നില്ല, അത്ര ലൈൻസും വരുന്നില്ല. ആൻഡ് ഓൾസോ ഇവിടെ സമ്മർ ആയ സ്ഥിതിക്ക് ലാൻഡ് വിൽ ബി സൂപ്പർ ഹോട്ട്, അതുകൊണ്ട് ഇതിലൂടെ പോകുന്ന ഐസോതേർം എങ്ങോട്ട് പോകണം, പോളാറിലേക്ക്, ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് അല്ലേ. ഓഷ്യൻസ് വിൽ ബി സ്റ്റിൽ കൂളർ, അതുകൊണ്ടാണ് ലാൻഡ് കഴിഞ്ഞ് ഓഷ്യനിലേക്ക് വന്നപ്പോൾ ടുവേർഡ്സ് ഇക്വേറ്റർ വന്നത്. ഓക്കെ, സോ ദിസ് ഈസ് ദി ജൂലൈ ഐസോതേർം. കുറച്ച് ലൈൻസ് ഇട്ടിട്ടുണ്ട്, ദാറ്റ് യു ക്യാൻ ലേറ്റർ റീഡ്. ഓക്കെ, അടുത്തത് വിൻസ് ആണ്. വിൻസിന് 3 ഫോഴ്സസ് ഉണ്ട്, PGF, കോറിയോളിസ് ആസ് വെൽ ആസ് ഫ്രിക്ഷണൽ ഫോഴ്സ്. ഫ്രിക്ഷണൽ ഫോഴ്സ് അറിയാലോ, ഫ്രിക്ഷണൽ ഫോഴ്സ് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട. കോറിയോളിസ് ഫോഴ്സിന്റെ കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. കഴിഞ്ഞ വർഷം 2024 ഒരു ക്വസ്റ്റ്യൻ വന്നിരുന്നു. എന്തായിരുന്നു ക്വസ്റ്റ്യൻ? കോറിയോളിസ് ഫോഴ്സ് ഈസ് മാക്സിമം അറ്റ് ദി എവിടെയാ ഏറ്റവും കൂടുതലുള്ളത്? പോൾസ്. ഇക്വേറ്ററിൽ 0 ആണ്. ഓക്കെ, ദാറ്റ് ഈസ് 1 point. സോ ആബ്സെന്റ് അറ്റ് ഇക്വേറ്റർ. This is why there are no tropical cyclones in equatorial regions, right? പിന്നെ ഇതായിരുന്നു അടുത്ത സ്റ്റേറ്റ്മെന്റ്. വെലോസിറ്റി കൂടിയാൽ ഹയർ ദ വെലോസിറ്റി ഹയർ വിൽ ബി ദ കോറിയോളിസ് ഫോഴ്സ്. അപ്പോൾ അതിന് വെലോസിറ്റിയും സ്പീഡും തമ്മിലുള്ള ഡിഫറൻസ് അറിയോ? വെലോസിറ്റി എന്ന് പറയുന്നത് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്, സ്പീഡ് ഈസ് എ സ്കേലാർ ക്വാണ്ടിറ്റി. വെലോസിറ്റിക്ക് സ്പീഡ് പ്ലസ് ഡിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു ഡയറക്ഷൻ കൂടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഒബ്വിയസ്ലി വെലോസിറ്റി ഡയറക്ഷൻ്റെ ഒരു കോമ്പോണന്റ് ഉണ്ടെങ്കിൽ കോറിയോളിസ് ഇസ് ഓൾ അബൌട്ട് ഡയറക്ഷൻ അല്ലേ. സോ കോറിയോളിസ് ഫോഴ്സ് ക്യാൻ ചേഞ്ച് ദ വെലോസിറ്റി ഓൾസോ. ഓക്കെ, സ്പീഡ് മാറില്ല. കോറിയോളിസ് ഫോഴ്സിന് ഒരു വിൻഡിന്റെ സ്പീഡ് മാറ്റാൻ കഴിയില്ല, പക്ഷെ വെലോസിറ്റി മാറ്റാൻ കഴിയും. ബിക്കോസ് വെലോസിറ്റി ഹാസ് എ ഡയറക്ഷൻ കോമ്പോണന്റ് ഉള്ളത് കാരണം. ഓക്കെ, പിന്നെ നമുക്ക് അറിയുന്ന ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. നോർത്തേൺ ഹെമിസ്ഫിയറിൽ ഇറ്റ് വിൽ ബി ഡിഫ്ലക്റ്റിംഗ് തിങ്സ് ടു ദി റൈറ്റ്, സദേൺ ഹെമിസ്ഫിയറിൽ ഇറ്റ് വിൽ ബി ഡിഫ്ലക്റ്റിംഗ് ടുവേർഡ്സ് ദി ലെഫ്റ്റ് അല്ലേ. ഓൾറൈറ്റ്, അടുത്തൊരു കൺസെപ്റ്റ് ആണ് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി. ഓക്കെ, ലെറ്റ് മീ ആസ്ക് യു എ ക്വസ്റ്റ്യൻ. ഈ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് ആൻസർ ചെയ്യും. Consider the following statement about water vapor present in the atmosphere. Amount of water vapor decreases with altitude. Correct or no? As you move up, water vapor decreases. Okay, correct. The amount of water vapor decreases from equator towards the poles. No, because of more evaporation is happening. Correct. The greater the concentration of water vapor in the air, the less dense the air is. അതായത് the greater the concentration, എയറിൽ എത്രത്തോളം കൂടുതൽ വാട്ടർ വേപ്പർ ഉണ്ടോ അത്രത്തോളം അതിൻ്റെ എയറിൻ്റെ ഡെൻസിറ്റി കുറയുന്നതാണ്. ശരിയാണ്. വൈ? എക്സ്പ്ലെയിൻ. ഐ ആം ജസ്റ്റ് ക്യൂരിയസ്. ഞാൻ ഈ ആൻസറിൽ എക്സ്പെക്ട് ചെയ്തത്. എന്തുകൊണ്ടായിരിക്കും? പറയൂ. ഇപ്പൊ എയർ ഇങ്ങനെ ഒരു പാക്കറ്റ് ആണല്ലോ, അതിലെ കോൺസെൻട്രേഷൻ അല്ല, എയർ പാർസൽ അങ്ങനെ ഇതിന്റെ കപ്പാസിറ്റി, ഇതിന്റെ സൈസ് എയർ പാർസൽ വലുതാക്കി ചെറുതാക്കി അതൊന്നും നമ്മൾ പറയുന്നില്ല. ഇതിലുള്ള കോൺസെൻട്രേഷൻ അതായത് ഇത്രത്തോളം, ലെറ്റ്സ് സേ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി 90% ആണെങ്കിൽ, വാട്ടർ വേപ്പർ ആണ് കൂടുതലെങ്കിൽ എയർ ഡെൻസിറ്റി കുറയും. എങ്ങനെ? അതാ ഞാൻ ക്യൂരിയസ് ആവുന്നത്. എനിക്ക് പറഞ്ഞുതരൂ എങ്ങനെ. അപ്പൊ ഇത് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഇത് മൊത്തം അല്ല, അത് ഹീറ്റ് അല്ലേ. ഹീറ്റും വാട്ടർ വേപ്പറും തമ്മിൽ കണക്ഷൻ ഇല്ലല്ലോ. അത് ഹോട്ട് എയർ എക്സ്പാൻസ്, ആ എക്സ്പാൻഷൻ കാരണമാണ് പൊങ്ങിപ്പോകുന്നത്. ആക്ച്വലി ഈ കൺസെപ്റ്റ് നിങ്ങൾ സംഭവം നിങ്ങൾ പറയുന്നത് ശരിയാ, പക്ഷെ എൻ്റെ കൺസെപ്റ്റ് എന്താണെന്നറിയോ? ഇതിൽ വാട്ടർ വേപ്പർ ഇല്ലെങ്കിൽ ഇതിൽ ആരാ അറിയോ? ഇല്ലെങ്കിൽ ആര് പോയി കയറും? ഇതിൽ നൈട്രജൻ പോയി കയറും. നൈട്രജൻ. അപ്പൊ നൈട്രജൻ ആരാ? മോർ ഡെൻസർ ആണ് ദാൻ വാട്ടർ വേപ്പർ. അത് കാരണമാണ്, അല്ലാതെ നിങ്ങൾ പറഞ്ഞ പോലെ എക്സ്പാൻഷൻ അതൊന്നുമല്ല. ഓക്കെ, വാട്ടർ വേപ്പർ ഇല്ലെങ്കിൽ എയറിൽ നൈട്രജൻ പോയി കയറും. അത് കാരണമാണ്
എന്ത് ദ ഗ്രേറ്റർ ദ കോൺസെൻട്രേഷൻ ഓഫ് വാട്ടർ വേപ്പർ. അല്ല, നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ച് എനിക്ക് ഭയങ്കര സർപ്രൈസിങ് ആയി. ഞാൻ ചിന്തിച്ചിരുന്ന ഇനീഷ്യലി, കാരണം കൂടുതൽ നീരാവി ഇതിൻ്റെ ഉള്ളിൽ കയറിയിരിക്കുകയാണല്ലോ, കൂടുതൽ വെയിറ്റ് കൂടുകയാണല്ലോ, അപ്പോൾ ഡെൻസിറ്റി കൂടണ്ടേ, അങ്ങനെയല്ലേ ചിന്തിച്ചത് നോർമലി. എന്താ പറ്റിയെന്ന് എനിക്കറിയില്ല, ബട്ട് എനിവേ. പക്ഷേ എന്താ നിങ്ങൾ ആലോചിക്കുന്നത് വെച്ചാൽ വാട്ടർ വേപ്പർ വന്നില്ലെങ്കിൽ നൈട്രജൻ കയറും, നൈട്രജൻ വന്നാൽ അത് കൂടുതൽ ഡെൻസ് ആവും. ദാറ്റ് ഈസ് ദ തിങ്, അതറിയാം. ഓക്കെ, സോ അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ? അപ്പം ഞാൻ ചോദിക്കുന്നത്, ഡ്രൈ എയർ ആണോ ഹ്യൂമിഡ് എയർ ആണോ കൂടുതൽ ഡെൻസ്? ഡ്രൈ എയർ ആണ്, ബിക്കോസ് ഡ്രൈ എയർ ഹാസ് മോർ നൈട്രജൻ, അത് കാരണം മോർ ഡെൻസ് ആണ്. ഓക്കെ, ഫെയർ. അപ്പോൾ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി നമ്മൾ മാറുന്നത് എങ്ങനെയാണെന്നൊക്കെ നമുക്കറിയാം അല്ലേ? എയ്തർ യു ഇൻക്രീസ് ദി എയറിൻ്റെ ഹോൾഡിംഗ് കപ്പാസിറ്റി ഓർ യു സപ്ലൈ മോർ വാട്ടർ വേപ്പർ, ദെൻ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ഇൻക്രീസസ്. ഓക്കെ, ഓൾ റൈറ്റ്. So dry air moisture is less dense than dry air. ഇത് വായിക്കുക, സ്ലൈഡിലുണ്ട്. ഓക്കെ, ഇനി ടൈപ്സ് ഓഫ് വിൻഡ്സ് ആണ്. നമുക്കറിയാം പീരിയോഡിക് ആയിട്ടുള്ള വിൻഡാണ് സീ ബ്രീസ് ആൻഡ് ലാൻഡ് ബ്രീസ്. അറിയാലോ, പറയേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ, പറയണേ പറയാം. പിന്നെ ഉള്ളതാണ് നമ്മുടെ മൗണ്ടൻ ബ്രീസും വാലി ബ്രീസും. മൗണ്ടൻ ബ്രീസിനെ ഓൾസോ നോൺ ആസ്, ഇത് ഏതാ ബ്രീസാ? വാലി ബ്രീസ്, അനബാറ്റിക്. ഇതാണ് അനബാറ്റിക്. ഇതെന്താ സംഭവം? ഡ്യൂറിങ് ഡേ ടൈം സ്ലോപ്പിൽ സൺറൈസ് ഫോളോ ചെയ്യും, ഇവിടുത്തെ എയർ ഹീറ്റ് ചെയ്ത് റൈസ് ആവും. ഓക്കെ, ഒരു വാക്വം സൃഷ്ടിക്കും, ഇവിടേക്ക് ഇവിടെ നിന്നുള്ള കാറ്റ് വന്ന് ഫില്ല് ചെയ്യും, അപ്പോൾ അത് പിന്നെയും റൈസ് ആവുമല്ലേ. റൈസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? എയർ കൂളായി ക്ലൗഡ് ഫോം ചെയ്ത് മഴ പെയ്യും, ഓറോഗ്രാഫിക് റെയിൻഫോൾ. അതാണ് അനബാറ്റിക് വിൻഡ്, ഹാപ്പൻസ് ഡ്യൂറിങ് ഡേ ടൈം. എന്നിട്ട് അപ്പോൾ ഈ എയറിലെ എല്ലാ മോയ്സ്ചറും ഇവിടെ കൊടുത്തു വിൻഡ്വാർഡ് സൈഡിൽ, എന്നിട്ട് ഇയാൾ ഡിസെൻഡ് ചെയ്യും. ആ ഡിസെൻഡ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അഡയാബാറ്റിക് ഹീറ്റിംഗ്. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫോൺ എഫക്റ്റ്. ഹീറ്റ് ആവും അല്ലേ? അപ്പോൾ അനബാറ്റിക് വിൻഡ് happens during daytime, gives rainfall in the windward side and creates warm conditions in the leeward side. നമ്മുടെ കേരളവും തമിഴ്നാടും പോലെ. ഓക്കെ, നെക്സ്റ്റ് ഈസ് കാറ്റബാറ്റിക് വിൻഡ്. കാറ്റബാറ്റിക് ഹാപ്പൻസ് ഇൻ നൈറ്റ് ടൈം. രാത്രി എന്താ സംഭവിക്കുന്നത്? ഈ ഇന്റർമൗണ്ടൈൻ വാലീസിലേക്ക് ഗ്രാവിറ്റി കാരണം ഇത് വന്ന് ഇറങ്ങി ഇവിടെ ഫില്ലാവും, കോൾഡ് എയർ ഫില്ലാവും. ഇതിനെയാണ് നമ്മൾ കാറ്റബാറ്റിക് വിൻഡ് എന്ന് പറയുന്നത്. ഇറ്റ് ഹാപ്പൻസ് ഡ്യൂറിങ് നൈറ്റ് ടൈം. ഇത് കാരണമാണ് നമ്മുടെ വാലീസിനെ അൺഹാബിറ്റേറ്റബിൾ ആക്കി മാറ്റുന്നത്, ആൾക്കാർക്ക് ഇവിടെ താമസിക്കാൻ പറ്റും. ദാറ്റ്സ് വൈ പീപ്പിൾ ലിവ് ഇൻ ദി സ്ലോപ്സ്, മൗണ്ടൻ സ്ലോപ്സിൽ. ഓക്കെ, അനബാറ്റിക് ആൻഡ് കാറ്റബാറ്റിക്. ഇനി കുറേ ലോക്കൽ വിൻഡ്സ് ഉണ്ട്. ദേ കുഡ് ആസ്ക് ദ ലൊക്കേഷൻ ചോദിക്കാം, അല്ലെങ്കിൽ ദേ കുഡ് ആസ്ക് ദി കൈൻഡ് ഓഫ്, എന്താണ് അതിൻ്റെ ടെമ്പറേച്ചർ പ്രോപ്പർട്ടി ചോദിക്കാം. ഫോൺ എവിടെയാ? ഏത് കോണ്ടിനെന്റിലാണ് ഫോൺ? യൂറോപ്പിലാണ്. ഇറ്റ്സ് എ യൂറോപ്യൻ വിൻഡ്. സ്വിറ്റ്സർലാൻഡിലാണ്. ആൽപ്പ് മൗണ്ടൻസിനെ ഡിസെൻഡ് ചെയ്യുന്ന വിൻഡിനെ പറയുന്ന പേര് ഇറ്റ്സ് എ ഹോട്ട് വിൻഡ്. ഡിസെൻഡ് ചെയ്യുമ്പോൾ ഹോട്ട് ആവും. ഓക്കെ, ഇറ്റ്സ് എ വാം ഡ്രൈ ആൽപ്പ് റീജിയൻസ്. ചിനൂക്ക് എവിടെയാണ്? ചിനൂക്ക് ഹെലികോപ്റ്റർ അമേരിക്കയിലാണ്, റോക്കി മൗണ്ടൻസിന്റെ ഡിസെൻഡ് ചെയ്യുന്നത്. അപ്പോൾ എന്താ, ഇതൊരു ബെനിഫിഷ്യൽ വിൻഡാണ് ആക്ച്വലി. അവിടുത്തെ സ്നോനെ അല്ലാതെ ഈറ്റ് ചെയ്യും. ഓക്കെ, പിന്നെ മിസ്ത്രാൽ എവിടെയാ? ഫ്രാൻസിലെ കോൾഡ് ആയിട്ടുള്ള, ഫ്രാൻസിൽ നിന്നും മെഡിറ്ററേനിയനിലേക്ക് അടിക്കുന്ന കോൾഡ് വിൻഡാണ് മിസ്ത്രാൽ. സിറോക്കോ എവിടെയാ? ആഫ്രിക്കയുടെ സഹാറയിൽ നിന്നും മെഡിറ്ററേനിയനിലേക്ക് പോകുന്ന ഹോട്ട് വിൻഡാണ് സിറോക്കോ. ആൻഡ് ഇതിങ്ങനെ ക്രോസ് ചെയ്ത് പോകുമ്പോൾ ഇവിടെ ആരെയുള്ള ഒരു മൗണ്ടൻസ് ഉണ്ട്, അറ്റ്ലസ് മൗണ്ടൻസിലൂടെ ഡിസെൻഡ് ചെയ്യും. അപ്പോൾ അത് ഒന്നും കൂടി വാമാവും. എന്നിട്ട് അത് മെഡിറ്ററേനിയൻ ക്രോസ് ചെയ്യുമ്പോൾ മോയ്സ്ചറും പിക്ക് ചെയ്ത് ഇറ്റലിയിൽ മഴ പെയ്യിക്കും. അതിനാണ് ബ്ലഡ് റെയിൻ എന്ന് വിളിക്കുന്നത്. ബ്ലഡ് റെയിൻ. ബോറ കോൾഡ് ആണ്. ക്രൊയേഷ്യ, അഡ്രിയാറ്റിക് സീ ആ ഒരു ഏരിയയിൽ നടക്കുന്നതാണ്. ഹർമറ്റൻ എവിടെയാ? ഹർമറ്റന്റെ വേറൊരു പേരെന്താ? ഡോക്ടർ വിൻഡ്. അതായത് ആഫ്രിക്കയിലെ നമ്മുടെ ഗൾഫ് ഓഫ് ഗിനി ഉണ്ട് ഈ ഒരു സ്ഥലം. അപ്പോൾ ഈ ഇവിടുന്ന് യുനോ ദ ട്രോപ്പിക്കലാണല്ലോ ഇവിടെ അല്ലേ, ഇക്വേറ്റർ ഇങ്ങനെ പോകുന്നുണ്ട്. ഇവിടെ ഭയങ്കര എന്താണ് ദിസ് ഗിനിയുടെ ഈ കോസ്റ്റിലൊക്കെ ആക്ച്വലി. സോ ജസ്റ്റ് കൺസിഡർ ദ ഗിനി, അല്ലെങ്കിൽ ഇവിടെ ഒരു രാജ്യം ഉണ്ടല്ലോ, എന്താ രാജ്യത്തിന്റെ പേര്? ഇക്വറ്റോറിയൽ ഗിനി അല്ലേ ഇവിടെ ഒരു രാജ്യത്ത്? ഐ മീൻ ജസ്റ്റ് ദിസ് ഏരിയ, ഇക്വറ്റോറിയൽ ഗിനി. അപ്പൊ ഈ ഒരു റീജിയൻസിന്റെ പ്രശ്നം എന്താ?
നമ്മുടെ ആമസോൺ കാടിൻ്റെ ഉള്ളിൽ പെട്ട പോലെയാണ്. അതായത് ഹൈ ഹ്യൂമിഡിറ്റി, ഹൈ ടെമ്പറേച്ചർ, സഫക്കേറ്റിംഗ് ആണ്. ആ സമയത്ത് ഇവിടുന്ന് ഒരാൾ ഇങ്ങനെ വീശി വരും, ഒരു ഡ്രൈ വിൻഡ്. ഓക്കെ, ഈ ഡ്രൈ വിൻഡ് വന്ന് കുറച്ച് മോയ്സ്ചർ ഇവിടുന്ന് അബ്സോർബ് ചെയ്യും, ഡ്രൈ വിൻഡ്. അപ്പോൾ എന്താ, ഇവിടുത്തെ കുറച്ച് ആ ഹ്യൂമിഡിറ്റി കുറച്ച് ഒരു ആശ്വാസം തരും. അതുകൊണ്ടാണ് ഹർമട്ടനെ ഡോക്ടർ വിൻഡ് എന്ന് വിളിക്കുന്നത്. ഇത് കോൾഡ് ഡ്രൈ ആണ്, വെരി ഡ്രൈ ആൻഡ് ഡസ്റ്റി. നമ്മുടെ ഏകദേശം ഡെസേർട്ടിൽ നിന്ന് വെസ്റ്റ് ആഫ്രിക്കയിലേക്ക് വരുന്ന ഒരു വിൻഡാണ് ഹർമട്ടൻ. പാമ്പറോ ആൻഡ് സോണ്ട. പാമ്പറോ എവിടെയാ? കോൾഡ് ആണ്. പമ്പാസ് എന്ന് പറയുന്നത് എന്താണ്? ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡ്സ് ഓഫ് അർജന്റീന, അല്ലേ? അർജന്റീനയിലെ പമ്പാസിനെ ഡിസ്ട്രോയ് ചെയ്യുന്ന വില്ലനാണ് പാമ്പറോ. സോണ്ട എന്ന് പറയുന്നത് സൗത്ത് അമേരിക്കയുടെ ആൻഡീസ് മൗണ്ടൻസിലെ ഡിസെൻഡ് ചെയ്ത് ഫോൺ എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന വിൻഡിനെയാണ് സോണ്ട എന്ന് പറയുന്നത്. സോ ദീസ് ആർ ദ ലോക്കൽ വിൻഡ്സ്. ഇത്രയും അറിയാം ഇതിനെപ്പറ്റിയെല്ലാം, അത് എവിടെ പോകുന്നു, എന്താണ് എന്നുള്ളത്. ഐ ഹോപ്പ് യു ഗൈസ് ആർ അവെയർ. നോട്ടില്ലേ ഇതിൻ്റെയൊക്കെ? ഫെമിലിയർ അല്ലേ എല്ലാം? ഓൾ റൈറ്റ്. നൗ ഇറ്റ്സ് അബൌട്ട് ദ ട്രൈസെല്ലുലാർ സർക്കുലേഷൻ. പ്ലാനറ്ററി വിൻസ് എപ്പോഴും പ്രിവെയിൽ ചെയ്യുന്ന വിൻസ് ഏതാണ്? ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് എന്താണ്? ഈ പ്രഷർ ബെൽറ്റ്സ്. നമുക്ക് എത്ര പ്രഷർ ബെൽറ്റ്സ് ഉണ്ട്? ഒരു ഇക്വറ്റോറിയൽ ലോ പ്രഷർ ഉണ്ട്, സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ, സബ് പോളാർ ലോ പ്രഷർ, പോളാർ ഹൈ പ്രഷർ, അല്ലേ? സോ യാ, ദാറ്റ് മെനി. ആൻഡ് ഇതിൻ്റെ ഇടയിൽ എന്താ സംഭവിക്കുന്നത്? കുറേ സെല്ലുലാർ സർക്കുലേഷൻസ്. ഹാഡ്ലി, ഫെറൽ ആൻഡ് പോളാർ. ഹാഡ് ഫുഡ് അറ്റ് പോൾ നോർത്താൽ പെട്ടെന്ന് കിട്ടും. ഓക്കെ, ഹാഡ്ലി, ഫെറൽ ആൻഡ് പോളാർ സെൽസ്. ഓക്കെ, ഇനി അറിയാലോ എന്താ സംഭവം എന്ന്. ദാറ്റ് ഈസ് ഇക്വേറ്റർ കൺസിഡർ ചെയ്യാം. 0 ഡിഗ്രി, let this be 30 degree, let this be 60 degree, 90 degree north, 30 degree, 60 degree, 90 degree. 0, അതായത് ഇക്വേറ്ററിൽ എന്താ സംഭവിക്കുന്നത്? റൈസിങ് അപ്പ്, അല്ലേ? ആൻഡ് ഹിറ്റിംഗ് ദ ട്രോപ്പോപോസ്. അങ്ങോട്ടും പോവും, അതായത് സദേൺ ഹെമിസ്ഫിയറിലേക്കും പോവും, നോർത്തേൺ ഹെമിസ്ഫിയറിലേക്കും പോവും. കുറച്ച് ദൂരം ഇങ്ങനെ പോകുമ്പോൾ എന്താ സംഭവിക്കുക? തണുക്കും, അത് സിങ്ക് ചെയ്യും. അപ്പോൾ എന്ത് കംപ്ലീറ്റ് ആയി? ഹാഡ്ലി സെൽ കംപ്ലീറ്റ് ആയി, അല്ലേ? അത് നിലത്ത് കൂടെ പോകുന്ന ഈ വിൻഡ് ആരാ? എന്നിട്ട് ഇവിടെ വന്നിട്ട് ഇവിടെ എന്താ സംഭവിക്കുന്നത്? അപ്പോൾ ഇങ്ങനെ കുറേ പോയി ഇവിടെ എന്തായി? തണുത്തല്ലോ, തണുത്തപ്പോൾ സിങ്കായി. അപ്പോൾ ഇവിടെ എന്ത് പ്രഷർ ക്രിയേറ്റ് ചെയ്യുക? ഹൈ പ്രഷർ. അതല്ലേ നമ്മുടെ സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ്. ആ ഹൈ പ്രഷറിൽ നിന്നും സിങ്ക് ചെയ്ത് ഇക്വേറ്ററിലേക്ക് പോകുന്ന വിൻസ്, അതാണ് ട്രേഡ് വിൻസ്. സോ ദീസ് ആർ ട്രേഡ് വിൻസ്, അല്ലേ? ട്രേഡ് വിൻസ്. ഈ ട്രേഡ് വിൻസ് വന്ന് എവിടെ കൺവേർജ് ചെയ്യുന്നത്? 0-ൽ, ITCZ, ഇന്റർ ട്രോപ്പിക്കൽ കൺവേർജൻസ് സോൺ. അപ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് ഡൗട്ട് വരികയാണെങ്കിൽ ഈ ഒരു ഡയഗ്രാം വരച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഇവിടെ വന്നു. ഇനി ഇയാൾ എങ്ങോട്ടാണ് പോകുന്നത്? ഇത് ഹൈ പ്രഷർ ആയത് കാരണം മുകളിലേക്കും പോകും. മുകളിലേക്ക് പോയിട്ട് എവിടെയാ? ഒരു ലോ പ്രഷർ എത്തും. പോളാർ ലോ പ്രഷറിൽ എത്തിയിട്ട് അത് റൈസ് ചെയ്യും, അല്ലേ? അങ്ങനെ പോകുന്ന ഈ വിൻഡിന്റെ പേരെന്താ? വെസ്റ്റേർലീസ്. വെസ്റ്റേർലീസ്, അല്ലേ? പോയി മുകളിലെത്തി ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. ഇവിടെ വന്നു, പോളാർ റീജിയനിൽ സിങ്ക് ചെയ്യുന്നു, പോളാർ ഹൈ പ്രഷർ ഇങ്ങോട്ട് പോകുന്നു, കമ്മിങ് ടു ദി സബ് പോളാർ ലോ പ്രഷർ. ഈ വിൻഡ് ആരാ? പോളാർ ഈസ്റ്റേർലീസ്. സോ ഇതാണ് നമ്മുടെ ട്രൈസെല്ലുലാർ സർക്കുലേഷൻ മോഡൽ. ഹാഡ്ലി, ഫെറൽ, പോളാർ സെൽ. ഓക്കെ, പെട്ടെന്ന് ആൻസറിൽ മെയിൻസിലൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ വരയ്ക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ പെട്ടെന്ന് ഈ ഒരു ഡയഗ്രാം വരച്ചാലും മതി, ലാറ്റിറ്റ്യൂഡ് വരച്ചിട്ട്. ഓക്കെ, ഇനി എന്താണ് ഡോൾഡ്രം? ഡോൾഡ്രം എവിടെയാണ് വരുന്നത്? ഇക്വറ്റോറിയൽ ലോ പ്രഷറിലാണ്. അവിടെ എന്താ? ഒരു ലെറ്റ്സ് സേ ഒരു 10 ഡിഗ്രി നോർത്ത് മുതൽ 10 ഡിഗ്രി സൗത്ത് വരെയുള്ള ഒരു റീജിയണിൽ ഫുൾ ടൈം ആരാ? കൺവെക്ഷൻ ആണ്, അഡ്വെക്ഷൻ ഇല്ല, ഹൊറിസോണ്ടൽ വിൻസ് ഇല്ല. അപ്പോൾ ഷിപ്പിനൊന്നും മൂവ് ചെയ്യാൻ പറ്റില്ല. അത് കാരണം ഇവിടെ സ്റ്റക്ക് ആവും. അതിനെയാണ് നമ്മൾ ഡോൾഡ്രംസ് എന്ന് വിളിക്കുന്നത്. സിമിലർലി ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ്സ്, നമ്മുടെ സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റിൽ, അതായത് ലെറ്റ്സ് ഒരു 45 ഡിഗ്രി നോർത്ത് ആൻഡ് 30 ഡിഗ്രി നോർത്ത്, അല്ലേ? സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റിൽ ഹൊറിസോണ്ടൽ വിൻസ് ഇല്ല, ഡിസെൻഡിങ് എയർ ആണ്. എന്താ സംഭവം? മഴ പെയ്യില്ല. അപ്പോൾ അവിടെ ഷിപ്സ് ക്രോസ് ചെയ്യുമ്പോൾ വാട്ടറിൻ്റെ അവൈലബിലിറ്റി ഇല്ലാത്തതുകൊണ്ട് കുതിരേനെ പിടിച്ച് പുറത്തേക്ക് എറിയും. അതാണ് ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ്, സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ്. ഓക്കെ, ദെൻ റോറിംഗ് 40 ഡിഗ്രിയിലും 50 ഡിഗ്രി നോർത്ത്, 60 ഡിഗ്രി നോർത്തിലെല്ലാം എന്തുണ്ട്? ഉള്ള വെസ്റ്റേർലീസ്. വെസ്റ്റേർലി വിൻസിൻ്റെ പല പേരുകളാണ്. റോറിംഗ് 40s, ഫ്യൂരിയസ് 50s ആൻഡ് സ്പീക്കിംഗ് 60s. ഇനിയൊരു ക്വസ്റ്റ്യൻ, ഏത് സീസണിലായിരിക്കും പ്രിവെയിലിംഗ് വിൻസിന് കൂടുതൽ വെലോസിറ്റി? വിന്റർ സീസൺ. കോൺട്രാസ്റ്റ് കൂടുതൽ കാരണം, അല്ലേ? കോൺട്രാസ്റ്റിനനുസരിച്ചാണല്ലോ ഹൈ പ്രഷറിൽ നിന്ന് ലോ പ്രഷറിലേക്ക് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, നോർത്തേൺ ഹെമിസ്ഫിയറിലാണോ സദേൺ ഹെമിസ്ഫിയറിലാണോ പ്രിവെയിലിംഗ് വിൻസിന് കൂടുതൽ വെലോസിറ്റി?
സദേൺ ഹെമിസ്ഫിയർ. കാരണം ഫ്രിക്ഷണൽ ഫോഴ്സ്, കാരണം കൂടുതൽ ഓഷ്യൻസ് അല്ലേ, ലാൻഡ് ഇല്ലല്ലോ, അപ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സ് ഇല്ല. അപ്പോൾ സദേൺ ഹെമിസ്ഫിയറിലാണ് ഏറ്റവും കൂടുതൽ വെലോസിറ്റി ഫോർ ദി പ്രിവെയിലിംഗ് വിൻഡ്സ്. ക്ലിയർ ആണോ? ഓക്കെ ഓക്കെ. ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു, ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ? ന്യൂ വേൾഡും ഓൾഡ് വേൾഡും എന്താ സംഭവം? വാട്ട് ഈസ് ന്യൂ വേൾഡ് ആൻഡ് വാട്ട് ഈസ് ഓൾഡ് വേൾഡ്? ഈ ന്യൂ വേൾഡ് എന്ന് പറഞ്ഞാൽ പുതിയ ലോകം, പുതിയതായി കണ്ടുപിടിച്ചത്. അതേതാ? ഏതൊക്കെ കോണ്ടിനെന്റാ? അമേരിക്കാസ്, വെസ്റ്റേൺ ഹെമിസ്ഫിയർ. ഇപ്പം ന്യൂസിലാണ്. അതായത് നമ്മുടെ പുതിയൊരു ഡോക്ടറും വന്നിട്ടുണ്ടല്ലോ, ട്രംപിന്റെ. എന്താ? ഡൊണാൾഡ് ട്രംപ് ആൻഡ് ഇത് ഡൊണാൾഡ് ട്രംപിന്റെ ഡോൺ. പണ്ടത് മോൺട്രോ ഡോക്ടറിൻ ആയിരുന്നു. മോൺട്രോ ആൻഡ് ഡോൺ എന്താണ്? ഫുൾ പ്രൊട്ടക്ഷൻ ഓഫ് ദി വെസ്റ്റേൺ ഹെമിസ്ഫിയർ, അതായത് നോർത്ത് അമേരിക്കയുടെ സൗത്ത് അമേരിക്ക. ഇതാണ് എന്ത്? ദ ന്യൂ വേൾഡ് എന്ന് പറയുന്നത്. ഓൾഡ് വേൾഡ് ആണ് നമ്മുടെ ആഫ്രിക്ക, ഏഷ്യ, യൂറോപ്പ്. അപ്പോൾ ഈ ന്യൂ വേൾഡ് ക്രോസ് ചെയ്യുന്ന സമയത്തായിരുന്നു അവർ ഏത് ക്രോസ് ചെയ്തത്? ഈ സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ്. അപ്പോഴാണ് അവർ കുതിരേനെ വലിച്ചെറിഞ്ഞത്. അതുകൊണ്ടാണ് ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ് വന്നത്. മനസ്സിലായോ? ഇനി ന്യൂ വേൾഡിൽ നിന്ന് കുറേ സാധനം കണ്ടുപിടിച്ച് നമ്മുടെ ഓൾഡ് വേൾഡിലേക്ക് കൊണ്ടുവന്നു. അതാണ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചത്. ഓക്കെ, ആൻസർ ഏതാ? ടുബാക്കോ, കൊക്കോ ആണോ? ആൻസർ ഉണ്ട്, കൊക്കോ ആൻഡ് റബ്ബർ. ഓക്കെ, പോർച്ചുഗീസുകാർ ഒക്കെ കൊണ്ടുവന്നില്ലേ? സോ ദാറ്റ്സ് നെക്സ്റ്റ് ഈസ് ടെമ്പറേച്ചർ ഇൻവേർഷൻ. ടെമ്പറേച്ചർ ഇൻവേർഷൻ എന്താ? യൂഷ്വലി ട്രോപ്പോസ്ഫിയറിൽ നോർമൽ ലാപ്സ് റേറ്റ് ഇങ്ങനെയാണല്ലോ. ആസ് യു മൂവ് അപ്പ്, ഇത് ആൾട്ടിറ്റ്യൂഡ് ആണ്. ഓക്കെ, അപ്പോൾ ആൾട്ടിറ്റ്യൂഡ് തോറും ഇപ്പോൾ ലെറ്റ്സ് സേ ഇറ്റ് വാസ് 29 ആണെങ്കിൽ അടുത്ത സ്ഥലം ഈ ആയിട്ട് എത്തുമ്പോൾ കുറയും, 25 ആവും, 20 ആവും, റൈറ്റ്, ലൈക്ക് ദാറ്റ്. അതിൻ്റെ ഒരു ഓപ്പോസിറ്റ് സിനാരിയോ, അതായത് എപ്പോഴും നമ്മൾ മുകളിലേക്ക് പോകുന്നതോറും എക്സ്പെക്ട് ചെയ്യേണ്ടത് എന്താണ്? കുറച്ചുകൂടി കൂളർ ആയിട്ടുള്ള എയർ ആണ് അല്ലേ? പക്ഷെ നമ്മൾ പോകുന്നതോറും കുറച്ചുകൂടി വാമർ ആയിട്ടുള്ള ഒരു എയർ എക്സ്പെക്ട് ചെയ്യുകയാണെങ്കിൽ അതിനെ ടെമ്പറേച്ചർ ഇൻവേർഷൻ എന്ന് പറയും. അതായത് ഇൻ നോ കേസ് ദർ ഷുഡ് ബി കോൾഡ് എയർ ബിനീത്ത് എ വാം എയർ. ഈ ഒരു പൊസിഷൻ ഒരിക്കലും ശരിക്കും നാച്ചുറലി വരാൻ പാടില്ല അല്ലേ? എപ്പോഴും മുകളിലേക്ക് പോകുന്നതോറും കോൾഡായി വരികയല്ലേ വേണ്ട. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുന്നതിനെയാണ് നമ്മൾ ടെമ്പറേച്ചർ ഇൻവേർഷൻ എന്ന് പറയുന്നത്. ഇത് എപ്പോഴൊക്കെയാണ് സംഭവിക്കുന്നത്? വിന്റർ സീസണിലാണ്. എവിടെ? ഡൽഹിയിൽ സംഭവിക്കും. കാരണം കോണ്ടിനെന്റൽ ലൊക്കേഷൻ കാരണം. അപ്പോൾ ഇത് പല ടൈപ്പ് ഇൻവേർഷൻ ഉണ്ട്. ഏതൊക്കെ ഇൻവേർഷൻസിന്റെ ടൈപ്സ് ഏതൊക്കെയാ? റേഡിയേഷൻ ഇൻവേർഷൻ. അതെങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിന്റർ രാത്രികളിൽ ഡൽഹിയിലെ സിറ്റി നിങ്ങൾ ഓർക്കുക, എന്താണ്? സൂപ്പർ കൂൾഡ് ആണ്. സൂപ്പർ കൂൾഡ് ആകുമ്പോൾ അതിന്റെ എയർ ഇമ്മീഡിയറ്റ്ലി എബവ് ദി ലാൻഡ് മാസ് ഓൾസോ ഗെറ്റ് സൂപ്പർ കൂൾഡ്. കണ്ടക്ഷൻ, റേഡിയേഷൻ വഴി അല്ലേ സൂപ്പർ കൂൾ ആവും. അപ്പോൾ എന്തായി? ലാൻഡിന് തൊട്ട് മുകളിലുള്ള എയർ കോൾഡായി, അതിന് മുകളിലുള്ളത് വാമായി. അപ്പോൾ ഈ കോൾഡ് എയർ ആരാ? മടിയനാ, റൈസ് ചെയ്യില്ലല്ലോ. അപ്പോൾ അവിടെ സ്റ്റക്കായി കിടക്കും, പൊല്യൂഷനും അതിൽ സ്റ്റക്കായി കിടക്കും. ഇതിനെയാണ് നമ്മൾ റേഡിയേഷൻ ഇൻവേർഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ നേരത്തെ കാറ്റബാറ്റിക് വിൻഡിന്റെ കേസ് പറയല്ലേ? കാറ്റബാറ്റിക് വിൻഡിൽ കോൾഡ് എയർ സിങ്ക് ചെയ്തില്ലേ? അപ്പോൾ അതിന്റെ ഇടയിൽ വന്ന് ഇവിടെ ട്രാപ്പായി കിടന്നില്ലേ? അപ്പോഴെന്തായി? അതിനെയാണ് വാലി ഇൻവേർഷൻ എന്ന് വിളിക്കുന്നത്. പിന്നെ അഡ്വെക്ഷൻ ഇൻവേർഷൻ എന്ന് പറയുമ്പോൾ നോർമൽ വാമൊക്കെ ആയിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു, അവിടെയാണ് നമ്മൾ ഒരു തണുത്ത കാറ്റ് വന്നങ്ങ് കയറി ഇവിടെ വന്ന് സ്റ്റക്കായി അങ്ങ് നിന്നു. അപ്പോൾ വാം എയറിനെ പുഷ് ചെയ്തിട്ട് അതിനെയാണ് അഡ്വെക്ഷൻ ഇൻവേർഷൻ. പിന്നെ സബ്സിഡൻസ് ഇൻവേർഷൻ പുഷ് ചെയ്യുമ്പോൾ, പെട്ടെന്ന് ഒരു എയർ പാർസലിനെ പുഷ് ചെയ്യുമ്പോൾ. ഫ്രണ്ടൽ ഇൻവേർഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ വാം ഫ്രണ്ട്, കോൾഡ് ഫ്രണ്ട് നമുക്കറിയാം. സോ ഇതാണ് ടെമ്പറേച്ചർ ഇൻവേർഷൻ. ഇതിലെ സിഗ്നിഫിക്കൻസ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ വാട്ട് ആർ ദി ഇംപ്ലിക്കേഷൻസ് എന്തൊക്കെയാ? പൊല്യൂഷൻ ഡിസ്പേഴ്സൽ നടക്കില്ല, മഴ പെയ്യില്ല. കാരണം എന്താ? വെർട്ടിക്കൽ റൈസ് നടക്കുന്നില്ല അല്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഡൽഹിയിൽ ഈ വിന്റർ സമയത്ത് ഫുൾ ടൈം ഈ പുകയും പൊല്യൂഷനോ. അത് എപ്പോഴാണ് എങ്ങനെ മാറുള്ളൂ? എങ്ങനെ അത് മാറ്റാൻ പറ്റുള്ളൂ? ആ ഒരു വിന്റർ സമയത്ത് നമുക്കത് മാറ്റണം. എന്ത് നമുക്ക് ചെയ്യാം? റെയിൻ ചെയ്യാൻ ഇത് പോയില്ലല്ലോ, ഐ മീൻ കൺവെക്റ്റീവായിട്ട് വരില്ല. അല്ലെങ്കിൽ എവിടെന്നെങ്കിലും വെസ്റ്റേൺ ഡിസ്റ്റർബൻസ് വന്നതിനെ അടിച്ചുകൊണ്ടണം. അതായത് വിൻഡ് വരണം. വിൻഡ് വന്ന് ഈ സിസ്റ്റത്തിനെ മൊത്തം അവിടുന്ന് മൂവ് ചെയ്താൽ മാത്രമേ. അപ്പോൾ യൂഷ്വലി ഈ വിന്റർ മന്തുകളിൽ ഡൽഹിയിലെ ടെമ്പറേച്ചർ എപ്പോഴും ഒരു ലെസ് ദാൻ 10 km/h ഒക്കെ ആയിരിക്കും. അതാണ് പ്രശ്നം. ഇലയൊന്നും ആടില്ല, മനസ്സിലായോ? അപ്പോൾ ഇഫ് വി ഗെറ്റ് എ ഗുഡ് സഫിഷ്യൻറ്റ് വിൻഡ് സ്പീഡ്, ഡൽഹിക്കാർ അപ്പോൾ വിന്ററിൽ എപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട് നല്ല കാറ്റ് വരണേ. കാറ്റ് വന്നു കഴിഞ്ഞാൽ അത് പോയി. ബീഹാർ, UP കൊണ്ടുപോയി കഴിഞ്ഞാൽ സിസ്റ്റം മാറി, യൂഷ്വൽ ഇത് വരും. ഗോട്ട് ഇറ്റ്? സോ എന്തൊക്കെയാണ്? വെർട്ടിക്കൽ മൂവ്മെന്റ് നടക്കില്ല, പൊല്യൂഷൻ അവിടെ തന്നെ സ്റ്റക്കായി കിടക്കും, ക്ലൗഡ് ഫോർമേഷൻ നടക്കില്ല, വിസിബിലിറ്റി അല്ലേ?
വിസിബിലിറ്റി എന്ന് പറയുമ്പോൾ നോക്കൂ, ആ എയർ പാഴ്സൽ എബവ് ദ ലാൻഡ് ഈസ് കോൾഡ് ആണ്. ഓക്കെ, കോൾഡ് ആവുമ്പോൾ അതിൽ കുറെ വാട്ടർ വേപ്പർ ഉണ്ട്. ആ വാട്ടർ വേപ്പർ അവിടെ തന്നെ കണ്ടൻസ് ആവും. കുറെ പൊടിയുണ്ടല്ലോ, കണ്ടൻസേഷൻ ന്യൂക്ലിയ ഉണ്ട്, അതിന്റെ പുറത്ത് കണ്ടൻസ് ആയി നിൽക്കും. അതിനെന്താ നമ്മൾ വിളിക്കുന്നത്? ഫോഗ്. ഫോഗ് അല്ലേ, ഹൈഗ്രോസ്കോപ്പിക് ന്യൂക്ലിയൈ. അതിന്റെ മേലിൽ അറ്റാച്ച് ആയി എന്ത് വരും? ഫോഗ് വരും. അപ്പോൾ എൻ്റെ വിസിബിലിറ്റിയും കുറയും ഡൽഹിയിൽ. അപ്പോൾ റെഡ്യൂസസ് വിസിബിലിറ്റി. പിന്നെ ഫോഗ് ഫോർമേഷൻ പറഞ്ഞു, ഡിക്രീസസ് ഡയണൽ ടെമ്പറേച്ചർ വേരിയേഷൻ. കാരണം എന്താ? സൂര്യന്റെ രശ്മി ഉള്ളിലേക്ക് വരില്ല, എന്നാലല്ലേ ഇവിടെ ഒരു വേരിയേഷൻ വരുള്ളൂ. രാവിലെയും തണുപ്പാ, രാത്രിയും തണുപ്പാ, ഫുൾ ടൈം തണുപ്പ്. അപ്പോൾ എന്തില്ല? ടെമ്പറേച്ചർ കോൺട്രാസ്റ്റ് അല്ലെങ്കിൽ വേരിയേഷനും നടക്കില്ല. ഓക്കെ ഓക്കെ അല്ലേ? ഓൾറൈറ്റ്. അടുത്തത് എങ്ങനെയൊക്കെയാണ് ടെമ്പറേച്ചർ ഇൻവേർഷൻ്റെ ഐഡിയൽ കണ്ടീഷൻസ്? ഒന്ന് ലോങ് വിന്റർ, നല്ല തണുത്ത രാത്രി, ക്ലൗഡ്ലെസ് ആവണം. ക്ലൗഡ് ആയി കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താ? അതെ, അതായത് ലാൻഡ് സൂപ്പർ കൂൾ ആവില്ല, ലാൻഡ് എപ്പോഴും ഹോട്ടായിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ സൂപ്പർ കൂൾ ആയാൽ മാത്രമല്ലേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഡ്രൈ എയർ നിയർ ദ ഗ്രൗണ്ട് സർഫസ്. മോയിസ്റ്റ് ആയി കഴിഞ്ഞാൽ എന്താ പ്രശ്നം? മോയിസ്റ്റ് എയർ ആണെങ്കിലോ? ഇറ്റ് ലിമിറ്റ്സ് ദി അബ്സോർപ്ഷൻ. അതായത് വാട്ടർ വേപ്പർ അല്ലേ, വാട്ടർ വേപ്പർ ഹീറ്റ് പിടിച്ചെടുക്കുമല്ലോ, ആ ഒരു സംഭവമാണ്. വാട്ടർ വേപ്പർ ഇല്ലെങ്കിൽ അങ്ങോട്ട് പൊക്കോളൂ ഹീറ്റ്. മോയ്സ്ചർ ആണെങ്കിൽ അവിടെ ട്രാപ്പ് ചെയ്യില്ലേ, വാട്ടർ വേപ്പർ ട്രാപ്പ് ചെയ്യുമല്ലോ, ദാറ്റ് ഈസ് ദ റീസൺ. സ്നോ കവേർഡ് ആണെങ്കിൽ നല്ലത്. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, അതാണ് ടെമ്പറേച്ചർ ഇൻവേർഷൻ. ചോദിക്കാൻ നല്ല സാധ്യത ഉണ്ട്. പിന്നെന്താ ഡ്യൂ പോയിന്റ്? എന്താ? ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ബിക്കംസ് 100% അല്ലേ, അതായത് ഇറ്റ് ബിക്കംസ് കംപ്ലീറ്റ്ലി ഫിൽഡ് വിത്ത് വാട്ടർ. ഇനി ടെമ്പറേച്ചർ ഒന്നുകൂടി കുറച്ചാൽ എന്ത് സംഭവിക്കും? കണ്ടൻസേഷൻ സംഭവിക്കും, വാട്ടർ വിൽ ബി ത്രോൺ ഔട്ട് അല്ലേ. സോ അത് രണ്ട് സിനാരിയോയിൽ നടക്കാം. ഫ്രീസിങ് പോയിന്റിന് താഴെയാണ് ഡ്യൂ പോയിന്റ് എങ്കിൽ എന്ത് സംഭവിക്കും? ഫ്രോസ്റ്റ് ആയിട്ടായിരിക്കും നടക്കുക അല്ലേ, പ്രസിപ്പിറ്റേഷൻ. അതായത് പുറത്ത് തള്ളുന്ന വാട്ടർ ഇമ്മീഡിയറ്റ്ലി വിൽ ബിക്കം ഐസ്, കാരണം ഫ്രീസിങ് പോയിന്റിന് താഴെയാണ് ടെമ്പറേച്ചർ, റൈറ്റ്. ഹയർ ആണെങ്കിൽ ഡ്യൂ ആവാം, ഫോഗ് ആവാം, ക്ലൗഡ് ആവാം, ഓൾ ദീസ് തിങ്സ്. ഓക്കെ, ഇപ്പോൾ ക്ലൗഡ് ഫോം ചെയ്യുന്നത് ഇങ്ങനെ റൈസ് ചെയ്തിട്ടാണല്ലോ, വാട്ടർ വേപ്പർ. ഒരു പർട്ടിക്കുലർ ഹൈറ്റിലാണ് അതിൻ്റെ RH 100 ആവുന്നത്, കറക്റ്റ്. ആൻഡ് അപ്പോഴാണ് കണ്ടൻസേഷൻ തുടങ്ങി അറ്റാച്ച്മെന്റ് ക്ലൗഡ് ഗ്രോ ചെയ്യുന്നത്. ഈ ലെവലിനെ വിളിക്കുന്ന പേരാണ് കണ്ടൻസേഷൻ ലെവൽ. കണ്ടൻസേഷൻ ലെവൽ. ഓൾറൈറ്റ്, സെറ്റ് അല്ലേ? Next, difference between, if they ask what is the difference between dew and fog? ഡ്യൂവിന് എന്ത് വേണ്ട? കണ്ടൻസേഷൻ ന്യൂക്ലിയർ വേണ്ട. നമ്മുടെ കാറിൻ്റെ ബോണറ്റിൻ്റെ മേലെയും ബൈക്കിലും എല്ലാം വന്ന് രാവിലെ അത് ഇറ്റ് ജസ്റ്റ് നീഡ് എ സർഫസ്. അത് ഇതിൻ്റെ വേറെ ഡിഫറൻസ് കൂടി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡ്യൂവിൽ എയർ അല്ല കൂളാവുന്നത്, ആ സർഫസ് ആണ് കൂളാവുന്നത്. ഫോഗിൽ ആ എയർ പാഴ്സലേ കൂളാവും, എന്നിട്ട് ആ എയർ തണുക്കുന്നതുകൊണ്ടാണ് അതിൻ്റെ ഉള്ളിൽ തന്നെ കണ്ടൻസേഷൻ നടക്കുന്നത്. ഗോട്ട് ഇറ്റ്? ഡ്യൂ നടക്കുമ്പോൾ ആ സർഫസ് മാത്രം കൂളായാൽ മതി. ഫോഗ് മീൻസ് ദാറ്റ് എൻ്റയർ എയർ പാർസൽ ഈസ് കൂളിംഗ്, അതുകൊണ്ടാണ് അതിൽ തന്നെ കണ്ടൻസേഷൻ നടക്കുന്നത്. അതാണ് രണ്ടാമത്തെ ഡിഫറൻസ്. പ്രശ്നമുണ്ടോ? ഓക്കെ, സോ ഡസൻറ്റ് നീഡ് കണ്ടൻസേഷൻ ന്യൂക്ലിയൈ. ഫോഗ് ഫോംസ് വെൻ ദി എയർ ഇറ്റ് സെൽഫ് കൂൾസ് ടു ദി ഡ്യൂ പോയിന്റ് ആൻഡ് ഫോഗ് ഓൾസോ നീഡ്സ് കണ്ടൻസേഷൻ. ഇനി വേറെ സംഭവം മിസ്റ്റ്. മിസ്റ്റ് യൂഷ്വലി എവിടെയൊക്കെ അറിയുന്നത്? മൗണ്ടൻസിലാണ്. ഫോഗ് എല്ലായിടത്തും കാണാൻ പറ്റും. മിസ്റ്റിൻ്റെ വാട്ടർ പാർട്ടിക്കിൾസിൻ്റെ സൈസ് ഈസ് കമ്പാരിറ്റീവ്ലി ഹയർ ദാൻ ഫോഗിൻ്റെ വെരി മൈന്യൂട്ട് ആണ്. ഓക്കെ, ദാറ്റ് ഈസ് ദ അതർ ഡിഫറൻസ് ബിറ്റ്വീൻ മിസ്റ്റ് ആൻഡ് ഫോഗ്. മിസ്റ്റിനും ഫോഗിനും കണ്ടൻസേഷൻ ന്യൂക്ലിയർ വേണ്ടേ? വേണം, യെസ്. അടുത്തത് ഹൈ ക്ലൗഡ് വേഴ്സസ് ലോ ക്ലൗഡ്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. സിറസ് ക്ലൗഡ് എന്തായിരുന്നു? ഹൈ ക്ലൗഡ് ആണ്. ഹൈ ക്ലൗഡ് എന്താ ചെയ്യുക? ട്രാപ്പ് ചെയ്യും, സോ ഇറ്റ് ഇൻക്രീസസ് ഗ്ലോബൽ വാർമിംഗ്. ലോ ക്ലൗഡ് എന്ത് ചെയ്യും? റിഫ്ലക്ട്സ് ആസ് എൻ ആൽബിഡോ. അത്രേ ഉള്ളൂ. ഓക്കെ, ലേറ്റർ യു ക്യാൻ റീഡ്. ടൈപ്സ് ഓഫ് ക്ലൗഡ്സ് ഉണ്ട്. അത് ഹൈറ്റിനനുസരിച്ച് നമ്മൾ ചില പേര് വിളിക്കും. ഹൈ ക്ലൗഡ്സ് നമ്മൾ പറഞ്ഞു ഏതാണ്? സിറസ്. അപ്പോൾ ഹൈ ക്ലൗഡ് എന്ന് പറഞ്ഞാൽ നല്ല ഹൈറ്റിലാണ്, അപ്പോൾ ഇതിൻ്റെ ടെമ്പറേച്ചർ വിൽ ബി വെരി ലോ. അത് കാരണം സിറസ് ക്ലൗഡ്സിലെ മേജർ കമ്പണൻ്റ് എന്താണ്?
ഐസാണ് അല്ലേ, ഐസ് ക്രിസ്റ്റൽസ് ആണ്. മഴയൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല. ഐസ് ക്രിസ്റ്റൽസ് ആണ് സിറസ് ക്ലൗഡിൻ്റെ മേജർ കോമ്പണൻറ്റ്. മിഡിൽ ക്ലാസ് ആൾക്കാരുടെ വണ്ടി ഏതാ? ആൾട്ടോ. ദാറ്റ് മീൻസ് ആൾട്ടോ പേര് വരുന്ന ക്ലൗഡ്സ് എല്ലാം മിഡിൽ ഹൈറ്റിൽ, മിഡിൽ ആൾട്ടിറ്റ്യൂഡിൽ വരുന്ന ക്ലൗഡ്സ് ആണ് ആൾട്ടോ. ലോ ക്ലൗഡ്സ് സ്ട്രാറ്റോ. സ്ട്രാറ്റോ എന്നുള്ള പേര് വരുന്ന സ്ട്രാറ്റസ് വരും. ക്യുമുലസ് നിങ്ങൾക്കറിയാം ബേസ് ഫ്ലാറ്റ് ആവും, മുകളിൽ പഫി കോട്ടൺ ലൈക്ക്, അതിനെയാണ് നമ്മൾ ക്യുമുലസ് എന്ന് പറയുന്നത്. അത് നല്ല വെർട്ടിക്കലായിട്ട് റൈസ് പോയി ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ക്യുമുലോ നിംബസ് എന്ന് വിളിക്കും. ഓക്കെ, ഇനി എയർ മാസസ്. എയർ മാസസ് എവിടെയൊക്കെ ഫോം ചെയ്യുന്നത്? എയർ മാസസ് ഫോം ചെയ്യാനുള്ള കണ്ടീഷൻസ് ഒന്നെന്ന് പറഞ്ഞാൽ ആ എയർ ഷുഡ് ബി ഓവർ എൻ ഏരിയ ഫോർ എ ലോങ് ടൈം, കുറേ സമയം ഇരിക്കണം, അതാണ് ഫസ്റ്റ് കണ്ടീഷൻ. അത് ഹോമോജീനിയസ് ഏരിയ ആവണം. ഇറ്റ് ഷുഡ് നോട്ട് ബി ലൈക്ക് എന്താണ്, കുറച്ച് ലാൻഡും കുറച്ച് ഓഷ്യനും ഉള്ള സ്ഥലത്ത് ഒരിക്കലും ഒരു എയർ മാസ് ഫോം ചെയ്യില്ല. കാരണം ഇതിൻ്റെ ടെമ്പറേച്ചറും ഇതിൻ്റെ ടെമ്പറേച്ചറും വേറെയാണ്. സോ ലാൻഡ് മാസ് എയ്തർ ഇറ്റ് വിൽ ബി കോണ്ടിനെൻ്റൽ ഓർ എയ്തർ ഇറ്റ് വിൽ ബി ഓഷ്യനിക്. അതുകൊണ്ടാണ് നമ്മളിവിടെ കാണുന്നത് ഇത് മാരിടൈം ആണ്. ഓക്കെ, ഇത് കോണ്ടിനെൻ്റൽ ആണ്, മാരിടൈം ആണ്, കോണ്ടിനെൻ്റൽ ആണ്. സോ ഹോമോജീനിയസ് സർഫസ്. പിന്നെന്താ പറഞ്ഞത്? കുറേ നേരം അവിടെ ഇരിക്കണം. കുറേ നേരം അവിടെ ഇരിക്കണമെങ്കിൽ അവിടുത്തെ പ്രഷർ എന്തായിരിക്കണം? എന്ത് കൈൻഡ് ഓഫ് പ്രഷർ സിനാരിയോയിലാണ് എയർ മാസ് ഫോം ചെയ്യുക? ദാറ്റ് മീൻസ് ഇതൊരു ലാൻഡാന്ന് കരുതും. ലാൻഡിന് മുകളിൽ എയർ കുറേ കാലം ഇരിക്കണ്ടേ, എന്നാലല്ലേ ഇതിങ്ങനെ അബ്സോർബ് ചെയ്തിട്ട് അതിൻ്റെ ടെമ്പറേച്ചർ മാച്ച് ആയിട്ട് അതൊരു എയർ മാസ് ആവുള്ളൂ. അപ്പോൾ അതിനെ അവിടെ ഹോൾഡ് ചെയ്ത് വെക്കണം. ദാറ്റ് മീൻസ് അതിൻ്റെ എബവ് ഹൈ പ്രഷർ ആയിരിക്കണം. ഹൈ പ്രഷർ വന്ന് ഇതിനെ, ഈ എയറിനെ ഇവിടെ ഹോൾഡ് ചെയ്തിരിക്കണം. ലോ പ്രഷർ ആണെങ്കിൽ എന്താ സംഭവിക്കുക? റൈസ് ചെയ്ത് പോവും. ഇൻസ്റ്റെബിലിറ്റി ആണ്. ലോ പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും എന്താണ്? അറ്റ്മോസ്ഫറിക് ഇൻസ്റ്റെബിലിറ്റി ആണ്. അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകും, റൈസ് ചെയ്ത് പോകും. ഓക്കെ, ഹൈ പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആൻറ്റി സൈക്ലോണിക് അല്ലെ, ആൻറ്റി സൈക്ലോൺസ് എന്താ? ഹൈ പ്രഷർ വന്ന് സിങ്ക് ചെയ്ത് താഴെ വന്ന് ഡൈവേർജ് ചെയ്യണം. അപ്പോൾ അതിങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കുകയാണ്, മോർ പ്രഷർ. സോ എയർ മാസസ് ഓൾവേസ് നീഡ് ഹൈ പ്രഷർ എന്നായിരിക്കും ചിലപ്പോൾ തരിക, അല്ലെങ്കിൽ അപ്പർ എയർ ഡൈവേർജൻസ് എന്നായിരിക്കും ചിലപ്പോൾ തരിക. ഡൈവേർജൻസ്, കൺവേർജൻസ് അല്ല. കൺവേർജൻസ് എന്താ? ലോ പ്രഷർ ആണ്. ഡൈവേർജൻസ് എന്ന് പറയുമ്പോൾ ഹൈ പ്രഷർ അല്ലേ? ക്ലിയർ അല്ലേ? സോ അതൊക്കെയാണ് കണ്ടീഷൻസ്, മേജർ കണ്ടീഷൻ. ഇനി ഇത് എവിടെ ഫോം ചെയ്യാം? മിഡ് ലാറ്റിറ്റ്യൂഡിൽ ഫോം ചെയ്യുമെന്ന് പറഞ്ഞാൽ ശരിയാണോ? എയർ മാസസ് ജനറലി ഫോംസ് ഓവർ മിഡ് ലാറ്റിറ്റ്യൂഡ്സ്. തെറ്റാണ്. കാരണം മിഡ് ലാറ്റിറ്റ്യൂഡ്സ് ആർ ദ റീജിയൻ വേർ എയർ മാസസ് കൺവേർജ്. മിഡ് ലാറ്റിറ്റ്യൂഡിലാണ് ഫ്രണ്ട്സ് ഒക്കെ അറിയുക അല്ലേ? രണ്ട് എയർ മാസ് വന്ന് മെർജ് ചെയ്യുമ്പോൾ അതിന് നമ്മൾ ഒരു പേര് വിളിക്കുമല്ലോ, എന്താ? സ്റ്റേഷനറി ഫ്രണ്ട്, പിന്നെ വാം ഫ്രണ്ട്, കോൾഡ് ഫ്രണ്ട് എന്നൊക്കെ. അപ്പോൾ അതുകൊണ്ടാണല്ലോ അവിടെ നമ്മൾ ആര് വരുന്നത്? ടെമ്പറേറ്റ് സൈക്ലോൺസ് ഒക്കെ വരുന്നത്. സോ ടെമ്പറേറ്റ് അല്ലെങ്കിൽ മിഡ് ലാറ്റിറ്റ്യൂഡിനെ ലൊക്കേഷൻസ് ആർ റീജിയൻസ് വേർ ദേ കൺവേർജ്. പകരം ഇത് എവിടെ ഉണ്ടാവുള്ളൂ? ഹയർ ലാറ്റിറ്റ്യൂഡിലും ലോവർ ലാറ്റിറ്റ്യൂഡിലും, ആൻഡ് റീജിയൻസ് വിച്ച് ഹാസ് ഹൈ പ്രഷർ കണ്ടീഷൻസ്. ഹൈ പ്രഷർ ഉള്ള ട്രോപ്പിക്കൽ റീജിയണിലും ഹൈ പ്രഷർ ഉള്ള പോളാർ റീജിയണിലും മാത്രമേ എയർ മാസസ് ഫോം ചെയ്യുള്ളൂ. Don't think that it will be formed over mid latitude. Mid latitudes are the regions where they converge, and front formation, cyclone formation. അതൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്, ഓർത്തിരിക്കുക. സ്ലൈഡിലുണ്ട്, കണ്ടന്റ് എല്ലാം ഉണ്ട്, ഞാൻ പറഞ്ഞു പോകുന്നു എന്നല്ലോ. സമയം എത്രയായി അറിയോ? 1 മണിക്കൂർ കഴിഞ്ഞല്ലേ? ഓക്കെ, അപ്പോൾ മാരിടൈം എയർ മാസ് ഉണ്ട്, കോണ്ടിനെന്റൽ എയർ മാസ് ഉണ്ട്, പോളാർ, ആർട്ടിക്, ട്രോപ്പിക്കൽ, ടി. അറിയാലോ, ഇത് പഠിച്ചില്ലേ? ടൈപ്സ് ഓഫ് എയർ മാസസ്. അത്ര വലിയ സംഭവമൊന്നുമല്ല ഇതിൽ. സോ സോഴ്സ് റീജിയൻസ് ഓർക്കുക. മിഡ് ലാറ്റിറ്റ്യൂഡ്സ് ആർ നോട്ട് ദ പ്ലേസസ്. ഈ സ്റ്റേറ്റ്മെന്റ് ഓർത്തിരിക്കുക, നോട്ട് വേർ ദേ ജനറേറ്റ്. ഓക്കെ, ഇനി വെൻ ദീസ് എയർ മാസസ് merge ഓർ മീറ്റ്, ആദ്യം എന്താണ്? ദേ വിൽ നോട്ട് എന്താ പറയുക, മൂവ് ഇൻ ടു ഈച്ച് അതേഴ്സ് ടെറിട്ടറി. അവർ സ്റ്റാൻഡ് സ്റ്റില്ല് നിൽക്കും. അതിനെയാണ് നമ്മൾ സ്റ്റേഷനറി ഫ്രണ്ട് എന്ന് വിളിക്കുന്നത്. ഓക്കെ, സ്റ്റേഷനറി ഫ്രണ്ട്. കോൾഡ് ഫ്രണ്ട് എപ്പോഴും ഡിനോട്ട് ചെയ്യുന്നത് ട്രയാങ്കിൾ ഷേപ്പിലാണ്. അറിയില്ലേ? മെയിൻസ് ആൻസർ എഴുതുമ്പോഴൊക്കെ എപ്പോഴും ഫ്രണ്ട് വരയ്ക്കുമ്പോൾ ഈ ഒരു ഷേപ്പ് ട്രൈ ടു പുട്ട് ഇറ്റ്. ഓക്കെ, ട്രയാങ്കിൾസ്. വാം ഫ്രണ്ട് ഈസ് ഓൾവേസ് സെമി സർക്കിൾ, അല്ലെങ്കിൽ ഹാഫ് ഹെമിസ്ഫിയർ. ഓക്കെ, സോ ദാറ്റ് ഈസ് ഫസ്റ്റ് ടൈപ്പ് ഓഫ് ഫ്രണ്ട്, സ്റ്റേഷനറി ഫ്രണ്ട്. സെക്കൻഡ് ടൈപ്പ് ഈസ് ഇതേതാ ഫ്രണ്ട്? ഏത് ഫ്രണ്ടാ? വാം ഫ്രണ്ട്. സി, ജിയോഗ്രഫിയിലെല്ലാം ഈസ് നെയിംഡ് അക്കോർഡിംഗ് ടു ദി സോഴ്സ്. ഇപ്പോൾ വാം ഫ്രണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാം ഗായ് ഈസ് മൂവിങ്. ഓക്കെ, വെസ്റ്റർലി എന്ന് പറഞ്ഞാൽ ഫ്രം വെസ്റ്റ് ടു ഈസ്റ്റ്. ഓക്കെ, അപ്പോൾ ജിയോഗ്രഫിയിൽ ഇപ്പോൾ ഇത് ഞാൻ പറഞ്ഞു, ഇതിപ്പോൾ വാം, ഇതാരാ മൂവ് ചെയ്യുന്നത്? വാം എയർ ആണ് കോൾഡിലേക്ക് പോകുന്നത്. സോ ദിസ് ഈസ് വാം ഫ്രണ്ട്. വാം ഫ്രണ്ടിൻ്റെ ഇതും ഞാൻ പറഞ്ഞു ഹാഫ് സർക്കിൾ ആണ്, കണ്ടില്ലേ? അപ്പോൾ
കോൾഡ് എയർ മൂവ് ചെയ്യില്ലല്ലോ, ഇറ്റ് വിൽ ബി ദർ. വാം എയർ ജെന്റിലായിട്ട് ഫ്രിക്ഷൻ കുറവല്ലേ, ലെസ് ഫ്രിക്ഷൻ ആണ്, അത് കാരണം ജെന്റിൽ സ്ലോപ്പിംഗ് ആയിട്ടാണ് പോവുക. ആൻഡ് ഇറ്റ് വിൽ കവർ എ ലാർജ് ഏരിയ. വെർട്ടിക്കലായിട്ട് റൈസ് ചെയ്യില്ല, ജെന്റിൽ സ്ലോപ്പ് ചെയ്ത് പോകും. അതുകൊണ്ട് തന്നെ ക്യുമുലോനിംബസ് ഫോം ചെയ്യില്ല. ദ കൈൻഡ് ഓഫ് ക്ലൗഡ്സ് വിൽ ബി നിംബോസ്ട്രാറ്റസും ആൾട്ടോസ്ട്രാറ്റസും സിറോസ്ട്രാറ്റസും. ഇത് കുത്തനെ കയറിയാലല്ലേ ക്യുമുലോനിംബസ് ഫോം ചെയ്യുള്ളൂ. സോ വാം ഫ്രണ്ടിൽ ആരില്ല, ക്യുമുലോനിംബസ് ക്ലൗഡ്സ് ഇല്ല, ഓൺലി നിംബോസ്ട്രാറ്റസ്, ആൾട്ടോസ്ട്രാറ്റസ്. അപ്പോൾ ഇതിന്റെ ഫീച്ചർ എന്തായിരിക്കും, വാട്ട് കൈൻഡ് ഓഫ് പ്രസിപ്പിറ്റേഷൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം? ലോങ് ഏരിയയിൽ ലോങ് ഡ്യൂറേഷൻ ആൻഡ് ലൈറ്റ് പ്രസിപ്പിറ്റേഷൻ. ഇതാണ് വാം ഫ്രണ്ടിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്. ലോങ് ഐ മീൻ വൈഡർ ഏരിയ അല്ലേ, വൈഡർ ഏരിയ പിന്നെന്താ പറഞ്ഞത്, ലോങ് ടൈം, കാരണം മോയ്സ്ചർ ഇങ്ങനെ ക്ലൗഡ് ഉണ്ടാവാൻ കുറേ നേരം എടുക്കുമല്ലോ. ലോങ് ഡ്യൂറേഷൻ ആൻഡ് ലൈറ്റ് റെയിൻഫോൾ, ലൈറ്റ് ഓർ മീഡിയം മോഡറേറ്റ് പ്രസിപ്പിറ്റേഷൻ. അതാണ് വാം ഫ്രണ്ടിന്റെ പ്രത്യേകത. ഇതിന്റെ ഓപ്പോസിറ്റ് ആണ് ആര്, കോൾഡ് ഫ്രണ്ട്. കോൾഡ് ഫ്രണ്ട് വരുമ്പോൾ ആര് മാറണം, വാം ഫ്രണ്ട് എണീറ്റ് പോകണം. സോ ഇറ്റ് ഹാസ് ടു റൈസ് അപ്പ്, ക്യുമുലോനിംബസ് ഫോം ചെയ്യുക. സ്ലാൻഡഡ് ആയിട്ടോ അങ്ങനെയൊന്നുമല്ല, ഹിയർ എന്താ, ജസ്റ്റ് ഹാസ് ടു റൈസ് അപ്പ്. ആൻഡ് അതുകൊണ്ട് തന്നെ നിംബോസ്ട്രാറ്റസ് പോലത്തെ ക്ലൗഡ്സ് ഒന്നും ഫോം ചെയ്യില്ല. ഒരു ലിമിറ്റഡ് ഏരിയയിൽ തന്നെ മൊത്തം മോയ്സ്ചർ ക്ലൗഡ് ആയിട്ട് മാറും. അതുകൊണ്ട് ഒരു ലോക്കലൈസ്ഡ് ഏരിയയിൽ ഒറ്റയടിക്ക് മഴ പെയ്ത് തീരും. സോ ഹെവി റെയിൻഫാൾ, തണ്ടർ സ്റ്റോം ആൻഡ് ഷോർട്ട് ഡ്യൂറേഷൻ മഴയായിരിക്കും, വെരി ഷോർട്ട് ഡ്യൂറേഷൻ കൂടില്ല. ഡ്യൂറേഷൻ എവിടെ കൂടുക, വാം ഫ്രണ്ടിൽ. ഓൾറൈറ്റ്, ക്ലിയർ അല്ലേ? വേറെ എന്താ ഇതിൽ പറയാനുള്ളത്? ദാറ്റ്സ് ഇറ്റ്. സോ യു ക്യാൻ സീ ദ ഡയറക്ഷൻ, ഈ ട്രയാങ്കിൾ. ഓക്കെ, സോ ദിസ് ഈസ് cumulonimbus. വാം ഫ്രണ്ടിൽ എന്തൊക്കെയാണ് വരുന്നത്, ഐ ഹാവ് ഓൾറെഡി എക്സ്പ്ലെയിൻ ദാറ്റ് ലേറ്റർ യു ക്യാൻ റീഡ്. നോട്ട്സ് ഇല്ലാത്തവർ സ്ലൈഡ് യൂസ് ചെയ്യുക, ആഡ് നോട്ട്സ്. ഓക്കെ, പിന്നെ ഉള്ളത് ഒക്ലൂഡഡ് ഫ്രണ്ട് ആണ്. ഒക്ലൂഡഡ് ഫ്രണ്ട് ഇറ്റ് വിൽ ബി എ മിക്സ് ഓഫ് ബോത്ത് വാം ഫ്രണ്ട് ആസ് വെൽ ആസ് കോൾഡ് ഫ്രണ്ട്. ഓക്കെ, ദെൻ സൈക്ലോൺസിനെ പറ്റി ഡിസ്കസ് ചെയ്യാം. ട്രോപ്പിക്കൽ സൈക്ലോൺസ് ആസ് വെൽ ആസ് ടെമ്പറേറ്റ് സൈക്ലോൺസ്. ഓക്കെ, ട്രോപ്പിക്കൽ സൈക്ലോൺസ് എവിടെ ഒക്കുറില്ല, അതിന്റെ ഫീച്ചേഴ്സ് പറയൂ. വാട്ട് ആർ ദ ഫീച്ചേഴ്സ്? കണ്ടീഷൻസ് എന്തൊക്കെയാ? 27 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ വേണം, ITCZ വേണം, കോറിയോളിസ് ഫോഴ്സ് വേണം, അല്ലേ? അപ്പോൾ ITCZ വേണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇറ്റ് വിൽ നോട്ട് ഒക്വർ ഇൻ സൗത്ത് അറ്റ്ലാന്റിക്കിലും സൗത്ത് ഈസ്റ്റ് പസഫിക്കിലും ഒക്വർ ചെയ്യാത്തത്. കോറിയോളിസ് ഫോഴ്സ് ഇല്ലാത്തത് കാരണമാണ് ഇക്വേറ്ററിൽ ഒക്വർ ചെയ്യാത്തത്. പിന്നെന്താ? സ്മോൾ വെർട്ടിക്കൽ വിൻഡ് ഷിയർ. ഓക്കെ, ഓൾറൈറ്റ്. പിന്നെന്താണ്? മോളിൽ ദർ ഷുഡ് ബി എ മോളിൽ ഒരു ഹൈ പ്രഷർ സിസ്റ്റം ഉണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ഗുഡ്. ഇത്രയും കണ്ടീഷൻസ് ആണ്. ആൻഡ് ഇതിൻ്റെ ഒരു എന്താ പറയുക, മോർഫോളജി പറയുമ്പോൾ എന്താണ്, ദിസ് ഹാസ് സംതിങ് കോൾഡ് ആസ്, ഇതിങ്ങനെ കറങ്ങി തിരിഞ്ഞാണല്ലോ, റൈറ്റ്? സോ ഓരോ സൈഡിലും എന്തുണ്ട്, റെയിൻ ബാൻഡ്സ് ഉണ്ട്. സോ ദർ ഇസ് സംതിങ് കോൾഡ് ആസ് റെയിൻ ബാൻഡ്സ്. ദെൻ ദർ ഇസ് എൻ ഐ. ഐ ഈസ് ദ റീജിയൻ ഓഫ് ലീസ്റ്റ് പ്രഷർ. ഐ ഈസ് ദ റീജിയൻ ഓഫ് ലീസ്റ്റ് പ്രഷർ, ഏറ്റവും കുറവ് പ്രഷർ. അതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ ഐസോതെർം വരയ്ക്കുമ്പോൾ എങ്ങനെ വരയ്ക്കുക? സോറി, ഐസോതെർം അല്ല, ഐസോബാർ. ഐസോബാർ എന്താ? റീജിയൻസ് ഹാവിങ് ദ സെയിം പ്രഷർ. അപ്പോൾ നമ്മളിവിടെ എന്താ വരയ്ക്കുക? ലെറ്റ്സ് സേ ലീസ്റ്റ് പ്രഷർ ആകുമ്പോൾ 0.1 ATM, 0.2 ATM, 0.9 ATM, 1 ATM. അപ്പോൾ ഈ ഹൈ പ്രഷറാണ് പുറത്ത്, അവിടെ നിന്ന് ഈ ഉള്ളിലേക്ക് അല്ലേ ലീസ്റ്റ് പ്രഷറിലേക്ക് പോകണം. അപ്പോൾ ഇതിങ്ങനെ കറങ്ങി തിരിഞ്ഞ് പൊന്തി ഇങ്ങനെ വരികയാണ് ആക്ച്വലി. ഇതിനാണ് ഐസോബാർ. സോ ട്രോപ്പിക്കൽ സൈക്ലോൺസിൻ്റെ ഐസോബാർസിൻ്റെ ഷേപ്പ് എന്താ? സർക്കുലാർ ആണ്, സർക്കുലർ ഐസോബാർസ് ആണ്. ഓക്കെ, ഐസോബാർസ് ആർ ലൈൻസ് ടു കണക്ട് പ്ലേസസ് ഹാവിങ് സെയിം പ്രഷർ. ഓക്കെ, സോ ഐ പറഞ്ഞു, ഐ ഈസ് ദ റീജിയൻ ഹാവിങ് ലീസ്റ്റ് പ്രഷർ. ഈ ഐയിൽ എന്താ സംഭവിക്കുന്നത്? ഈസ് റൈസിങ്, മുകളിൽ ട്രോപ്പോപോസിൽ പോയി ഇടിച്ചിട്ട് എന്ത് ചെയ്യും? ഇത് സിങ്ക് ചെയ്യും കൂടി ചെയ്യും. സിങ്ക് ചെയ്യുന്ന എയർ എന്ത് ചെയ്യും? ഹീറ്റ് ആവും. അത് കാരണമാണ് ഐൻ്റെ ഉള്ളിൽ എന്താ സംഭവം? കാം കണ്ടീഷൻസ് ആൻഡ് വാം ആണ്, വാം എയർ ആണ്. ഓക്കെ, ഇൻ ഐ. PYQയിൽ ഒരു ക്വസ്റ്റ്യൻ UPSC ഹാഡ് ആസ്ക്ഡ്, എന്താണ്, ഓൺലി സം സൈക്ലോൺസ് ഹാസ് ഐ, അല്ലേ? ട്രോപ്പിക്കൽ സൈക്ലോണിൽ മാത്രമേ ഐ ഉള്ളൂ, ഈ ഒരു സിസ്റ്റം കാണാൻ പറ്റുള്ളൂ. പിന്നെ ഉള്ളതാണ് ഐ വാൾ. ഐ വാളിൽ നല്ല വെലോസിറ്റി ആയിരിക്കും, എസ്പെഷ്യലി അതിൻ്റെ ഈസ്റ്റേൺ വാൾസിലായിരിക്കും ഏറ്റവും കൂടുതൽ ഫോഴ്സ്. അത്രേ ഉള്ളൂ. ഓക്കെ, സൈക്ലോൺസ്. പിന്നെ ഇതെവിടെ ഫോം ചെയ്യുക? ഓഷ്യൻസ് ആൻഡ് ദെൻ
വൺസ് ഇറ്റ് ക്രോസസ് ദ ലാൻഡ് മോയ്സ്ചർ സപ്ലൈസ് കട്ട് ഓഫ്. അപ്പോൾ അത് ഡിസിപ്പേറ്റ് ചെയ്യും. ഓക്കെ, ദ എനർജി സോഴ്സ് എവിടുന്ന? ലേറ്റൻറ്റ് ഹീറ്റ് ഓഫ് ഇവാപ്പറേഷൻ. ലേറ്റൻറ്റ് ഹീറ്റ് ഓഫ് ഇവാപ്പറേഷൻ. ഇവാപ്പറേഷൻ്റെ അത് കണ്ടൻസ് ആവുമ്പോൾ ആണ് ആ എനർജി റിലീസ് ആവുന്നത്. ഇത്രയാണ് ട്രോപ്പിക്കൽ സൈക്ലോൺസ്. ഓക്കെ, ഇതിൽ ഫ്രണ്ടൽ സിസ്റ്റം ഒന്നുമില്ല. പിന്നെ ഒരു സംഭവം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് കംസ് അണ്ടർ ദി ഇൻഫ്ലുവൻസ് ഓഫ് ട്രേഡ് വിൻഡ്സ്. അത് കാരണം ജനറലി ട്രോപ്പിക്കൽ സൈക്ലോൺസ് മൂവ് ടുവേർഡ്സ് ഈസ്റ്റ് ടു വെസ്റ്റ്, അല്ലേ? ഈസ്റ്റിൽ നിന്നും വെസ്റ്റിലേക്കാണ്. അതുകൊണ്ടല്ലേ ബേ ഓഫ് ബംഗാളിൽ ഉണ്ടാവുന്നത് എവിടേക്കാണ് പോകുന്നത്? നമ്മുടെ ഈസ്റ്റ് കോസ്റ്റ്. എവിടെ? ബംഗാൾ, ഒഡീഷ, തമിഴ്നാട്, അല്ലേ? ഈസ്റ്റ് കോസ്റ്റിൽ വയലന്റ് റെയിൻഫോൾ ഗ്രേഡ്. സോ ദാറ്റ് ഈസ് ട്രോപ്പിക്കൽ സൈക്ലോൺസ്. ദിസ് ഈസ് ടെമ്പറേറ്റ് സൈക്ലോൺസ്. ടെമ്പറേറ്റ് സൈക്ലോൺസ് ക്യാൻ ഒക്കർ എവിടെ? എന്തൊക്കെ കണ്ടീഷൻസ്? എവിടെ ഒക്കർ ചെയ്യാം? ഓഷ്യൻസിലോ, ബിക്കോസ് ലാൻഡിലോ, ബിക്കോസ് ഇറ്റ് ഈസ് എന്താണ്? എയർ, രണ്ട് കോൺട്രാസ്റ്റിംഗ് എയർ മാസസ് വന്ന് ഇടിച്ച് കോറിയോളസ് ഫോഴ്സ് കാരണം കറങ്ങുന്ന സിസ്റ്റമാണ് ഏത്? ടെമ്പറേറ്റ് സൈക്ലോൺസ്. അതിന് പല പേരുണ്ട്. മിഡ് ലാറ്റിറ്റ്യൂഡിനൽ സൈക്ലോൺസ് എന്ന് വിളിക്കാം, എക്സ്ട്രാ ടോപ്പിക്കൽ സൈക്ലോൺസ് എന്ന് വിളിക്കാം, ഫ്രണ്ടൽ സൈക്ലോൺസ് എന്ന് വിളിക്കാം. 3-4 പേരുണ്ട്. ഓക്കെ, സോ ഹിയർ ഈസ് ദ സ്റ്റേഷനറി ഫ്രണ്ട്. എന്നിട്ട് എന്ത് ചെയ്യുന്നു? കോൾഡ് ഫ്രണ്ടും വാം ഫ്രണ്ടും ഉണ്ട്. സോ ഹിയർ യു ക്യാൻ സീ ദ ഐസോബാർ. നോക്കൂ, വി ഷേപ്പ് അല്ലേ? ഇതാണ് മെയിൻ ഡിഫറൻസ്. ട്രോപ്പിക്കൽ സൈക്ലോൺസിലെ ഐസോബാർസ് ആർ സർക്കുലർ. ഹിയർ യു വിൽ ഫൈൻഡ് വി ഷേപ്ഡ് ഐസോബാർസ്. ഓക്കെ, വി എന്നായിരിക്കും. സോ ദാറ്റ് ഈസ് അനദർ ഡിഫറൻസ്. ആൻഡ് ഇതിൻ്റെയൊക്കെ ഒരു ഇത് രണ്ടിൻ്റെ ഒരു മഴയുടെ, ഇഫ് യു ടോക്ക് അബൌട്ട് ദ പ്രസിപ്പിറ്റേഷൻ, വാട്ട് വിൽ ബി ദ ഡിഫറൻസ്? ട്രോപ്പിക്കൽ യൂണിഫോം ആണ്. നമ്മളൊരു വാം ഫ്രണ്ട് കോൾഡ് ഫ്രണ്ട് ഒന്നും പറയുന്നില്ല. പക്ഷേ ഇവിടെ കോൾഡ് ഫ്രണ്ടിൽ നമ്മൾ നേരത്തെ പറഞ്ഞ അതേപോലത്തെ അക്യുമുലോനിംബസ്, അല്ലേ? ഹെവി റെയിൻഫോൾ ആയിരിക്കും. വാം ഫ്രണ്ട് കണ്ടീഷൻസിൽ ലൈറ്റ് പ്രസിപ്പിറ്റേഷൻ, നിംബോ സ്ട്രാറ്റസ് പോലത്തെ അത്രയ്ക്ക് മഴയില്ലാത്ത ക്ലൗഡ്സ് ആയിരിക്കും, അല്ലേ? എനി പ്രോബ്ലം? ക്ലിയർ അല്ലേ? ഓക്കെ, ദെൻ ഇതിനൊരു എക്സാമ്പിൾ ആണ് മെഡിറ്ററേനിയൻ റീജിയനിൽ നിന്നും ഫോമായി ഇന്ത്യയിലേക്ക് വരുന്ന വെസ്റ്റേൺ ഡിസ്റ്റർബൻസസ്. ആരാ വെസ്റ്റേൺ ഡിസ്റ്റർബൻസസിനെ കൊണ്ടുവരുന്നത്? ജെറ്റ് സ്ട്രീംസ് ആണ്. ജെറ്റ് സ്ട്രീംസ് ആണ് ഇങ്ങോട്ട് ഉന്തി കൊണ്ടുവരുന്നത്. ഓക്കെ, ഏത് സീസണിലാണ് വരിക? നമ്മുടെ വിന്റർ സീസൺ. ആൻഡ് ഇറ്റ് ബ്രിങ്സ് റെയിൻഫോൾ ആൻഡ് ഇറ്റ് ഈസ് ഗുഡ് ഫോർ ദി റാബി സീസൺ, റാബി ക്രോപ്സ്. ഓക്കെ, ഈ വെസ്റ്റേൺ ഡിസ്റ്റർബൻസ് വരുന്ന സമയത്ത് രാത്രികൾ എങ്ങനെയായിരിക്കും? ഇനി പർട്ടിക്കുലാരിറ്റി? ഹ്യൂമിഡിറ്റി. ഇറ്റ് വിൽ ബി വെരി വാം. കാരണം കുറേ ക്ലൗഡ്സ് വരില്ലേ? ക്ലൗഡ്സ് വന്നിട്ട് കുറേ ക്ലൗഡ് കവർ വരും നോർത്ത് ഇന്ത്യയിൽ. അപ്പോൾ ഈ ലാൻഡ് എന്ത് സംഭവിക്കില്ല? ലാൻഡിൽ ഹീറ്റ് ഡിസിപ്പേഷൻ നടക്കില്ല. ദ ഹീറ്റ് ഗെറ്റ്സ് ട്രാപ്ഡ്. സോ വെസ്റ്റേൺ ഡിസ്റ്റർബൻസസ് വരുമ്പോൾ ഒരു ഫീച്ചറാണ്, ഡിസ്റ്റിങ് ഫീച്ചറാണ്, നൈറ്റ്സ് ആർ വെരി വാം ബിക്കോസ് ഓഫ് ദി ക്ലൗഡ് കവർ. ഓക്കെ, cloud cover like a blanket. That's why long wave radiation നമ്മൾ നേരത്തെ പറഞ്ഞ കൺസെപ്റ്റ്. ഓക്കെ, ഇനി ഒരു സ്റ്റേറ്റ്മെന്റ് തരികയാണ്. തരികയല്ല, യു ക്യാൻ ജസ്റ്റ് റീഡ്. ആൻറ്റി സൈക്ലോൺസ് ഏത് സൈക്ലോണിൻ്റെ കൂടെയാണ് വരുന്നത്? ട്രോപ്പിക്കൽ സൈക്ലോൺ ആണോ ടെമ്പറേറ്റ് സൈക്ലോൺ ആണോ? ഇറ്റ് ഈസ് ടെമ്പറേറ്റ് സൈക്ലോൺസ്. ആൻറ്റി സൈക്ലോൺസ് ഓൾവേസ് ഗെറ്റ് ഫോംഡ് അലോങ് വിത്ത് ടെമ്പറേറ്റ് സൈക്ലോൺ. അതുകൂടി ഓർത്തിരിക്കുക. എന്നിട്ട് ഈ ആൻറ്റി സൈക്ലോൺ എന്താണ്? ഹൈ പ്രഷർ അല്ലേ? ഈ ഹൈ പ്രഷർ ഈ ലോ പ്രഷർ സിസ്റ്റത്തിനെ മൂവ് ചെയ്ത് കൊണ്ടുപോകുന്നൊക്കെയാണ് പറയുന്നത്. ഓക്കെ, ഒരു ഫാക്റ്റ് ആയിട്ട് ഓർത്തിരിക്കുക. ദെൻ ഡിഫറൻസ് ബിറ്റ്വീൻ ട്രോപ്പിക്കൽ ആൻഡ് ടെമ്പറേറ്റ് ഒരു ഫേവറേറ്റ് ഏരിയ ആണ്. ഏറ്റവും കൂടുതൽ വെലോസിറ്റി ആയിരിക്കാം ട്രോപ്പിക്കൽ. ഏറ്റവും കൂടുതൽ ഏരിയ കവർ ചെയ്യുന്ന ആരാ? ടെമ്പറേറ്റ്. കാരണം വാം ഫ്രണ്ട് കവേഴ്സ് എ ലാർജ് ഏരിയ. ടോളർ ട്രോപ്പിക്കൽ ബിക്കോസ് ഓഫ് ദി കൺവെക്ഷൻ, അല്ലേ? ഈസ്റ്റ് വെസ്റ്റ് ആണ് ട്രോപ്പിക്കൽ ബിക്കോസ് ഓഫ് ദി ട്രേഡ് വിൻഡ്സ്. വെസ്റ്റേർലീസ് കാരണം ടെമ്പറേറ്റ് സൈക്ലോൺസ് ഗോസ് ഫ്രം വെസ്റ്റ് ടു ഈസ്റ്റ്. ഞാൻ പറഞ്ഞു വി ഷേപ്ഡ് ആണ്, അല്ലേ? ടെമ്പറേറ്റ്. സർക്കുലർ ആണ് ട്രോപ്പിക്കൽ. ആരെ പ്രഡിക്റ്റബിൾ? ടെമ്പറേറ്റ് സൈക്ലോൺ. കാരണം അതുകൊണ്ടല്ലേ വെസ്റ്റേൺ ഡിസ്റ്റർബൻസ് വരുന്ന എപ്പോഴും നമുക്ക് പറയാൻ പറ്റുന്നത്. സോ ദേ ആർ മോർ പ്രഡിക്റ്റബിൾ. ട്രോപ്പിക്കൽ ആർ നോട്ട് പ്രഡിക്റ്റബിൾ. ട്രോപ്പിക്കൽ കടലിൽ മാത്രമേ ഉണ്ടാവുന്നുള്ളൂ. ടെമ്പറേറ്റ് ക്യാൻ ഒറിജിനേറ്റ് ഓവർ ബോത്ത് ലാൻഡ് ആൻഡ് സീ. ഓക്കെ, പ്രഷർ ഗ്രേഡിയൻ്റ് ഏറ്റവും കൂടുതൽ ആർക്കാ? ട്രോപ്പിക്കൽ. ലോജിക്കലി ആലോചിച്ചാലും പ്രഷർ ഗ്രേഡിയൻ്റ് കൂടുമ്പോഴല്ലേ വിൻഡ് വെലോസിറ്റി കൂടി ഹെവി റെയിൻഫോൾ വരുള്ളൂ. സോ ദാറ്റ്സ് വൈ ട്രോപ്പിക്കൽ ഈസ് മോർ വയലന്റ്. സോ ഇത്രയാണ് ഇതിൻ്റെ ഡിഫറൻസ്. ദെൻ യെസ്, ഇത് ഒരു പോയിന്റ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. വൈ ഈസ് മോർ സൈക്ലോൺസ് ഒക്കറിങ് ഇൻ ബേ ഓഫ് ബംഗാൾ ദാൻ ഇൻ അറേബ്യൻ സീ? പക്ഷേ ട്രെൻഡ് മാറിക്കൊണ്ടിരിക്കുക. മേ ബി ആഫ്റ്റർ 10 years we may say that Arabian Sea may be having more
cyclones because Arabian Sea is getting warmer compared to any other seas in the world. Okay, IPCC റിപ്പോർട്ട് പ്രകാരം. സോ എന്തൊക്കെ കണ്ടീഷൻസ്? ഒന്ന്, ബേ ഓഫ് ബംഗാളിൽ ഷാലോ ആണ്, ആഴം കുറവാണ്, അപ്പോൾ വാട്ടർ ഗെറ്റ്സ് ഹീറ്റഡ് വെരി ക്വിക്ലി. ഓക്കെ, ഹൈ ഫ്രഷ് വാട്ടർ ഇൻഫ്ലോ. ഫ്രഷ് വാട്ടർ വരുമ്പോൾ എന്താ? സാലിനിറ്റി കുറയും. സാലിനിറ്റി കുറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ ബോയിലിംഗ് പോയിന്റ് വാട്ടർ ഐ എം നോട്ട് ഗോയിങ്, ഇന്നലെ ഞാൻ പറഞ്ഞതാണ് സർ, ഇന്നലെ നമ്മൾ പറഞ്ഞ ഒരേ ഒരു പോയിന്റ് അതാണ്, ഹൈ ഫ്രഷ് വാട്ടർ കാരണം. യെസ് ഹൈ സീ സർഫസ് ടെമ്പറേച്ചർ. ഓക്കെ, ദെൻ റെമനൻസ് ഓഫ് പസഫിക്. ഇവിടുന്ന് ഇന്തോനേഷ്യയിൽ നിന്ന് ഇങ്ങനെ ആര് വരും? ലോ പ്രഷർ സിസ്റ്റംസ് ബേ ഓഫ് ബംഗാളിലേക്ക് കയറി വരും, സ്ട്രേറ്റ് ഓഫ് മലക്ക വഴി. അങ്ങനെ ആ ലോ പ്രഷർ ഇൻറ്റൻസിഫൈ ചെയ്യും. ഇത്രയും കാരണങ്ങൾ കാരണമാണ് മോർ സൈക്ലോൺസ് ഇൻ ബേ ഓഫ് ബംഗാൾ. പ്രഷർ ജിയോസ്ട്രോഫിക് വിൻഡ്സ് ഒരു തിയററ്റിക്കൽ വിൻഡാണ് വെൻ PGF-ഉം കോറിയൽ ഫോഴ്സും ബാലൻസ് ചെയ്യുമ്പോൾ. ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ജിയോസ്ട്രോഫിക് വിൻഡ്സ് ആർ പാരലൽ ടു ഐസോബേർസ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഒരു എക്സാമ്പിൾ ഏതായിരിക്കും? ജെറ്റ് സ്ട്രീംസ്. ജെറ്റ് സ്ട്രീംസ് ആർ ജിയോസ്ട്രോഫിക് വിൻഡ്. ജെറ്റ് സ്ട്രീംസ് എങ്ങനെ ബ്ലോ ചെയ്യുന്നത്? സബ് ട്രോപ്പിക്കൽ അല്ലേ? എന്തൊക്കെയാണ് ജെറ്റ് സ്ട്രീംസിൻ്റെ പേര്? സബ് ട്രോപ്പിക്കൽ സബ് ട്രോപ്പിക്കൽ ജെറ്റ് സ്ട്രീം അല്ലേ? സബ് ട്രോപ്പിക്കൽ വെസ്റ്റേർലി ജെറ്റ് സ്ട്രീം, ട്രോപ്പിക്കൽ ഈസ്റ്റേർലി ഇങ്ങനെ വരുന്നതാണ്, നമ്മുടെ ഇന്ത്യയുടെ കേസിൽ മാത്രമേ ഉള്ളൂ. പക്ഷെ ദെൻ ദർ ഇസ് പോളാർ ജെറ്റ് സ്ട്രീം അല്ലേ? സോ ജിയോസ്ട്രോഫിക് വിൻഡ് ഈസ് എ തിയററ്റിക്കൽ വിൻഡ് ആൻഡ് ഇറ്റ് ഫ്ലോസ് പാരലൽ ടു ഐസോബാർ. ഇത്രയും ഓർത്തിരിക്കുക. ദെൻ വി ക്യാൻ ടോക്ക് അബൌട്ട് ജെറ്റ് സ്ട്രീംസ്. ജെറ്റ് സ്ട്രീംസ് എങ്ങനെയാണ് ഒക്കർ ചെയ്യുന്നത്? ഇറ്റ് ഒക്കേഴ്സ് വെൻ ദർ ഈസ് എ കോൺട്രാസ്റ്റിംഗ് എയർ മാസസ് മീറ്റ്. അതായത് നമ്മുടെ ഹാഡ്ലി ഫെറൽ ഉണ്ടല്ലോ, ഈ ഹാഡ്ലിയുടെയും ഫെറലിൻ്റെയും പോളാർ വിൻഡ്, ഇതിൻ്റെ എല്ലാം ഈ ഇന്റർസെക്ട് ചെയ്യുന്ന ഈ പോയിന്റിൽ അറ്റ് എ ഹൈ ആൾട്ടിറ്റ്യൂഡിലാണ് ഈ ജെറ്റ് സ്ട്രീം. എന്നിട്ട് അതങ്ങനെ ഭൂമിക്ക് ചുറ്റും കറങ്ങിക്കൊണ്ടേയിരിക്കും. യൂഷ്വലി വെസ്റ്റേർലീസ് ആണ് ഇത്. ഐ മീൻ യൂഷ്വലി മൂവ്സ് ഫ്രം വെസ്റ്റ് ടു ഈസ്റ്റ്. ഓക്കെ, സോ എവിടെ ഡെവലപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഡിഫറിങ് ടെമ്പറേച്ചർ ഉള്ള എയർ മാസസ് നമ്മളെ ഫ്രണ്ട് പോലെയാണ്. അങ്ങനെയാണെങ്കിൽ ജെറ്റ് സ്ട്രീം ഏറ്റവും സ്ട്രോങ് ഏത് സീസണിലാവും? വിന്റർ സീസണിലാണ്. കാരണം ഏറ്റവും കൂടുതൽ കോൺട്രാസ്റ്റ് ബിറ്റ്വീൻ ഹാഡ്ലി ആൻഡ് ഫെറൽ ഏതിനായിരിക്കും? വിന്റർ സീസൺ. കാരണം ഫെറൽ വിൽ ബി മോർ കോൾഡ് അല്ലേ? മനസ്സിലായോ നിങ്ങൾക്ക്? എനി ഡൗട്ട്? വരയ്ക്കുക. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കൂ. അതായത് ഞാൻ പറഞ്ഞ എന്താ? ഡിഫറിങ് ടെമ്പറേച്ചർ ഓഫ് എയർ മാസസ് അറ്റ് എ ഹൈ ആൾട്ടിറ്റ്യൂഡ് മീറ്റ് ചെയ്യുമ്പോൾ, അതായത് ഹാഡ്ലി ഫെറൽ മീറ്റ് ചെയ്യുമല്ലോ, അവിടെയാണ് ആര് വരുന്നത്? സബ് ട്രോപ്പിക്കൽ വെസ്റ്റേർലി ജെറ്റ് സ്ട്രീം വരുന്നത്. അത് മനസ്സിലായോ? കോൺട്രാസ്റ്റിംഗ് എയർ മാസ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഞാൻ പറഞ്ഞത് എന്താ? വിന്റർ മാസങ്ങളിലാണ് ഈ ജെറ്റ് സ്ട്രീംസിന്റെ വെലോസിറ്റി കൂടുക. കാരണം വിന്റർ മാസങ്ങളിലാണ് ഈ ഇതിന്റെ എയർ അല്ലേ ടെമ്പറേച്ചർ നോർത്തേൺ ഹെമിസ്ഫിയർ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ സംഭവം. സോ അത് കാരണം. ഓൾറൈറ്റ്, ദെൻ യെസ്, ചില സമയത്ത് ഇത് മിയാൻഡർ ചെയ്യും. എപ്പോഴാണ് മിയാൻഡർ ചെയ്യുക? ഏത് സീസണിലാണ് മിയാൻഡറിങ് ടെൻഡൻസി കൂടാൻ ചാൻസ്? അങ്ങനെയാണെങ്കിൽ എങ്ങനെയായിരിക്കും മിയാൻഡർ ചെയ്യുന്നത്? ഇപ്പം നല്ല സ്പീഡിലൊരു നദി മിയാൻഡർ ചെയ്യുമോ? ഇല്ല, കാരണം അത് ഇറോഡ് ചെയ്ത് പോകും. അപ്പോൾ അതിൻ്റെ മെച്യൂർ സ്റ്റേജിലാണ് അതിന് മിയാൻഡർ ചെയ്യാനുള്ള ടെൻഡൻസി. അതായത് അതിൻ്റെ സ്പീഡ് കുറയുമ്പോൾ, അതിൻ്റെ ഗ്രേഡിയൻ്റ് അല്ലെങ്കിൽ സ്ലോപ്പ് കുറയുമ്പോൾ, സ്ലോപ്പ് കൂടുതൽ, സ്ലോപ്പ് തന്നെയാണല്ലോ നമ്മുടെ PGF-ഉം അല്ലേ, ഗ്രേഡിയൻ്റ് ആണ്. അപ്പോൾ സ്ലോപ്പ് പരന്നിരിക്കുന്ന സമയത്ത്, ഐ മീൻ ഫ്ലാറ്റ് ആയിരിക്കുന്ന സമയത്ത് നദി എന്ത് ചെയ്യും? മിയാൻഡർ ചെയ്യും. അതേപോലെ തന്നെയാണ് ഗ്രേഡിയൻ്റ് കുറയുമ്പോൾ ജെറ്റ് സ്ട്രീമും മിയാൻഡർ ചെയ്യും. അപ്പോൾ ഏത് സീസണിലായിരിക്കും? സമ്മർ സീസണിലായിരിക്കും ഇത് മിയാൻഡർ ചെയ്യാനുള്ള പോസിബിലിറ്റി കൂടുതൽ. വിന്ററിൽ നല്ല PGF ആയത് കാരണം നേരെ അങ്ങ് പോകും. ഓക്കെ, ഓൾറൈറ്റ്. വിന്ററിൽ മിയാൻഡർ ഇല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. മിയാൻഡറിങ് നടക്കുന്നത് എപ്പോഴേ ഉള്ളൂ? ജിയോഗ്രഫിയിൽ എനിത്തിങ് ഈസ് പോസിബിൾ. ഓക്കെ, മിയാൻഡർ ചെയ്യുന്നത് ഇത് വീക്ക് ആവുമ്പോഴാണ്. അങ്ങനെ മിയാൻഡർ ചെയ്യുന്ന ഇതിനെ വിളിക്കുന്ന പേരാണ് റോസ്ബി വേവ്സ്. ഓക്കെ, ഇനി വേറൊരു സ്റ്റേറ്റ്മെന്റ്, ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കിയാൽ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇക്വട്ടോറിയൽ എക്സ്റ്റൻഷൻ ഓഫ് ജെറ്റ് സ്ട്രീം ഈസ് മോർ ഇൻ വിന്റർ. സബ് ട്രോപ്പിക്കൽ, അത് ഏത് ജെറ്റ് സ്ട്രീമാ? സബ് ട്രോപ്പിക്കൽ വെസ്റ്റേർലി ജെറ്റ് സ്ട്രീം ഓർത്താൽ മതി. സബ് ട്രോപ്പിക്കൽ വെസ്റ്റേർലി ജെറ്റ് സ്ട്രീം ഇക്വട്ടോറിയൽ എക്സ്റ്റൻഷൻ ഏറ്റവും കൂടുതൽ വിന്ററിലാണെന്നാണ് പറയുന്നത്. അത് കണ്ടിട്ടായോ നിങ്ങൾക്ക്? എന്തുകൊണ്ടായിരിക്കും? പ്രഷർ ബെൽറ്റ് ഇങ്ങോട്ട് ഷിഫ്റ്റ് ആവും. എന്താണ് നമ്മൾ ഫസ്റ്റ് ആയിരുന്നു? ഹാഡ്ലി ഫെറൽ സെല്ല് കുറച്ചുകൂടി ഇങ്ങോട്ട് വരും അല്ല, ഇക്വേറ്ററിനോട് അടുത്തേക്ക് വരുമ്പോൾ
സബ് ട്രോപ്പിക്കൽ വെസ്റ്റേർലി ജെറ്റ് സ്ട്രീം ഒന്നും കൂടി ഇക്വേറ്ററിന്റെ അടുത്തേക്ക് വരും. അത് എപ്പോഴാണ് നടക്കുന്നത്? വിന്ററിലായിരിക്കും. ഓക്കെ. യെസ്, പല ടൈപ്പ് ജെറ്റ് സ്ട്രീം. ട്രോപ്പിക്കലി ഈസ്റ്റേർലി ജെറ്റ് സ്ട്രീം നമ്മുടെ മൺസൂണിന്റെ കേസിലാണ്. അത് ഞാൻ ഇന്ത്യൻ മൺസൂൺ എന്ന് പറയുമ്പോൾ പറയാം. സോ യൂഷ്വലി ദേ ആർ വെസ്റ്റേർലീസ് ബട്ട് ഈസ്റ്റേർലി ജെറ്റ് സ്ട്രീംസ് ഓൾസോ ഒക്കേഴ്സ്. ഓക്കെ. യെസ്, ഈ ജെറ്റ് സ്ട്രീം എന്ത് ചെയ്യും? ചില സമയത്ത് പിന്നെ ആവേശം കയറിയിട്ട് സ്ട്രാറ്റോസ്ഫിയറിലേക്ക് കയറും. സ്ട്രാറ്റോസ്ഫിയറിൽ പോകുമ്പോൾ എന്ത് കൊണ്ടുപോകും? കുറച്ച് മോയ്സ്ചറും കൊണ്ടുപോകും, കുറച്ച് ക്ലോറോ ഫ്ലൂറോ കാർബണും കൊണ്ടുപോകും. എന്ത് ചെയ്യും? ഓസോൺ ഡിപ്ലീഷനും ജെറ്റ് സ്ട്രീം ചെയ്യും. മനസ്സിലായോ? ജെറ്റ് സ്ട്രീം ഇറ്റ് സംടൈംസ് ഇറ്റ് ക്യാൻ ഗോ അപ് ടു ഹയർ ആൾട്ടിറ്റ്യൂഡ്സ്. സോ ഓസോൺ ഡിപ്ലീറ്റിംഗ് സബ്സ്റ്റൻസ് എല്ലാം കൊണ്ടുപോയി ഓസോൺ ഡിപ്ലീഷൻ എല്ലാം ചെയ്യുന്നുണ്ട്. പിന്നെ എന്താ ചെയ്യുന്നത്? ഓക്കെ, നൗ ഈ മിയാൻഡർ ചെയ്യുന്ന സമയത്ത് യു ക്യാൻ സീ ദിസ് റോസ്ബി വേവ് ആയിട്ട് നടക്കുന്ന സമയത്ത്, സോ ദിസ് തിങ് ഈസ് ഹാപ്പനിങ് ഇൻ ദി ഹൈ ആൾട്ടിറ്റ്യൂഡ് അല്ലേ, നല്ല ഹൈറ്റിൽ നടക്കണം. അപ്പോൾ ഹിയർ യു ക്യാൻ സീ എയർ ഇവിടെ മൊത്തം കൺവേർജ് ചെയ്യാണ്. കൺവേർജ് ചെയ്ത് ഇവിടെ നിന്ന് പോകുമ്പോൾ അത് റിലീസ് ആവുകയാണ്. അപ്പോൾ ഇവിടെ ഒരു വാക്വം പോലത്തെ ഒരു സംഭവം ക്രിയേറ്റ് ചെയ്യും, ഇവിടെ വന്ന് ഫില്ല് ചെയ്യുകയും ചെയ്യും. അപ്പോൾ എന്തായി? നിലത്ത് ഒരു ലോ പ്രഷർ ക്രിയേറ്റ് ആയി. അപ്പോൾ മിയാൻഡറിങ്, ജസ്റ്റ് ഇങ്ങനെ പഠിച്ചാൽ മതി, മിയാൻഡറിങ് ജെറ്റ് സ്ട്രീംസ് ക്രിയേറ്റ് അൾട്ടർനേറ്റ് ലോ പ്രഷർ ഹൈ പ്രഷർ കണ്ടീഷൻസ് ഓവർ ദി ഗ്രൗണ്ട് ഓൾസോ. ഓക്കെ. അപ്പോൾ ഇവിടെ ഇതുണ്ട്, ഒരു ടൈറ്റ് ആവുമല്ലേ എയർ. അപ്പോൾ ഇതെന്താ? ഇവിടുന്ന് എയർ സിങ്ക് ചെയ്യണം ആക്ച്വലി. അപ്പോൾ ഇവിടെ ഗ്രൗണ്ടിൽ ഹൈ പ്രഷർ ക്രിയേറ്റ് ചെയ്തു. ഇവിടെ അത് എക്സ്പാൻഡ് ചെയ്ത് ഇവിടെ ഒരു വാക്വം വരികയാണ്. ഈ ഒരു സ്പേസിൽ വാക്വം വരുമ്പോൾ ഇവിടെ ഫില്ല് ചെയ്യാൻ വരികയാണ് താഴ്ത്തുന്നത്. അപ്പോൾ എയർ റൈസ് ചെയ്യുമ്പോൾ ഇവിടെ ഏത് പ്രഷറാണ് ക്രിയേറ്റ് ആവുക? ലോ പ്രഷർ. പ്രശ്നമുണ്ടോ? എന്താ പ്രോസസ് ചെയ്യണോ? പ്രോസസ് ചെയ്യും. സോ ഇവിടെ ഇങ്ങനെ കൂടി വരികയല്ലേ എയർ, കൂടി വന്നിട്ട് ഈ എയറിന് എങ്ങോട്ടെങ്കിലൊക്കെ പോകണം. ഇത് എങ്ങോട്ട് പോകുന്നത്? സിങ്ക് ചെയ്യും, താഴത്തേക്ക് അങ്ങ് സിങ്ക് ചെയ്യും. അവിടെ ഹൈ പ്രഷർ ക്രിയേറ്റ് ആയി. ഇതിങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് പോയപ്പോൾ ഇവിടെ ഇങ്ങനെ ചെതറി, ഇവിടെ ഞാൻ ആരുമില്ല ഫില്ല് ചെയ്യാൻ. അപ്പോൾ എവിടെ നിന്നാണ് വന്ന് ഫില്ല് ചെയ്യുന്നത്? ഇതിൻ്റെ താഴത്തെ സിസ്റ്റത്തിൽ നിന്നാണ് വന്ന് ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ ലോ പ്രഷറായി. അപ്പോൾ ഇവിടെ ഇങ്ങനെ വന്ന് കയറി. അപ്പോൾ ഇറ്റ് ക്രിയേറ്റ്സ് അൾട്ടർനേറ്റ് സൈക്ലോണിക് ആൻഡ് ആൻറ്റി സൈക്ലോണിക് കണ്ടീഷൻസ്. ആര്? റോസ്ബി വേവ്സ്, മിയാൻഡറിങ് ജെറ്റ് സ്ട്രീംസ്. ഈ കണ്ടീഷൻസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്, ഇത് വായിച്ചാൽ മതി. എഡ്ജിൽ കൺവേർജൻസ് നടക്കുന്ന സ്ഥലത്ത് ഇതിൻ്റെ താഴെ ഹൈ പ്രഷറാണ് വരിക. ഇത് രണ്ടും വായിച്ചാൽ മതി. ഞാൻ ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് ഡൗട്ട് വരുന്ന എനിക്ക് തോന്നിയായിരുന്നു. ഐ ഹാവ് പുട്ട് ഇറ്റ്, ജസ്റ്റ് ലേറ്റർ റീഡ് ഇറ്റ്. ഓക്കെ. പിന്നെ നമുക്ക് പറയേണ്ടത് എന്താണ്? വാക്കർ സെൽ. ഓക്കെ, എന്താ? എനിത്തിങ് ഇല്ലല്ലോ. ഓക്കെ. ആൻറ്റി സൈക്ലോൺസ്, ജെറ്റ് സ്ട്രീംസ്. യെസ്, ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് വാക്കർ സെൽ. വാക്കർ സെൽ എന്ന് പറയുന്നത് നമുക്കറിയാം എവിടെ നടക്കുന്ന ഫിനോമിന? പസഫിക് ഓഷ്യനിൽ. യൂഷ്വലി ദർ ഇസ് ട്രേഡ് വിൻസ് അല്ലേ. ട്രേഡ് വിൻസ് കാരണം ദർ ഇസ് ഇക്വട്ടോറിയൽ, നോർത്ത് ഇക്വട്ടോറിയലും സൗത്ത് ഇക്വട്ടോറിയലും കറൻസ് ഉണ്ട്. നമ്മൾ ഈ വാക്കർ സെൽ എല്ലാം ഡൊമിനൻ്റ്ലി നമ്മൾ പറയുന്നത് സദേൺ ഹെമിസ്ഫിയറിലല്ലേ, അല്ലേ? സൗതേൺ ഹെമിസ്ഫിയറിലാണല്ലോ എൽനിനോ ലാനിനോ ഒക്കെ നമ്മൾ പറയുന്നത്. സോ യൂഷ്വലി ദർ ഇസ് എ പൈലിംഗ് അപ്പ് ഓഫ് വാം വാട്ടർ ഇൻ ദി ഏത് കോസ്റ്റാ? ഓസ്ട്രേലിയൻ കോസ്റ്റ്. യൂഷ്വലി അപ്പോൾ ഇവിടെ എന്താണെന്ന് നമുക്ക് പറയാം, ഇവിടെ ലോ പ്രഷറും ഇവിടെ ഹൈ പ്രഷറുമാണ്. അതായത് പെറു കോസ്റ്റിൽ യൂഷ്വലി നോർമൽ സിനാരിയോയിൽ ഇവിടെ ഹൈ പ്രഷറാണ്. കാരണം എന്താ അറിയോ? ഇവിടുത്തെ വാട്ടർ എന്ത് ടൈപ്പാ? പെറുവിന്റെ കോസ്റ്റിൽ എന്ത് കറണ്ടാ ഉള്ളത്? ഹംബോൾട്ട് കറന്റ്. പെറു അതെന്ത് കറണ്ടാ? കോൾഡ് കറന്റ്. കോൾഡ്, അപ്പൊ എയറും കോൾഡ് ആണ് അല്ലേ? ആ കോൾഡ് എയർ അവിടെ സിങ്ക് ചെയ്ത് ഇങ്ങനെ ഇരിക്കും. അത് കാരണം ഇവിടെ ഹൈ പ്രഷറാണ്, റൈറ്റ്? ഇവിടെ ഹോട്ട് എയർ ആണ്, ഐ മീൻ ഡ്യൂ ടു ദി അക്യുമുലേഷൻ. ട്രേഡ് വിൻഡ് എന്ത് ചെയ്യും? വാം വാട്ടർ ഇവിടെ അക്യുമുലേറ്റ് ചെയ്യും. വാം വാട്ടർ റൈസസ്, ക്രിയേറ്റ്സ് ലോ പ്രഷർ. എന്നിട്ട് ഇതിങ്ങനെ കംപ്ലീറ്റ് ചെയ്യും. ഇതിനെയാണ് വാക്കർ സെൽ എന്ന് പറയുന്നത്. ഈ സിറ്റുവേഷൻ വീക്കൻ ചെയ്യും ചില സമയത്ത്. എന്നിട്ട് എന്താ സംഭവിക്കുക? അതിന്റെ ഉൾട്ട ഓപ്പോസിറ്റ് സിനാരിയോ നടക്കും. എന്താ സംഭവിക്കുക? നമ്മുടെ ഇവിടെ അക്യുമുലേറ്റ് ചെയ്യുന്ന വാം വാട്ടർ തിരിച്ച് അങ്ങോട്ട് പോകും. അവിടെ പോയിട്ട് നമ്മുടെ യൂഷ്വലി കോൾഡ് ഉള്ള സ്ഥലത്ത് വാം വാട്ടർ അക്യുമുലേറ്റ് ചെയ്യും. അതായത് ഈസ്റ്റേൺ പസഫിക് ഗെറ്റ്സ് വാർമർ. സോ ദിസ് വാർമിംഗ് ഫേസ് ഓഫ് പസഫിക്, ഈസ്റ്റ് പസഫിക് എന്നൊന്നും ചില സമയത്ത് അവർ പറയില്ല. വാർമിംഗ് ഫേസ് ഓഫ് പസഫിക് എന്ന് ചില സമയത്ത് അവർ പറയുള്ളൂ. ദാറ്റ് ഈസ് എൽനിനോ. ഓക്കെ. ആൻഡ് എന്താ സംഭവം നടക്കുന്നത്? യൂഷ്വലി ഈ പെറു കോസ്റ്റിൽ എന്താ അപ്വെല്ലിംഗ് അല്ലേ നടക്കാറ്? അപ്വെല്ലിംഗ് സ്റ്റോപ്പ് പോകും. അപ്വെല്ലിംഗ് കൊണ്ട് അവിടെ എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ അവർക്ക്? ആക്ച്വലി ഫിഷിംഗ്. യെസ്, അപ്വെല്ലിംഗ് കാരണം എന്താ നടക്കുന്നത്? ഈ ഓഷ്യൻ ബോട്ടത്തിൽ നിന്നും മിനറൽസും നല്ല ന്യൂട്രിയൻസും അല്ലേ, ഫ്രഷ് ആയിട്ടുള്ള വാട്ടർ എല്ലാം വരും. സോ ഫിഷിംഗ് അവിടെ എന്താവും? ബ്ലോക്ക് ആവും. ആൻഡ് ഓൾസോ വാട്ട് ഹാപ്പൻസ്? ഇവിടെ മഴ പെയ്യും അല്ലേ? മഴ എന്ന് പറഞ്ഞാൽ ഇറ്റ് ബിക്കംസ് ഫ്ലഡ് കണ്ടീഷൻസ് ആവും. ഇവിടെ എന്താ നടക്കുന്നത്? ഇവിടുന്ന് ഇങ്ങോട്ട് പോവല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ദർ ഇസ് എ വാക്വം. ഇവിടെ പകരം അപ്വെല്ലിംഗ് നടക്കും.
അപ്വെല്ലിങ് നടന്ന് ഇവിടെ കോൾഡ് കണ്ടീഷൻസ് ആവും. അപ്പോൾ ആർക്കാ നഷ്ടം? ആർക്കാ അത് ഡാമേജ് ചെയ്യുന്നത്? കോറൽ റീഫ്സ്. കാരണം ഇവിടെ കോറൽ റീഫ്സ് ഉണ്ട്. കോറൽ റീഫ്സ് ഗെറ്റ്സ് ബ്ലീച്ച്ഡ്. ആൻഡ് ഓൾസോ യൂഷ്വലി ഇവിടെ മഴ കിട്ടും അല്ലേ? ഇവിടെ ഈ ഈസ്റ്റ് ഓഫ് ഓസ്ട്രേലിയയിൽ ഒരു ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റ് ഉണ്ടല്ലോ, എന്താ അതിൻ്റെ പേര്? നമുക്ക് ഡിസ്കസ് ചെയ്യാം. കേട്ടില്ല? അറിയോ? ഈസ്റ്റ് ഓഫ് ഓസ്ട്രേലിയ വളരെ ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റുകളുടെ പേര് പറയൂ. ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റ് വേൾഡ് വൈഡ്. ആമസോൺ, കോങ്കോ. കോങ്കോന് വേറൊരു പേര് കൂടി ഉണ്ട്, ഇട്ടൂരി. ഇട്ടൂരി എന്ന് പറയുന്നത് നദി ഉണ്ട് അവിടെ, ഇട്ടൂരി. ദെൻ ഹർപ്പാൻ റെയിൻ ഫോറസ്റ്റ് ഇന്തോനേഷ്യയിലാണ്. പിന്നെ ഡെയിൻ ട്രീയോ ആണ്. എനിക്ക് ഡെയിൻ ട്രീ റെയിൻ ഫോറസ്റ്റ്, അത് ഇവിടെയാണ് ഓസ്ട്രേലിയയുടെ. അപ്പോൾ ഈ റെയിൻ ഫോറസ്റ്റ് ഒക്കെ എന്തായി മാറും? ഇവിടെ പകരം കത്താൻ തുടങ്ങും, വൈൽഡ് ഫയർ വരും. കാരണം ഡ്രോട്ട് കണ്ടീഷൻസ് അല്ലേ. ഓക്കെ, കാരണം കോൾഡ് കണ്ടീഷൻസ് ആകുമ്പോൾ മഴ പെയ്യില്ല. ഓക്കെ, ഓസ്ട്രേലിയൻ വൈൽഡ് ഫയർ ഒക്കെ എൽനിനോ കാരണം നടക്കും. ഓസ്ട്രേലിയൻ വൈൽഡ് ഫയർ. അപ്പോൾ വൈൽഡ് ഫയർ വന്ന് ആരാ മരിക്കുക ഓസ്ട്രേലിയയിൽ? കങ്കാരു. കുറേ കങ്കാരുകൾ മരിക്കുന്നത് ഈ ഒരു ഇൻസിഡൻറ്റിലാണ്. കാരണം ഇവിടെ കോൾഡ് കണ്ടീഷൻസ് വന്ന് എൽനിനോ, മാർസൂപ്പിയൽസ് അല്ലേ, മാർസൂപ്പിയൽസ്. അതാണ് എൽനിനോ. അപ്പോൾ എൽനിനോ കാരണം ഇന്ത്യൻ മൺസൂണിന് എന്തെങ്കിലും എഫക്റ്റ് ഉണ്ടോ? വീക്കൻ ചെയ്യും. കാരണം യൂഷ്വലി ഈ വാക്കർ സെല്ല് എന്താ ചെയ്യുന്നത്? ഇവിടെ റൈസ് ചെയ്യുന്ന എയർ ഇങ്ങനെ വരും, എന്നിട്ട് ആഫ്രിക്കയിലെ മഡഗസ്കറിൻ്റെ അവിടെ ഏകദേശം വന്ന് സിങ്ക് ചെയ്യും. അപ്പോൾ ഇവിടുത്തെ ഹൈ പ്രഷർ ഇൻറ്റൻസിഫൈ ആവും, എന്നിട്ട് ഇങ്ങനെ വരികയാണ് ചെയ്യുന്നത് ഇന്ത്യയിലേക്ക്. പക്ഷേ ഈ ഒരു സിസ്റ്റം വീക്കൻ ആവും എൽനിനോ കണ്ടീഷൻസിൽ. ഓൾറൈറ്റ്, അടുത്തത് ലാനിന. എൽനിനോന്റെ കണ്ടീഷൻസ് ലേറ്റർ യു ക്യാൻ റീഡ്, ലൈക്ക് പുവർ മൺസൂൺ, കോറൽ ബ്ലീച്ചിങ്, പെറുവിലെ മറൈൻ ലൈഫ് ബൂം, ഡ്രോട്ട് ഇൻ ഓസ്ട്രേലിയ. ലാനിന കണ്ടീഷൻ. ലാനിന ഈസ് ദി എക്സ്ട്രീം ഓഫ് നോർമൽ കണ്ടീഷൻ അല്ലേ? ജസ്റ്റ് ഒരു ഫാക്ടർ കൂടി നിങ്ങൾ അറിയേണ്ടത്, കഴിഞ്ഞ 2-3 കൊല്ലം നമുക്ക് ഏത് കണ്ടീഷൻ ആയിരുന്നു? ലാനിന ആയിരുന്നു. അപ്പോൾ ലാനിനയുടെ പ്രത്യേകത ആയിട്ട് ലാസ്റ്റ് 1 to 2-3 years ഒക്കെ ഉണ്ടാവും. പക്ഷെ എൽനിനോ വളരെ ഷോർട്ടാണ്, നോട്ട് മോർ ദാൻ എ ഇയർ, വളരെ ഷോർട്ടായിരിക്കും. ആൻഡ് ഈ എൽനിനോ കണ്ടീഷൻ കാരണമാണ് കുറേ ലക്ഷദ്വീപിലെ കോറൽസ് എല്ലാം പോയി എന്ന് നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിൽ പറഞ്ഞത്. അറേബ്യൻ സീ വാർമിംഗ് ഒക്കെ കാരണം ഇടയ്ക്കേ വരുള്ളൂ. പണ്ടൊരു വലിയൊരു ഇവന്റ് വന്നിരുന്നു, ഗോഡ്സില്ല എന്ന് പറയുന്നൊരു എൽനിനോ ഇവന്റ് 1990s വന്നൊരു എൽനിനോ ഇവന്റ്, 1991 ഐ തിങ്ക്. ഓക്കെ, ദെൻ എന്തോ പറ്റിയല്ലോ. ഇനി സി ഏർലിയർ പീപ്പിൾ വർ സെയിങ് എൽനിനോ കാരണമാണ് മഴ കിട്ടാത്തതെന്നൊക്കെ. പക്ഷേ ലേറ്റർ വി അണ്ടർസ്റ്റുഡ് ഇന്ത്യൻ ഓഷ്യനിൽ എന്തോ പരിപാടി നടക്കുന്നുണ്ട്. ദാറ്റ് ഈസ് കോൾഡ് ആസ് ഇന്ത്യൻ ഓഷ്യൻ ഡൈപോൾ. 3 ഫേസ് ഉണ്ട്, ന്യൂട്രൽ ഫേസ്, പോസിറ്റീവ് ഫേസ് ആൻഡ് നെഗറ്റീവ് ഫേസ്. ന്യൂട്രൽ എന്ന് പറഞ്ഞാൽ നോർമൽ കണ്ടീഷൻ. എവിടെയാണ് കൂടുതൽ വാമർ വാട്ടേഴ്സ്? വെസ്റ്റിലാണോ ഈസ്റ്റിലാണോ? ഈസ്റ്റിലാണ്, കാരണം ഇന്തോനേഷ്യ എന്നൊക്കെ ഒരു ത്രൂ ഫ്ലോ വരുന്നുണ്ട്. സോ ബേ ഓഫ് ബംഗാൾ ഈസ് യൂഷ്വലി മോർ വാർമർ. അതാണ് ന്യൂട്രൽ ഫേസ്. പോസിറ്റീവ് ഫേസ് എന്ന് പറയുമ്പോൾ നമ്മുടെ അറേബ്യൻ സീ. പോസിറ്റീവ് ഫോർ ഹും? പോസിറ്റീവ് ഫോർ മൺസൂൺ. മൺസൂൺ എവിടുന്നാണ് വരുന്നത്? അറേബ്യൻ എന്നാണ്. അപ്പോൾ അറേബ്യൻ വിൽ ബി മോർ വാമർ. നെഗറ്റീവ് ഫേസ് എന്ന് പറയുമ്പോൾ നെഗറ്റീവ് ഫോർ മൺസൂൺ എന്ന് പറഞ്ഞാൽ അറേബ്യൻ വിൽ ബി കൂളർ കമ്പയർഡ് ടു ബേ ഓഫ് ബംഗാൾ അല്ലേ? അപ്പോൾ നെഗറ്റീവ് ഫേസിൽ ആരാണ് വാമർ? ബേ ഓഫ് ബംഗാൾ. അതുകൊണ്ട് അവിടുത്തെ സൈക്ലോൺസ് കൂടും, സൈക്ലോൺ ജെനസിസ്. പോസിറ്റീവ് ഫേസിൽ നമ്മുടെ അറേബ്യൻ സീയിലെ സൈക്ലോൺസ് കൂടും. ഓക്കെ, ദിസ് ഈസ് എൽ നിനോ ആൻഡ് ലാനിന ആൻഡ് അയോഡി. ഇനി നമുക്ക് കുറച്ച് സമയം എത്രയായി? 8:40. ഓക്കെ, നമുക്ക് ക്ലൈമാറ്റിക് റീജിയൻസ് ഡിസ്കസ് ചെയ്യാം. 2 ഡിസ്കസ് ചെയ്യാം. ഞാൻ അത്ര സ്ലൈഡ് പ്രിപ്പയർ ചെയ്തുള്ളൂ, ബാക്കി നമുക്ക് നാളെ നോക്കാം. മെഡിറ്ററേനിയൻ അതൊക്കെ നിങ്ങളൊന്ന് വായിച്ചിട്ട് വന്നിട്ട് ഈസി ആയിട്ടുള്ള ട്രോപ്പിക്കൽ എവർഗ്രീനും ഡെസിഡോസും നമുക്ക് പറഞ്ഞു പോകാം. ക്ലൈമാറ്റിക് റീജിയൻസ്. അപ്പോൾ എവർഗ്രീനിൻ്റെ പ്രത്യേകത എന്താണ്? നമുക്ക് ഏറ്റവും കൂടുതൽ മഴ കിട്ടുന്ന സ്ഥലത്താണ് അല്ലേ? ഇക്വറ്റോറിയൽ റീജിയൻസ്, ഗ്രേറ്റർ ദാൻ 200 സെൻറ്റിമീറ്റർ മഴ കിട്ടുന്ന സ്ഥലങ്ങളിൽ. ഓറോഗ്രാഫിക് റെയിൻഫോൾ ആയാലും മതി, കൺവെക്റ്റീവ് റെയിൻഫോൾ അല്ലെങ്കിൽ ഇക്വറ്റോറിയൽ റെയിൻഫോൾ ആയാലും മതി. സോ ഗുഡ് റെയിൻഫോൾ ഉള്ള സ്ഥലങ്ങളിലാണ് നമ്മൾ എവർഗ്രീൻ ഫോറസ്റ്റ്. അവിടുത്തെ ഫീച്ചേഴ്സ് എന്താ? ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ലിറ്റർ ഉണ്ടാവില്ല നിലത്ത്. കാരണം എന്താ? ഹൈ ടെമ്പറേച്ചർ ആൻഡ് ഹൈ മോയ്സ്ചർ ആണ്. അപ്പോൾ ബാക്ടീരിയൽ ആക്ഷൻ ഈസ് വെരി ഹൈ അല്ലേ? ഇപ്പോൾ വിൻ്റർ സമയത്തൊക്കെ നമ്മൾ യൂഷ്വലി
ഇപ്പോൾ കോൾഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഡൽഹിയിലൊക്കെയാണ് നമ്മൾ ഒരു ബ്രെഡിൻ്റെ പാക്കറ്റ് വാങ്ങിയാൽ ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട, ഒരാഴ്ച 2 ആഴ്ചയൊക്കെ നിൽക്കും, എക്സ്പയറി കഴിഞ്ഞാലും കേടുവരില്ല. ട്രിവാൻഡ്രത്തൊക്കെ ഒരു 2 ദിവസം കഴിയുമ്പോഴത്തേനും വേഗം ഡാമേജ് ആവും. കാരണം എന്താ, ബാക്ടീരിയൽ ആക്ഷൻ ഈസ് മോർ ബിക്കോസ് ഓഫ് ദ ഹൈ ഹ്യൂമിഡിറ്റി ആൻഡ് ഹൈ ടെമ്പറേച്ചർ. ആ പ്രിൻസിപ്പിൾ തന്നെ. അപ്പോൾ ലിറ്റർ പെട്ടെന്ന് ഡീകമ്പോസ് ചെയ്തു പോകും. ഓക്കെ, പിന്നെ എപ്പിഫൈറ്റ്സ് ഉണ്ട് അല്ലേ, മരത്തിൻ്റെ മുകളിൽ വേറെ കുറേ പ്ലാന്റ്സ്. പിന്നെന്താ, ഇവിടുത്തെ പ്ലാന്റ്സ് ആണ് എബണി, മഹാഗണി, റോസ്വുഡ്, റബ്ബർ, ഇതെല്ലാം പഠിക്കുക. ഇതിൻ്റെ പ്രത്യേകത, ഇന്ത്യൻ പെർസ്പെക്റ്റീവിൽ വെസ്റ്റേൺ ഹിമാലയാസിൽ ആരില്ല എവർഗ്രീൻ ഫോറസ്റ്റിൽ. അതായത് ജമ്മു, ഹിമാചൽ, വെസ്റ്റേൺ ഹിമാലയാസ് ഉണ്ടല്ലോ അവിടെയല്ല, ഈസ്റ്റിലുണ്ട്. കാരണം അവിടെ മൺസൂണിൻ്റെ എഫക്റ്റ് ഉണ്ട്, അത് കാരണം. പിന്നെ മൾട്ടി ലെയേർഡ് ആണ്. ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. നല്ല റെയിൻഫോൾ ഉണ്ട്, മൈക്രോബിയൽ ആക്ടിവിറ്റീസ് ആയി, സ്കേഴ്സ് പ്രസൻസ് ഓഫ് ലിറ്റർ, ദീസ് ആർ ദ ട്രീസ്. ആൻഡ് ഇന്ത്യയിൽ അത് എവിടെയൊക്കെ കാണും? ഇറ്റ് വിൽ ബി ഫൗണ്ട് ഇൻ ദി റെയിൻ ബെയറിംഗ് സൈഡ് അല്ലെങ്കിൽ വിൻഡ്വാർഡ് സൈഡ് ഓഫ് വെസ്റ്റേൺ ഗട്ട്സ്. ഇറ്റ് വിൽ ബി ഓൾസോ ഇൻ ദി കോസ്റ്റൽ റീജിയൻസ് ഓഫ് തമിഴ്നാട്. വൈ? ബിക്കോസ് ഓഫ് ദി നോർത്ത് ഈസ്റ്റ് മൺസൂൺ സീസൺ. തമിഴ്നാട് കോസ്റ്റിൽ മഴ കിട്ടും, അത് കാരണം. പിന്നെ മാരിടൈം എഫക്റ്റും ഉണ്ടല്ലോ. പിന്നെ ഈസ്റ്റേൺ ഇന്ത്യ, അതായത് വെസ്റ്റ് ബംഗാൾ, ഒറീഷ കോസ്റ്റിലും. റീസൺ എന്താ? സൈക്ലോൺസ്, ട്രോപ്പിക്കൽ സൈക്ലോൺസ് കാരണം മഴ കിട്ടുന്ന സ്ഥലങ്ങളല്ലേ, അപ്പോൾ ഇവിടെ. പിന്നെ നമ്മുടെ നോർത്ത് ഈസ്റ്റ് ഇന്ത്യ. വാട്ട് ഈസ് ദ റീസൺ? ബിക്കോസ് ബേ ഓഫ് ബംഗാൾ ബ്രാഞ്ച് ഓഫ് മൺസൂൺ. ഇവിടെ അരക്കന്യോമ മൗണ്ടൻസ് ഉണ്ട്, ഇവിടെ ഡീവിയേറ്റ് ചെയ്ത് നമ്മുടെ ഗാരോ ഖാസി ജൈന്ത്യ അല്ലേ, ചിറാപുഞ്ചി, ഇവിടെയും മഴ കിട്ടും. സോ ദീസ് ആർ ദ റീജിയൻസ് വേർ യു വിൽ ഫൈൻഡ് ദി ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റ്. അരുണാചലിലും ഉണ്ട് കേട്ടോ. കാരണം UPSC had asked a question, which of the following national parks lies entirely in എന്താ ആർട്ടിക്, ഒരു ക്വസ്റ്റ്യൻ ഓർമ്മ ഉണ്ടോ? ടെമ്പറേറ്റ്, ട്രോപ്പിക്കൽ എന്നൊക്കെ പറഞ്ഞിട്ട്. അതിൽ ആൻസർ വാസ് നന്ദാദേവി. അതിൽ നാംഡഫ ഓപ്ഷൻ ഉണ്ടായിരുന്നു. ആ ക്വസ്റ്റ്യൻ ആയിരുന്നു, വിച്ച് among the following lies entirely in ആർട്ടിക് ആൻഡ് ടെമ്പറേറ്റ് അല്ലേ, ടെമ്പറേറ്റ് ആൽപൈൻ എന്നായിരുന്നു. അതിൽ നാംഡഫ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടായിരുന്നു. വേർ ഇസ് നാംഡഫ? നാംഡഫ വരുന്നത് ഇവിടെയാണ്, നാംഡഫ. സോ ഇറ്റ് ഈസ് ഇൻ അരുണാചൽ. അവിടെ എന്തുണ്ട്? ട്രോപ്പിക്കൽ എവർഗ്രീൻ വെജിറ്റേഷനും ആ മൗണ്ടൻ്റെ ബേസിൽ നമുക്ക് കാണാൻ പറ്റും, റൈറ്റ്? സോ അരുണാചലും ഉണ്ട് എന്ന് ഓർക്കുക. ദെൻ ദീസ് ആർ ദ മേജർ tropical evergreen forest. One is Hawaiian forest, then there is Amazon, Ituri, Madagascar, Daintree, Harpan is in Indonesia. Okay, these are the major tropical evergreen forest. കാരണം കോങ്കോ ചോദിച്ചത് കാരണം എനിത്തിങ് കുഡ് ബി ആസ്ഡ്, സോ പ്ലീസ് മേക്ക് എ നോട്ട് ഓഫ് ഇറ്റ്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് ട്രോപ്പിക്കൽ ഡെസിഡ്യൂസ് ആണ്. സീസണാലിറ്റി ആണ് ഈ ഫോറസ്റ്റിൻ്റെ മെയിൻ ഫാക്ടർ. അതായത് ഡ്രൈ സീസണിൽ ഇല പൊഴിക്കും അല്ലേ, ഡെസിഡ്യൂസ്. ആൻഡ് മൺസൂൺ വരുമ്പോൾ ഇല റീജനറേറ്റ് ചെയ്യും. അതുകൊണ്ടാണ് ഇതിനെ മൺസൂൺ ഫോറസ്റ്റ് എന്ന് വിളിക്കുന്നത്. ഇത് കേട്ടിട്ട് തെറ്റിദ്ധരിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. മൺസൂൺ ഫോറസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവർഗ്രീൻ ആണെന്ന് തെറ്റിദ്ധരിക്കരുത്. മൺസൂൺ ഫോറസ്റ്റ് ഈസ് ഡെസിഡ്യൂസ്. മൺസൂൺ മഴ വരുമ്പോൾ മാത്രം ഇല പുതിയതായിട്ട് വരുന്നത്. ഓക്കെ, ഇതിൻ്റെ റെയിൻഫോൾ എന്താ? ലെസ് ദാൻ 200 ആണ്, അപ് ടു 70. അപ്പോൾ ഈ 70 to 200 നമുക്ക് പിന്നെയും സ്പ്ലിറ്റ് ചെയ്യാം. 70 to 100ഉം 100 to 200ഉം. അപ്പോൾ 100 to 200 നമുക്ക് മോയിസ്റ്റ് ഡെസിഡ്യൂസ് എന്ന് വിളിക്കാം. 70 to 100 നമുക്ക് ഡ്രൈ ഡെസിഡ്യൂസ് എന്ന് വിളിക്കാം. ഓക്കെ, യെസ്. സോ ദീസ് ആർ ദി പ്ലാന്റ്സ്. മോയിസ്റ്റ് ഡെസിഡ്യൂസ് എവിടെ കാണുന്നത്? റെയിൻ ഷാഡോ ഓഫ് വെസ്റ്റേൺ ഗട്ട്സിൽ നമുക്ക് തേക്ക്, സാൽ, മഹുവ, അംല, സാൻഡൽവുഡ്. ഓക്കെ, ദീസ് ആർ ദ ട്രീസ്. ഡ്രൈ ഡെസിഡ്യൂസ് എന്ന് പറയുമ്പോൾ തെണ്ടു, പാല, അമൽത്താസ്, ബേൽ, ഖൈർ, ആക്സൽവുഡ്, ഇതെല്ലാമാണ് ഡ്രൈ ഡെസിഡ്യൂസ് എന്ന് പറയുന്നത്. ഓൾറൈറ്റ്, ബാക്കി നമുക്ക് നാളെ നോക്കാം.